വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അയ്യുഹന്നാസ് ഇത്തഖുല്ലാഹ്. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിലുടനീളം കൃത്യമായി കാത്തു സൂക്ഷിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ വർഷത്തെ ഹജ്ജ് കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ അതിഥികളായി ഈ ലോകത്തിലെ 800 കോടി മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തെരഞ്ഞെടുത്ത ഏറ്റവും ഭാഗ്യവാന്മാരായ ആളുകളാണ് നമ്മളൊക്കെ. അൽഹംദുലില്ലാഹ്, നമ്മുടെ പ്രാർത്ഥനകളിലൊക്കെ ആ സ്തുതി ഒരുപാട് ഉണ്ടായിരിക്കണം. അതോടൊപ്പം കേടുപാടുകളൊന്നുമില്ലാതെ ഹജ്ജിനു വേണ്ടി പുറപ്പെടാനും പ്രയാസങ്ങൾ ഏതുമില്ലാതെ കർമ്മങ്ങളൊക്കെ മനോഹരമായി പൂർത്തിയാക്കാനും നല്ല ആയുസ്സോടെ ആരോഗ്യത്തോടെ നമ്മളെ കാത്തിരിക്കുന്ന കുടുംബത്തിലേക്ക് സന്തോഷത്തോടു കൂടി വന്നു ചേരാനും നമ്മളെല്ലാവരും എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഗുഡ് ഹോപ്പ് എന്റർപ്രൈസസിന്റെ കീഴിൽ ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി പുറപ്പെടാനുള്ള 150 ആളുകളിൽ ഉൾപ്പെട്ടവരാണ് നമ്മളൊക്കെ. 25 ലക്ഷത്തോളം ആളുകൾ ഒരുമിച്ച് കൂടുന്ന ഹജ്ജിൽ ഞാനൊരു ഏകദേശ കണക്കിൽ കണ്ടത് 1,70,75,025 ആളുകളാണ് ഇന്ത്യയിൽ നിന്ന് ഈ വർഷത്തെ ഹജ്ജിൽ പങ്കെടുക്കുന്നത്. അതിൽ 1,40,40,000 ആളുകൾ ഗവൺമെന്റിന്റെ നേരിട്ടുള്ള ഹജ്ജ് മന്ത്രാലയത്തിന്റെ കീഴിൽ നേരിട്ട് പോകുന്നവരാണ്. ബാക്കി 35,000 ചില്ലാനം ആളുകളാണ് സ്വകാര്യ ഏജൻസികളുടെ കീഴിൽ ഹജ്ജിനു വേണ്ടി ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നത്. അതിൽ 17,000 ആളുകൾ കേരളത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ആ 17,000-ൽ 153 ആളുകളാണ് ഗുഡ് ഹോപ്പിന്റെ കീഴിൽ പുറപ്പെടേണ്ടത്. ആ 153-ൽ ഒരാളായിട്ടാണ് നമ്മൾ പുറപ്പെടാൻ ഒരുങ്ങുന്നത്. യാത്രയുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഹാജി ഒരു നിയമപരമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങളുമൊക്കെ ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാലിദ് സാഹിബ് നിങ്ങളോട് വിശദമായിട്ട് തന്നെ സംസാരിച്ചു. ഇപ്പൊ സമയം 12 മണി കഴിഞ്ഞു. 1 മണി വരെയാണ് നമ്മുടെ ഹജ്ജ് ക്ലാസിന്റെ സമയം. അത് കഴിഞ്ഞാൽ പിന്നെ പറയാം, പക്ഷെ വെസ്കോല് നമുക്ക് എല്ലാവർക്കും അല്ലേ, നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കണം. അതുകൊണ്ട് കുറഞ്ഞ സമയത്തിന്റെ ഉള്ളിൽ വളരെ ഷോർട്ടായിട്ട് നമുക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. എൻ്റെ പേര് അലി ഷാക്കിർ എന്നാണ്. എൻ്റെ പേരിന്റെ കൂടെ എൻ്റെ നാടിന്റെ പേര് ചേർത്ത് അലി ഷാക്കിർ മുണ്ടേരി എന്ന് പറയാറുണ്ട്. ഞാൻ പഠിച്ച സ്ഥാപനത്തിന്റെ പേര് ചേർത്ത് അലി ഷാക്കിർ സുല്ലമി എന്ന് പറയാറുണ്ട്. ആ എന്ത് പറഞ്ഞാലും നമുക്ക് യാതൊരു പരാതിയില്ല. അപ്പൊ എൻ്റെ നാട് മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ചുങ്കത്തറ വില്ലേജിലെ മുണ്ടേരി എന്ന പ്രദേശത്താണ്. അങ്ങ് പോത്തുകല്ല്, അങ്ങ് തലക്കര, അവിടെ അവസാനിക്കും ലോകമൊക്കെ. പിന്നെ മല കയറിയാൽ തമിഴ്നാട്ടിൽ പന്തലൂരെത്തും. 2 മണിക്കൂർ നടന്നാൽ മതി. അപ്പൊ അവിടെയാണ്. അപ്പൊ എന്നെ തെരഞ്ഞാലും എല്ലാവരും അങ്ങോട്ട് വരണ്ടെന്ന് പറയാൻ വേണ്ടിയാണ് സ്ഥലം പറഞ്ഞത്. പിന്നെ ഇൻഷാ അല്ലാഹ് ഫോൺ നമ്പറുകളിൽ നമുക്ക് എപ്പോഴും ബന്ധപ്പെടാം. വാട്സാപ്പിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് ഈ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങളും ഇവിടെ വെച്ചാണെങ്കിലും ഇനി മക്കയിൽ വെച്ചാണെങ്കിലും ഒക്കെ നമുക്കത് പരസ്പരം ചോദിക്കാനും സംസാരിക്കാനും ഒക്കെ സമയമുണ്ടായിരിക്കും. നേരത്തെ അബ്ദുൽ ഖാലിദ് ഒക്കെ പറഞ്ഞ പോലെ ഒരു യാത്രയുടെ അമീർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ദുർബലനായ ആള് നിങ്ങളുടെ അമീറാവണം എന്നാണ്. കാരണം കഴിവുള്ളവർ പെട്ടെന്ന് പോയാലും ബാക്കിയുള്ളവർ ബാക്കിൽ കുടുങ്ങിപ്പോകില്ലേ. അപ്പൊ ഏറ്റവും ദുർബലരെ പരിഗണിച്ച് അങ്ങനെ പോകണമെന്നാണ്. അപ്പോ ഒരു അമീർ എന്ന പദവിയിലല്ല, നിങ്ങളുടെ കൂടെ ഒരാളായി മുമ്പ് പല പ്രാവശ്യം ഈ കർമ്മത്തിൽ പങ്കെടുത്ത ഒരാൾ എന്നുള്ള നിലക്ക് അതിന്റെ പരിചയം നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടും നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാളായി അമീർ എന്ന പദവി
ആ പദവി അത്ര ഉപയോഗിക്കേണ്ടതല്ല എങ്കിൽ പോലും നിങ്ങളുടെ കൂടെ ഇൻഷാ അല്ലാഹ് ഹജ്ജ് തീരുന്നത് വരെ ഞങ്ങൾ നേരത്തെ പോകും. നമ്മുടെ ഈ 29-ാം തീയതി യാത്രയിൽ പോകുന്നുണ്ട്. നമ്മളെല്ലാവരും തിരിച്ചു വരുമ്പോൾ അവസാനത്തെ കൂട്ടത്തിലാണ് തിരിച്ചു വരിക. രണ്ടാമത്തെ എൻ്റെ കൂടെ നമ്മുടെ കൂടെ അമീറായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുബൈർ പീഡിയൊക്കെ നിങ്ങൾ കേട്ടിരിക്കും. വളരെ പ്രസിദ്ധനായ പ്രാസംഗികനാണ് അദ്ദേഹം. ഈ യാത്രകളുമായിട്ട് ഏറെ ബന്ധമുള്ള, പല രാജ്യങ്ങളുടെ പല ഭാഗങ്ങളിലേക്ക് യാത്ര പോകാനുള്ള അത്തരം ടീമുകളെ നയിക്കാറുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. നമ്മുടെ കൂടെ പോരാൻ താല്പര്യപ്പെടുന്നുണ്ട് എന്ന് അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് കൂടി ഇവര് ഗ്രൂപ്പിന്റെ അനുമതി കിട്ടിയതാണ്. അൽഹംദുലില്ലാഹ്, നമുക്കത് തീർച്ചയായിട്ടും ഖൈറായിരിക്കും. നല്ല ക്ലാസ്സുകളും നല്ല ഉപദേശങ്ങളും ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഞാനിങ്ങനെ നോക്കുമ്പോ എല്ലാവരുടെ മുഖത്തും ഇങ്ങനെ കുറെ ആശങ്കകളാണ്. ഈ ആശങ്കകളെ കുറിച്ച് ആദ്യം പറയാം. ഒന്ന്, രണ്ട് തരത്തിലുള്ള ആശങ്കകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്നാമത്തെ ആശങ്ക നമ്മുടെ ശാരീരികമായ പ്രശ്നങ്ങളാണ്. കുറെ മരുന്നുകളുടെ പേര്, നമ്മൾ കുറെ സൂക്ഷിക്കേണ്ട കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പഠിച്ചോനെ എന്തൊക്കെയാവാം എന്നുള്ളൊരു ബേജാറുണ്ട്. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ പോകുന്നത് നമ്മളെ ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചിട്ടോ അല്ലെങ്കിൽ സൗദി അറേബ്യയുടെ സൽമാൻ രാജാവ് വിളിച്ചിട്ടോ ഒന്നും അല്ല പോണേ. നമ്മൾ പോകുന്നത് അള്ളാഹ് വിളിച്ചിട്ടാണ്. അള്ളാഹുവിന്റെ അതിഥി എന്നാണ് നമുക്ക് കിട്ടിയ സ്ഥാനപ്പേര്. നമ്മൾ സൗദി അറേബ്യയിലെ ജിദ്ദ വിമാനത്താവളത്തിൽ ഇറങ്ങിയാല് മക്കയിലെത്തോളം വഴിയോരങ്ങളിൽ വലിയ ബോർഡുകൾ കാണാം. സൗദിയിലെ രാജാക്കന്മാർ സ്ഥാപിച്ച വലിയ ബോർഡുകളാണ്. ആ ബോർഡുകളിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് അള്ളാഹുവിന്റെ അതിഥികളെ നിങ്ങൾക്ക് സ്വാഗതം എന്നാണ്. അള്ളാഹുവിന്റെ അതിഥികളെ നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ പരിചയമില്ലാത്ത ഒരു നാട്ടിലേക്ക്, ഇപ്പൊ ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിലേക്ക് യാത്രയാവാണ്. ആ ഒരു പരിചയമില്ല, ബേജാറൊക്കെ ഉണ്ട്. അപ്പോഴാണ് നമ്മൾ അറിയുന്നത് നമുക്ക് പരിചയമുള്ള ഒരാളാണ് അവിടുത്തെ MLA. ഭയങ്കര ആശ്വാസം. MLA ഉണ്ട്, നമ്മൾ അദ്ദേഹത്തെ വിളിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി കുഴപ്പമൊന്നുമില്ല അല്ലേ? നമ്മളെ വിളിച്ചിരിക്കുന്നത് അള്ളാഹുവാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അള്ളാഹ് പറഞ്ഞത് ജനങ്ങൾക്കിടയിൽ ഹജ്ജിനെ കുറിച്ച് നീ വിളിച്ചു പറ, അവര് വരട്ടെ. അവർ വരും, കാൽനടയായിട്ടും മെലിഞ്ഞൊട്ടിയ ഒട്ടകപ്പുറത്തും മലമ്പാതകൾ താണ്ടിയും അവർ വരും. അതുകൊണ്ട് നീ വിളിക്കുന്ന അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഇബ്രാഹിം നബി വിളിച്ചു. ഇപ്പോഴുള്ള പഴയ ആൾക്കാർ പറയാറില്ലേ, ഹജ്ജിന് പോണെങ്കിൽ ഇബ്രാഹിം നബിന്റെ വിളി കേൾക്കണം എന്നാണ്. വിളി കേൾക്കണം. ആ വിളി കേട്ടിട്ട് നമ്മൾ ഇപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ പുറപ്പെടുക. അപ്പൊ ഒന്നാമത്തെ ബേജാറുകൾ മനസ്സിൽ നിന്ന് ഇറക്കി വെക്കുക. എന്നെ കൊണ്ട് കഴിയോ? ഇപ്പൊ നമ്മളെ കൊണ്ട് എന്തുകൊണ്ടാ കഴിയുന്നത്? ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലേ? ബാങ്ക് കൊടുക്കുന്നത് നമ്മൾ കേൾക്കാത്തോണ്ട് ഞാൻ നിർത്തുന്നില്ല. ബാങ്ക് കൊടുക്കുമ്പോ ഹയ്യ അല സ്വലാത്ത് എന്നൊരു വാക്കുണ്ട്. എന്താ അർത്ഥം? ഹയ്യ അല സ്വലാത്ത്, വിളിയാണ്, നിസ്കരിക്കാൻ വരുന്ന. അതിന് നമ്മൾ എങ്ങനെ മറുപടി കൊടുക്കേണ്ടി? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് പറഞ്ഞാൽ മാത്രം പോരാ, അണിച്ചെല്ലണം. എന്നിട്ട് ആ ബാങ്ക് കേട്ട പള്ളിക്ക്, അതതിന്റെ മറുപടി അല്ലേ? പക്ഷെ ഹയ്യ അല സ്വലാത്ത് എന്ന് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിൽ നിന്ന് അപ്പൊരു മറുപടി വരണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. എന്താ അർത്ഥം? അല്ലാഹ് തന്ന കഴിവും അല്ലാഹ് തന്ന ശേഷി അല്ലാതെ എന്റെ അടുത്തൊന്നുമില്ല. ഈ ഇരിക്കണ ഇരിപ്പില് മെല്ലെ ഇങ്ങനെ കസേരന്റെ സൈഡിലേക്ക് ഇങ്ങനെ ശരിയാണ് നോക്കുമ്പോ ഇവിടെ ഇങ്ങനെ ലേശം ഇങ്ങനെ കൂടിക്കണ്, ഇതിവിടെ ലേശം വെള്ളം ഇങ്ങനെ വരുന്നുണ്ട്. എന്താ കാട്ടുക? ഒന്നും കാട്ടല്ല, താങ്ങിപ്പിടിച്ച് ഏറ്റവും വലിയ ആശുപത്രിയിൽ പോയിട്ട് ICU കടത്തി എല്ലാ ഡോക്ടർമാരും വന്നിട്ട് ഒരു പറയുന്ന ചെറിയൊരു പേരുണ്ട്. എന്താണ്? സ്ട്രോക്കാണ്. എന്താ ചെയ്യാൻ പറ്റുക? പ്രാർത്ഥിച്ചോളി എന്നാ പറയാ. ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ഇരിക്കുന്ന ഇരിപ്പിൽ ഒന്നങ്ങോട്ട് കുഴഞ്ഞാൽ പിന്നെ നമുക്ക് ആരുമില്ല. നമുക്ക് എത്ര വലിയ ഡോക്ടർമാര്, മക്കളുണ്ടാവട്ടെ, കുടുംബം ഉണ്ടാവട്ടെ, ആരുണ്ടാവട്ടെ, ഒന്നും ചെയ്യാല്ല. നല്ല ചെറുപ്പക്കാരായ ആൾക്കാരൊക്കെ ഫിസിയോതെറാപ്പിക്ക് വേണ്ടി കൈയൊക്കെ ഇങ്ങനെ കോടി ചുണ്ടൊക്കെ കഴിഞ്ഞ് നമ്മളെ കാണുമ്പോൾ ദയനീയ ചിരിയൊക്കെ തിരിച്ച് നല്ല ആരോഗ്യത്തോടെ തലേന്ന് കണ്ട ആൾക്കാരാണ് അല്ലേ? അപ്പൊ നമ്മള് ഇക്കണ്ട ശേഷിയൊക്കെ നമുക്ക് തന്നതാരറിയും? പടച്ചോൻ തന്നെയാണ്. അതിൽ എന്ത് കുറവ് നമുക്കുണ്ടോ ആ കുറവും ആര് കുറവ് വരുത്തിയതാണ്? പടച്ചോൻ കുറവ് വരുത്തിയാലേ. ഇന്ന് രാവിലെ സുബഹിസ്കരിച്ചിട്ട് സലാം കിട്ടിയിട്ട് ഇങ്ങോട്ട് ചെല്ലിയ ഒന്നാമത്തെ ദിക്ർ എന്താ? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത. എന്താ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിഅ ലിമാ അഅതൈത, നീ എനിക്ക് എന്തെങ്കിലും തരികയാണെങ്കിൽ അത് തടഞ്ഞു വെക്കാൻ ഈ പ്രപഞ്ചത്തിൽ ആരുമില്ല, ഒന്നുമില്ല. വലാ മുഅതിയ ലിമാ മനഅത, നീ എനിക്കൊരു കാര്യം വേണ്ടാന്ന് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതെനിക്ക് കൊണ്ടുവന്ന് തരാനും ഈ ലോകത്ത് ആരുമില്ല. തന്നതൊക്കെ ആര് തന്നതാ? പടച്ചോൻ. കൊണ്ടുപോയതൊക്കെ ആരാ കൊണ്ടുപോയത്? പടച്ചോൻ. എന്തൊരു സമാധാനം.
ജീവിതത്തിൽ നിരാശ എന്ന് പറഞ്ഞ സംഗതി ഇസ്ലാമിന്റെ പട്ടികയിലില്ലാത്തതിന്റെ കാരണം എന്താ അറിയാം? ഈ വിശ്വാസമാണ്. പടച്ച റബ്ബ് തരുമ്പോ കൊണ്ടുപോകുന്നത്. അത് തടയാനും ആരെക്കൊണ്ടും കഴിയില്ല, അത് പിടിച്ചു വാങ്ങാനും ആരെക്കൊണ്ടും കഴിയില്ല. സ്വസ്ഥം അല്ലേ? അപ്പോ വിശാദം കുറെ പറയുന്നത് പറയല 30 സ്വപ്നം നിൽക്കണ എല്ലാം ഇപ്പൊ തന്നെ പറഞ്ഞു തീർന്നാൽ പിന്നെ പറയണ്ടാവില്ല. അപ്പൊ ഞാൻ വിഷയത്തിലേക്ക് കിടക്കട്ടോ. അപ്പൊ നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് നല്ല ഒരു കോൺഫിഡൻസ്, ഒരു ആത്മവിശ്വാസം ഉണ്ടാവട്ടെ. നമ്മൾ അള്ളാഹിന്റെ അടുത്തേക്ക് പോകണം. അള്ളാഹു വിളിച്ചിട്ടാ പോകണം. എന്റെ കഴിവുകളും ശരിക്കും അറിയണോ പടച്ചോനാണ്. അതുകൊണ്ട് എന്റെ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ എന്റെ റബ്ബിനെ സഹായിക്കും. പോസിറ്റീവായിട്ട് തന്നെ. അത്ഭുതമാണ് നമുക്ക് പലപ്പോഴും 10-70 വയസ്സൊക്കെ ആയിട്ട് എങ്ങനെ പഠിച്ചോനെ ഇയാളൊക്കെ ഹജ്ജ് ചെയ്ത് പൂർത്തിയാക്കാന്നൊക്കെ വിചാരിച്ച് പേടിച്ചു കൊണ്ടുപോയ ആൾക്കാരൊക്കെ ഒരു കണ നമ്മളെ മുമ്പിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നത് കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നി. എവിടുന്ന് കിട്ടി ഈ കഴിവൊക്കെ? അപ്പൊ ഒന്ന്, മനസ്സിന്റെ ഉള്ളില് ആരോഗ്യത്തെ കുറിച്ചോ രോഗത്തെ കുറിച്ചോ എന്തെങ്കിലുമൊക്കെ വ്യാകുലതകളോ ബേജാറുകളോ ഉത്കണ്ഠകളോ ഭയപ്പാടുകളോ ഉണ്ടെങ്കിൽ ഇവിടെ തന്നെ ഇറക്കി വെച്ചോളൂ. എയർപോർട്ടിന്റെ അപ്പുറത്തേക്ക് പോകരുത്. ഇറക്കി വെക്കുക ധൈര്യത്തോടു കൂടി. നമ്മൾ അള്ളാഹ് വിളിച്ചിട്ട് പോവുകയാണ്, വേറെ ആരുമല്ല. ആരെന്നോട് പറഞ്ഞ് ഒരു സൗദി ഗവൺമെന്റിന്റെ അതിഥിയായിട്ട് ഞാൻ പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ പടച്ചോന്റെ അതിഥിയായിട്ട് പോകുന്നുണ്ട്, അവിടെ കാണാം. അത് നമുക്ക് അത്ര അഭിമാനത്തോട് പറയാം. ഒന്ന്. രണ്ട്, ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ നീ പഠിച്ചിട്ട് പണ്ട് മദ്രസയിലോ പോയി പഠിച്ചില്ല. ഇനിയിപ്പോ അതൊക്കെ പാടെ പഠിച്ചുകൊണ്ട് എങ്ങനെയാ പഠിച്ചോനെ ഈ ഹജ്ജിന്റെ കർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റുമോ? അതിൽ യാതൊരു ബേജാറും വേണ്ട. നമുക്ക് പരിചയമില്ലാത്ത ഒരു കർമ്മവും ഹജ്ജിന്റെ പേരിൽ നമുക്ക് ചെയ്യാനില്ല. ആകപ്പാടൽ നമ്മൾ മുമ്പ് ചെയ്തിട്ടില്ലാത്ത ഒരു കർമ്മം എന്ന് പറയുന്നത് ആ ജംറയിലെ ഏറ് മാത്രം. അത് നമ്മൾ മാവുമൊക്കെ മരത്തുമൊക്കെ ഏറിയിട്ടുണ്ടാവും. ഇത് ചെറിയൊരു ഏറാ, ചെറിയ ഏറ്. ബാക്കി ഹജ്ജിലുള്ള എല്ലാ കർമ്മങ്ങളും സാധാരണ ജീവിതത്തിൽ ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമാണ്. അതിന്റെ ചില രൂപങ്ങളും ഭാവങ്ങളും നമ്മൾ മനസ്സിലാക്കിയാൽ സംഗതി ഉഷാറായി, ഹാപ്പി. അപ്പൊ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ നമുക്ക് പ്രത്യേകമായിട്ട് കാണാതെ പഠിക്കാനോ ഉറക്കമൊഴിച്ചിരുന്ന് പഠിക്കാനോ അധ്വാനിച്ചു ആകെ ഹജ്ജില് പ്രത്യേകമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ചു എന്ന് ഏറ്റവും ശക്തമായി പറഞ്ഞ പ്രാർത്ഥന തവാഫിന്റെ സമയത്തുള്ള ഒരു പ്രാർത്ഥനയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. ദറിയാത്താരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? രണ്ടാമത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് അറഫയിൽ വെച്ച് ഏറ്റവും നല്ല പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനകളുടെ കൂട്ടത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന എന്ന് റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥന ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ദറിയാത്താരെ കൂട്ടത്തിലുള്ളത്. ഓക്കേ. അപ്പം രണ്ടാമത്തേത് ഹജ്ജിനെ കുറിച്ച് എനിക്കറിയോ, ഞാൻ പഠിച്ചിട്ടുണ്ടോ, എനിക്കറിയോ, എന്റെ കർമ്മങ്ങൾ തെറ്റിപ്പോകുമോ, ആ ജാതി ഒരു ബേജാറും നമ്മുടെ മനസ്സിൽ വേണ്ട. അതും അവിടെ ഇറക്കി വെക്കുക. അപ്പൊ ആ രണ്ട് വേവലാദികളും ഈ ആള് വിട്ടു പോകുമ്പോൾ ഇതിന്റെ ഉള്ളിൽ വെച്ച് പോകണം. അത് കൊണ്ടുപോകരുത്. ധൈര്യത്തോടെ ആത്മവിശ്വാസത്തോടെ ഞാൻ അള്ളാഹുവിന്റെ അതിഥിയായി ഈ വർഷത്തെ ഹജ്ജ് കർമ്മം പൂർത്തിയാക്കും എന്ന ദൃഢനിശ്ചയത്തോടു കൂടി തന്നെ നമ്മൾ പുറപ്പെടുക. ആ രൂപത്തിൽ നമ്മൾ എല്ലാവരോടും പരസ്പരം സംസാരിക്കുക. പേടികളും ഭയപ്പാടുകളും ഒക്കെ നമ്മൾ മാറ്റിവെക്കുക. പിന്നെ ഇൻഷാ അല്ലാഹ് രണ്ടാമത്തേതായിട്ട് ഹജ്ജ് പ്രാവശ്യത്തെ ഹജ്ജിന് പോകുമ്പോൾ 3 രൂപത്തിൽ ഹജ്ജ് ചെയ്യാൻ പറ്റും. ഈ ഹജ്ജിന്റെ 3 രൂപം ഹജ്ജിനെ ഉംറയുമായി കൂട്ടിച്ചേർക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. നമ്മൾ ഒരു ഹജ്ജ് നിർബന്ധമുള്ള ആൾക്ക് ഒരു ഉംറയും നിർബന്ധമാണ്. അപ്പൊ നമ്മൾ ഈ ഹജ്ജിന്റെ കൂടെ ഒരു ഉംറയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ സാധാരണയായി നമ്മൾ ചെയ്യുന്ന ഹജ്ജ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്യുന്ന രൂപത്തിലുള്ള ഹജ്ജാണ്. പ്രവാചകൻ ഒരൊറ്റ ഹജ്ജ ചെയ്തത്. അതുകൊണ്ട് തന്നെ ആ പ്രവാചകൻ എങ്ങനെ ഹജ്ജ് ചെയ്തോ അങ്ങനെ ചെയ്യാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഖുദൂ അന്നി മനാസിക്കക്കും, പ്രവാചകന്റെ കൽപ്പന അങ്ങനെയാണ്. അവസാനത്തെ ഹജ്ജ് നിർവഹിക്കുമ്പോൾ എല്ലാവർക്കിടയിലൂടെ ഇങ്ങനെ ഓടിച്ചെന്നിട്ട് പ്രവാചകൻ അവരുടെ കാര്യങ്ങളൊക്കെ തിരുത്തി കാണിച്ചു കൊടുക്കുമ്പോൾ എല്ലാവരോടുമായി പറഞ്ഞൊരു വാക്കുണ്ട്, ഖുദൂ അന്നി മനാസിക്കക്കും. നിങ്ങളുടെ ഹജ്ജിന്റെ കർമ്മങ്ങള് എന്നിൽ നിന്ന് നിങ്ങൾ ശരിക്കും പഠിക്കണം കേട്ടോ. ഇത് പഠിപ്പിക്കാൻ ഞങ്ങളെ കൂടെ ഉണ്ടാവില്ല എന്നർത്ഥം. അപ്പൊ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ നിങ്ങൾ സ്വീകരിക്കണം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണോ ഹജ്ജ് ചെയ്തത് ആ രൂപത്തിലുള്ള ഒരു ഹജ്ജാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അതാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതും. ആ പ്രവാചകന്റെ ഹജ്ജ്, ഈ 3 ഹജ്ജുകളിൽ പ്രവാചകൻ തെരഞ്ഞെടുത്ത രൂപം ഹജ്ജിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ രൂപമാണ്. അതിനാണോ പ്രവാചകൻ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യമാണ് പ്രവാചകൻ ചെയ്യുക. പ്രവാചകൻ ചെയ്ത ഈ ഹജ്ജിന് പറയുന്ന പേര് തമത്തുഅ് എന്നാണ്. 3 ഹജ്ജല്ലേ? തമത്തുഅ്, ഇഫ്രാദ്, ഖീറാൻ.
അതിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞെടുത്തത് തമത്തു എന്നാണ്. ഈ തമത്തു എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? ആസ്വാദനം എന്നാണ്. ഒരു ആസ്വാദനാണ്. അതായത് നമ്മുടെ ഹജ്ജും ഉംറയും നമുക്ക് ഒരു 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 ബുദ്ധിമുട്ടില്ലാതെ ഒരു സമാധാനത്തിന്റെ സുഖത്തിന്റെ ഒരു ഹജ്ജും ഉംറയായിട്ട് മാറണം. അതുകൊണ്ടാണ് ഈ ഹജ്ജിന് അങ്ങനെ പേര് കിട്ടിയത്. ഈ തമത്തു ആയിട്ട് എങ്ങനെ ഹജ്ജ് ചെയ്യാന്ന് ചോദിച്ചാൽ, ഹജ്ജിന്റെ മാസം ഏതാ? ഹജ്ജിന്റെ മാസം ഷഅബാൻ അല്ല, ശവ്വാൽ, ദുൽഖഅദ, ദുൽഹിജ്ജ. ഈ ഹജ്ജിന്റെ മാസങ്ങളായ ഈ 3 മാസങ്ങളിൽ നമ്മൾ ഹജ്ജ് ചെയ്യുന്നതിന്റെ കൂടെ ഹജ്ജിന്റെ മുമ്പായിട്ട് നമ്മൾ ഉംറ കൂടി ചെയ്യുക. ആദ്യം ഉംറ ചെയ്യാം, എന്നിട്ട് പിന്നെ ഹജ്ജിന്റെ സമയമാകുമ്പോൾ ഹജ്ജ് ചെയ്യാം. ആ രൂപത്തിനാണ് തമത്തു ആയിട്ട് ഹജ്ജ് ചെയ്യാന്ന് പറയാം. അങ്ങനെ ചെയ്യുന്ന ആൾക്ക് മുത്തമത്യ എന്നാണ് ആ ആൾക്ക് അറബിയിൽ സാങ്കേതികമായിട്ട് പറയാതെ വിട്ടളി, അതിന്റെ പിന്നാലെ പോകണ്ട. അപ്പൊ നമ്മൾ തമത്തു ആയിട്ടാണ് ഹജ്ജ് നിർവഹിക്കാൻ പോണത്. ആദ്യം നമ്മൾ ഉംറ ചെയ്യും. ഉംറ ചെയ്തിട്ട് നമ്മൾ ഇൻഷാ അല്ലാഹ് 29-ന് പോയാല് 30-ന് പുലർച്ചയോട് കൂടിയൊക്കെ നമ്മുടെ ഉംറ കർമ്മം നമ്മൾ പൂർത്തിയാക്കും. ഞാനത് പറഞ്ഞുതരാം സമയം കാര്യം. പിന്നെ ഹജ്ജിന്റെ കർമ്മങ്ങൾ എന്താ വരുന്നത്? ജൂലൈ 15 മുതൽ 20 വരെയുള്ള ദിവസങ്ങളിലാണ് ഹജ്ജിന്റെ ദിവസങ്ങൾ വരുന്നത്. അപ്പൊ നമ്മള് ഈ ജൂൺ 15 മുതൽ നമ്മൾ എന്നോട് എത്തുക, നമ്മള് ജൂൺ 1-ന്റെ മുമ്പ് എത്തുവല്ലേ. അപ്പൊ ഹജ്ജിന്റെ മുമ്പ് നമുക്ക് എത്ര ദിവസം ഉണ്ടാവും? 15 ദിവസം ഉണ്ടാവും. ഈ 15 ദിവസം നമ്മൾ മക്കയില് സ്വസ്ഥമായും സുഖമായിട്ടും നമ്മൾ പാർക്കും. ഇഹ്റാമിന്റെ കെട്ടുപാടുകളൊന്നും ഇല്ലാതെ, പ്രയാസങ്ങളില്ലാതെ, നിബന്ധനകളൊന്നുമില്ലാതെ നമ്മൾ സ്വതന്ത്രമായിട്ട് നമ്മൾ മക്കയിൽ അങ്ങനെ സുഖമായിട്ട് പാർക്കും. അതുകൊണ്ടാണ് ഈ ഹജ്ജിന് തമത്തു ആയ ഹജ്ജ് എന്ന് പേര് പറയാൻ കാരണം. അപ്പൊ നമ്മൾ ആദ്യം ഉംറ ചെയ്യും, പിന്നെ ഹജ്ജിന്റെ സമയം വരുമ്പോൾ നമ്മൾ ഹജ്ജും ചെയ്യും. അപ്പൊ സത്യത്തില് ഹജ്ജിന്റെ കർമ്മങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്ന് മക്കയിൽ നിന്നുകൊണ്ട് തന്നെ പഠിക്കാൻ നമുക്ക് സമയമുണ്ട്. 15 ദിവസം നമ്മുടെ മുമ്പിൽ ഉണ്ടാവും. ആകെ ഹജ്ജ് എന്ന് പറഞ്ഞാല് 6 ദിവസങ്ങൾ, 4 സ്ഥലങ്ങൾ. 4 സ്ഥലങ്ങളിലായി 6 ദിവസങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ചില കർമ്മങ്ങളാണ് ഹജ്ജ് എന്ന് പറയുന്നത്. ഈ 6 ദിവസം ഏതൊക്കെയാണ്? ദുൽഹിജ്ജ 8, 9, 10, 11, 12, 13. ഈ 6 ദിവസങ്ങളിൽ 4 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്? മക്ക, അറഫ, മുസ്ദലിഫ, മിന. ഈ 4 സ്ഥലങ്ങളിലായിട്ടാണ് ഹജ്ജിന്റെ കർമ്മങ്ങൾ. കർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളില്ല. ഈ 4 സ്ഥലങ്ങളിൽ പോയി നമ്മൾ ജീവിക്കുക എന്നേ ഉള്ളൂ. ആ ജീവിതത്തിന്റെ ഇടക്ക് 1-2 കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചെയ്യണം. ബാക്കി സമയത്തൊക്കെ ഒരു സാധാരണ മനുഷ്യനായിട്ട് നമ്മൾ അറഫയിൽ ജീവിക്കും, മുസ്ദലിഫയിൽ ജീവിക്കും, മിനയിൽ ജീവിക്കും, മക്കത്ത് ജീവിക്കും. അതിന്റെ ഇടക്ക് ചില കർമ്മങ്ങൾ ചെയ്യാണ്ട് ആ കർമ്മങ്ങൾ നമ്മൾ ചെയ്യും. ഇതാണ് സത്യത്തിൽ ഹജ്ജ്. വളരെ ലളിതമാണ്. നമസ്കാരം എങ്ങനെയാണ് എന്ന് നിങ്ങൾ ചോദിച്ചാൽ അത് പറയാൻ അരമണിക്കൂറെങ്കിലും വേണം. എന്നാൽ ഹജ്ജ് എങ്ങനെയാന്ന് ചോദിച്ചാൽ അത് പറയാൻ 1 മിനിറ്റ് മതി. ലളിതമാണ് ഹജ്ജ്. ഹജ്ജിന്റെ കർമ്മങ്ങളും ലളിതമാണ്. പക്ഷേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ഉംറയാണല്ലോ. ഉംറയ്ക്ക് ശേഷമാണ് ഹജ്ജ്. ഉംറ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഹജ്ജ് വളരെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ആദ്യം നമ്മൾ ഇവിടുന്ന് പോകുമ്പോ ഉംറ എന്താണ് എന്ന് ശരിക്കും പഠിച്ചിട്ട് തന്നെ പോകണം. ഞാനൊപ്പം ഉണ്ടാവും, അല്ലെങ്കിൽ പരിചയമുള്ള വേറെ ആൾക്കാരൊപ്പം ഉണ്ടാവും എന്നൊക്കെ നമുക്ക് വിചാരിക്കാം. പക്ഷെ എങ്കിൽ പോലും ഉംറയ്ക്ക് വേണ്ടി മത്താഫിലേക്ക് ഇറങ്ങുമ്പോ ആ തിരക്കില് നമ്മുടെ കാകപ്പാടെ ചെതറിപ്പോയേക്കാം. കഴിഞ്ഞ പ്രാവശ്യത്താ ഞാനും ഉബൈദ് ഒന്നിച്ച പോകുന്നത്. ഞങ്ങളുടെ കൂടെ 19 ആളുകളുണ്ട്. അങ്ങനെ ഞാനും എന്റെ കൂടെ 10-20 ആളുകളും മുന്നോട്ട് പോയപ്പോഴാണ് പോലീസുകാരൻ ഒരു ബാരിക്കേഡ് ഇങ്ങനെ വെച്ചത്. പിന്നെ ബാക്കിയുള്ള ആളുകൾ അങ്ങോട്ട് കടക്കാൻ വയ്യ. പിന്നെ അവര് വേറെ ഏതൊക്കെയോ വഴിയിലൂടെയാണ് മത്താഫിലേക്ക് എത്തിയത്. അപ്പൊ ഞങ്ങൾ 2-3 തവാഫ് കഴിഞ്ഞ ശേഷം അവരെത്തണേ. പിന്നെ ഞങ്ങളും അവരും കണ്ടുമുട്ടുന്നത് സഈൻ കൂടി കഴിഞ്ഞതിന് ശേഷം. അങ്ങനെയൊക്കെ സംഭവിക്കാം. ഭാര്യ ഭർത്താവും കൈ ചേർത്ത് പിടിച്ചു പോയാലും രണ്ടായേക്കാം. മാതാപിതാക്കളും മക്കളും എങ്ങനെ ഒന്നിച്ചു പോയാലും അവർ അവിടെ വെച്ച് വിഭജിക്കപ്പെട്ടേക്കാം, പിരിഞ്ഞു പോയേക്കാം. ആ എന്റെ കൂടെ ഓളുണ്ടായിനി, ഓളോട് ചോദിച്ചുകൊണ്ട് ചെയ്യണം എന്നാ വിചാരിച്ചിട്ട് ഓള് പോയതോടു കൂടി ഞാൻ അന്തം വിട്ട് എന്ന് പറഞ്ഞ അന്തം വിടരുത്. ഇവിടുന്ന് പോകുമ്പോഴേ കറക്റ്റായിട്ട് ഞാൻ ഒറ്റക്കായാലും ആ തിരക്കില് മത്താഫില് കഅബന്റെ മുമ്പിൽ ഞാൻ ഒറ്റക്കായാലും ബേജാറില്ലാതെ ആ കർമ്മങ്ങൾ എനിക്ക് ഒറ്റക്ക് പൂർത്തിയാക്കണം. നിങ്ങൾ വഴിതെറ്റി പോകുന്നില്ല. നിങ്ങൾ എവിടെ വഴിതെറ്റിയാലും നിങ്ങളെ കണ്ടുപിടിക്കാനുള്ള സംവിധാനം ഉണ്ട്. നമ്മൾ കൊണ്ടോട്ടി ദിവസം പോയിട്ട് വഴിതെറ്റിയ ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ മക്കത്ത് പോയിട്ട് വരെ കാണാതെ നമ്മൾ കേട്ടില്ല. നിങ്ങൾ കേട്ടിക്കണം, ഹജ്ജിന് വേണ്ടി 10-30 ലക്ഷം ആൾക്കാർ മക്കയിൽ വന്നിട്ട് കഴിഞ്ഞ ഹജ്ജിന് പോയത് അവരെ കാണാതെ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ കണ്ടില്ല.
എപ്പോഴേലും കാണാൻ ഫിലിപ്പീനയുടെ ഫോട്ടോ മിസ്സായി 3 ദിവസം കഴിയുമ്പോൾ കാണാൻ കിട്ടിയെന്ന് പറയുന്നത്. അവിടെ കിട്ടും, ആരും മിസ്സാവില്ല. അവിടെ നമ്മൾ വലിയൊരു സ്ഥലത്തേക്കല്ല പോണത്, ഒരു ചെറിയ വൃത്തത്തിന്റെ ഉള്ളിലേക്കാ. എങ്ങനെ നമ്മൾ കൂട്ടം തെറ്റിയാലും അതിന്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാവും. കുറച്ച് തരേണ്ടിയിട്ടുള്ളൂ. അതിപ്പോ നിങ്ങൾക്കൊക്കെ എന്താ ഒരു മക്കനൊക്കെ തന്നില്ല. ഈ മക്കനൊക്കെ എന്താ ഇതൊക്കെയാണ് ഇട്ടാണ്ട് ഇറങ്ങിയാണല്ലോ. ഇതിട്ടാ നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ സ്ത്രീകളോട് എപ്പോഴും പറയാറുണ്ട്, ഈ മക്കനിടാതെ നിങ്ങൾ ഇറങ്ങരുത് കേട്ടോ. ചില സ്ത്രീകൾക്ക് തെറ്റായിരുന്ന കളറ് ഇതൊക്കെ മനുഷ്യന്മാരുടെ കട്ടി എത്രയാ എന്റെ വലിപ്പം. പണ്ട് നിയമം കേൾക്കണമെങ്കിൽ KSRTC ബോർഡ് മാർക്ക് വലിയതായിട്ട് ഉഡ്ഹോപ്പ് എഴുതലുണ്ടായി. പിന്നെ ആരോ പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ പേരൊന്നുമില്ല സാർ, ഇതിനുണ്ടോ? ഉണ്ടാവും, പേരുണ്ടാവണം. കാരണം തരങ്ങള് വേറെ കാരണം കൂടി ഉണ്ട്. ഈ ഇത്ര ആൾക്കാരുടെ ഇടയില് ഞങ്ങൾ ആണുങ്ങൾ പറഞ്ഞാല് എല്ലാരും ഒരേ ഡ്രസ്സാണ്. ഒരു വെള്ളത്തുണി എടുത്ത് വെള്ളത്തുണി പുതച്ച് എല്ലാവരും ചെന്നുകാണ്ട് മുഖത്തേക്ക് നോക്കിയാൽ പോലും അവളെ മനസ്സിലാവില്ല. കാരണം ഈ ഇരിക്കുന്ന തൊപ്പിന്നൊരു കാര്യം അവിടെ ഇരിക്കേ, ഇവിടെ നമുക്ക് തൊപ്പിട്ട് പരിചയം കണ്ട. അവിടെ ചെല്ലുമ്പോൾ മുടിയും കൂടി മൊട്ടടിച്ചാണില്ല, ഒരേപോലെ കാര്യം. അപ്പൊ ആരാന്ന് പോലും അറിയില്ല. നേരെ മറ്റു സ്ത്രീകൾക്ക് ഈ തട്ടുള്ളത് കൊണ്ട് അവരെവിടെയാണെങ്കിലും ഓരോ തെരഞ്ഞു കണ്ടുപിടിക്കാൻ നല്ല സുഖം കാര്യമാക്കുന്ന അപ്പൊ പറഞ്ഞേ. ഈ സ്ത്രീകളുടെ ഈ തട്ടം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കൂടെയുള്ള പുരുഷന്മാർക്ക് കൂടിയുള്ള ഒരു മാർഗരേഖയാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ തിരിച്ചിങ്ങനെ കൊണ്ടുപോകുമ്പോൾ പെണ്ണുങ്ങളുടെ മുമ്പിൽ നടത്തിയ കൊണ്ടുപോകാം. ഒരാൾക്ക് എന്താ ആ തട്ടത്തിന്റെ ഒപ്പം നിങ്ങൾ നടന്നുകൊണ്ടിട്ട് പറയും, അങ്ങനെ നടക്കണം. എപ്പോഴെങ്കിലും ഈ തട്ടം മാറ്റി വെച്ച് ഈ കറുത്ത മഫ്തേറ്റാണ് നിങ്ങൾ ഹർമ്മക്ക് ഇറങ്ങിയാല്, നിങ്ങളെങ്ങനെയും കാണാനില്ലാതായാല് ആരെ നമ്മൾ തരാം? ഈ കറുത്ത മഫ്താനോട്ടെ ലക്ഷങ്ങളിൽ കറുപ്പേക്കാണ്. ഈ കറുപ്പിൽ ആരാണ് നമ്മുടെ ആള് തിരിച്ചറിയാൻ ഒരു മാർഗം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ സാധനം നിങ്ങൾ ഇവിടുന്ന് എയർപോർട്ടിൽ കയറണം മുതൽ എപ്പോഴും ഇത് വേണമെങ്കിൽ 2 3 വാങ്ങിക്കൊണ്ട് എപ്പോഴും ഇത് നിങ്ങളുടെ തലയിലുണ്ടാവും തിരിച്ചെത്തുന്ന വരെ. കാരണം ഇതൊരു ഇനിയിപ്പോ നിങ്ങൾ വിചാരിക്കുക എനിക്ക് വഴി തെറ്റൂല, എനിക്ക് ഉറപ്പാണ് വഴി തെറ്റൂല, എനിക്കതേ വഴി, ഇനിയിപ്പോ ഇത് അട്ടൊന്നും വേണ്ട, ചൊറ്റക്ക് പോകാം. ആ പോണ പോക്കില് ഒന്ന് തലമിഞ്ഞ് നമ്മൾ വീഴുക, ഒരു വണ്ടി തട്ടുക, എന്തേലും പറ്റിയിട്ട് നമ്മൾ എവിടെയെങ്കിലും കടക്കി ആശുപത്രിയിലാവുക ചെയ്താല് അറിയില്ല. തെരഞ്ഞിട്ട് അങ്ങനെ ബോഡി കിടക്കുന്ന ഫ്രീസർ വലിച്ചു നോക്കിയാൽ പോലും ഇത് നമ്മളാണെന്ന് അറിയില്ലല്ലോ. മനുഷ്യന്മാര് ഇപ്പൊ എന്റെ നാട്ടിൽ ആക്സിഡന്റ് ആയിട്ട് ഒരു സ്ത്രീ മരിച്ചിട്ട് ആ സ്ത്രീയുടെ ആങ്ങളമാരൊക്കെയാണ് അവിടെ ഭയങ്കരമായിട്ട് എല്ലാം ഈ സ്ത്രീ മരിച്ചിട്ടുണ്ട്, അവർ ആശുപത്രിക്ക് മാറ്റിയിരിക്കുന്നു ഒക്കെ ആങ്ങളമാരടക്കമുള്ള ആൾക്കാർ ചെയ്തത്. വൈകുന്നേരം 5 മണിക്ക് ഈ വീട്ടിലെ കുട്ടി സ്കൂളിൽ വന്നപ്പോ വാതിൽ കൂട്ടി കിടക്കപ്പോ ഉമ്മയുടെല്ലോ മെഡക്കൽക്ക് രാവിലെ സാധനം വാങ്ങാൻ പോയില്ലോ, വന്നിട്ടില്ലേ? അപ്പൊ തെരഞ്ഞ് അവസാനം 10 ആശുപത്രി കിടക്കുന്ന ഡെഡ് ബോഡി ഉമ്മാന്റെ ഡെഡ് ബോഡിയാണ് ഈ ആങ്ങളാത് മനസ്സിലാക്കി. എന്താ പറയുക, മനുഷ്യന് വെറുതെ വല്ലൊന്ന് പൊട്ടിയാൽ മതി, ചുണ്ടൊന്ന് കടിച്ചാൽ മതി, നമ്മുടെ മുഖത്തിന്റെ ഷേപ്പൊക്കെ മാറും. അപ്പൊ ഇത് വെറും ഒരു മഫ്തല്ല, ഇതൊരു തിരിച്ചറിവാണ് നിങ്ങൾക്കും ഞമ്മക്കും. അതുകൊണ്ട് ഒരു മടി വിചാരിക്കരുത്. പിന്നെ നമ്മളൊക്കെ ചൊറുക്കുള്ള ഡ്രസ്സൊക്കെ ഇട്ടുകാണ്ട് മക്കത്തെ പെണ്ണുങ്ങളോട് മത്സരിച്ചാൽ പോണ്ട. മിഡിൽ ഈസ്റ്റിലെ പെണ്ണുങ്ങളോളം ചൊറുക്കുള്ള പെണ്ണുങ്ങൾ ലോകത്ത് വേറല്ല. ഓരോട് മത്സരിച്ചാൽ പോയാൽ മാനം കൊടുള്ളൂ. അതുകൊണ്ട് നമ്മൾ പോണത് ഹജ്ജിനാണ്, നമ്മുടെ ഫാഷൻ ഷോക്ക് വേണ്ടിയല്ല, നമ്മൾ അവിടെ പോയിട്ട് വേറെ ഉദ്ദേശമില്ല, നമുക്ക് അള്ളാന്റെ പ്രീതി മാത്രമാണ്. അതുകൊണ്ട് ഈ സാധനം ഞാൻ പിന്നെയും ഇത് പറയാൻ കാരണം ഇതിന്റെ ഉപയോഗം അത്ര വലുതാണ്, അത് മറക്കണ്ട. പിന്നെ അപ്പോ നമുക്ക് ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് വരട്ടോ. സമയത്തിന്റെ വളരെ വലിയ പരിമിതിയുണ്ട്, ബാക്കി കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു പോകട്ടോ. അപ്പൊ നമ്മൾക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോ തമത്തുആയിട്ട് ഹജ്ജ് ചെയ്യാൻ തീരുമാനിച്ചത് കൊണ്ട് ആദ്യം നമ്മൾ ഉംറയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഉംറയെ കുറിച്ച് പഠിച്ചു പോകണം. അവിടെ എത്തിയിട്ട് പിന്നെ ഉംറന്റെ ഒരു ക്ലാസ് എടുക്കാൻ സമയം ഉണ്ടാവില്ല, നമ്മൾ ഉംറക്ക് നേരെ ഇറങ്ങലേക്കാനും. അതുകൊണ്ട് ഉംറയെ കുറിച്ച് ഇവിടുന്ന് ശരിക്കും പഠിച്ചു പോകണം. എളുപ്പമാണ്, ഒരു പ്രയാസമല്ല. ഉംറയുടെ പ്രധാനപ്പെട്ട കർമ്മങ്ങൾ 3 എണ്ണാണ്. 1 ഇഹ്റാം, 2 തവാഫ്, 3 സഅയ്. ഇതുള്ളൂ ഉംറ. പിന്നെ സഅയ് കഴിഞ്ഞാല് മുടി വെട്ടിക്കാണ്ട് നമ്മൾ ഫ്രീ ആയി. അപ്പൊ നമുക്ക് ഈ ഉംറയെ കുറിച്ച് പഠിക്കുമ്പോ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് ഇഹ്റാമിനെ കുറിച്ചാണ്. എന്താ ഇഹ്റാം എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമ്മൾ നിസ്കരിക്കുമ്പോ കുറെ അല്ലാഹു അക്ബർ ഉണ്ടല്ലേ, ആ നിസ്കാരം സ്റ്റാർട്ട് ചെയ്യുമ്പോ 1ാമത്തെ അല്ലാഹു അക്ബർ, ആ അല്ലാഹു അക്ബറിന് പേരില്ലേ, എന്താണത്? തക്ബീറത്തുൽ ഇഹ്റാം. അതേ അർത്ഥാണ് ഹജ്ജിന്റെ ഉംറയുടെ ഇഹ്റാമിന് വരുന്നത്. നമ്മൾ ഹജ്ജിലേക്കുള്ള പ്രവേശനമാണ്, ഹജ്ജിലേക്കുള്ള അല്ലെങ്കിൽ ഉംറയിലേക്കുള്ള നമ്മുടെ പ്രവേശനമാണ് ഈ ഇഹ്റാം എന്ന് പറയാം. ചില ആൾക്കാരൊക്കെ പറയുന്നുണ്ട്, എവിടുന്ന ഇഹ്റാം കെട്ടണേ? അങ്ങനെ ഇഹ്റാം കിട്ടുന്നു വേണ്ട, ഇഹ്റാമിലേക്ക് പ്രവേശിക്കലാണ്. എന്താ ചോദിക്കണ്ടേ? ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ വെച്ചാണ് എന്നാണ്, അല്ലാതെ എവിടെ ഇഹ്റാം കെട്ടണമെന്നല്ല. കെട്ടൽ അവിടെ അല്ല, ഇഹ്റാമിലേക്ക് പ്രവേശിക്കലാണ്. അപ്പൊ ഇഹ്റാമിലേക്ക് പ്രവേശിക്കേണ്ടത് എവിടെ വെച്ചാണ്? അപ്പൊ നിങ്ങളൊക്കെ ചോദ്യം ചോദിക്കും, വീട്ടിൽ തന്നെയാണോ, എയർപോർട്ടിൽ നിന്നാണോ, അല്ല വേറെ എവിടെയാണോ? ഹജ്ജിന്റെയും ഉംറയുടെയും പ്രത്യേകത അതിന്റെ ഓരോ കർമ്മത്തിനും
നിശ്ചിതമായ സ്ഥലങ്ങളും ചില കർമ്മങ്ങൾക്ക് സമയവും ചില സമയങ്ങൾക്ക് ചില കർമ്മങ്ങൾക്ക് രാത്രിയും പകലും ഒക്കെ പടച്ചോൻ തന്നെ വേർതിരിച്ചിട്ടുണ്ട്. അറഫയിൽ നിൽക്കുക എന്ന കർമ്മം എപ്പോഴാ ചെയ്യേണ്ടേ? പകലാ ചെയ്യണ്ടേ. മുസ്ദലിഫയിൽ പാർക്കുക എന്നുള്ള കർമ്മം എപ്പോഴാ ചെയ്യേണ്ടേ? അത് രാത്രി ചെയ്യണ്ടേ. അപ്പൊ രാത്രി ചെയ്യേണ്ട കർമ്മങ്ങൾ രാത്രി തന്നെ ചെയ്യണം, പകല് ചെയ്യേണ്ട കർമ്മങ്ങൾ പകൽ തന്നെ ചെയ്യണം. അതേപോലെ സമയങ്ങളുണ്ട്, സ്ഥലങ്ങളുണ്ട്, ഒക്കെ നിർമ്മിതമാണ്. ഹജ്ജിന്റെ കാര്യത്തില് നമ്മളെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റില്ല. ഹജ്ജിന്റെയും ഉംറയും കാര്യത്തില് കാര്യങ്ങളൊക്കെ പടച്ചോൻ അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അപ്പോ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത് നിശ്ചിതമായ സ്ഥലങ്ങളിൽ വെച്ചാണ്. അതിന് പ്രത്യേകമായ സ്ഥലം തന്നെ നിർണയിച്ചിട്ടുണ്ട്. ആ സ്ഥലത്തിന് അറബിയിൽ പറയുന്ന പേര് മീഖാത്ത് എന്നാണ്. മീഖാത്ത്. മീഖാത്ത് എന്ന അറബി വാക്കിന് രണ്ടർത്ഥമുണ്ട്. നിർണിതമായ സ്ഥലം എന്നും അർത്ഥമുണ്ട്, നിർണിതമായ സമയം എന്നും അർത്ഥമുണ്ട്. മീഖാത്ത്, നമുക്കിവിടെ മീഖാത്തിന് നിർണിതമായ സ്ഥലമാണ് നമ്മളിപ്പോ പറയുന്നത്. അതായത് ഹജ്ജിനോ ഉംറക്കോ വേണ്ടി മക്കയിലേക്ക് പോകുന്ന ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾ മക്കയിലേക്ക് പ്രവേശിക്കാൻ 5 സ്ഥലങ്ങൾ പ്രവാചകൻ നിർണയിച്ചിട്ടുണ്ട്. ഈ 5 സ്ഥലങ്ങളെ നമ്മൾ മീഖാത്ത് എന്നാണ് പറയാ. ഓരോ മീഖാത്താണ്. ഓരോ ഭാഗത്ത് നിന്ന് വരുന്ന ആളുകൾക്കും അവർ മക്കയിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഒരു മീഖാത്ത് പ്രവാചകൻ നിശ്ചയിച്ചിട്ടുണ്ട്. ആ മീഖാത്തിലൂടെയാണ് ഹജ്ജിനോ ഉംറക്കോ വരുന്നവർ മക്കയിലേക്ക് പ്രവേശിക്കേണ്ടത്. അതുകൊണ്ട് ആ മീഖാത്തിൽ വെച്ചാണ് ഒരു വ്യക്തി ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം, എവിടുന്നാ ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്? പെരീന്നാണോ, എയർപോർട്ടിൽ നിന്നാണോ, റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണോ? എവിടുന്നാണ്? മീഖാത്തിൽ നിന്ന്. അതാണ്. അപ്പോ മീഖാത്തിൽ നിന്നാണ് ഇഹ്റാമിൽ പ്രവേശിക്കേണ്ടത്. ആ മീഖാത്ത് ഓരോ ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾക്കും വേറെ വേറെയാണ്. ആകാശത്തിലൂടെ വിമാനത്തിൽ പോകുന്ന ആളുകളാകുമ്പോ ആ മീഖാത്തിൽ പിന്നെ മാറ്റം വരും. കാരണം അവരുടെ എയർലൈൻസിന്റെ റൂട്ട് ഏത് വഴിക്കാണോ ഒരേ റൂട്ടിലല്ല വിമാനം പലപ്പോഴും പോവാം. വിമാനത്താവളങ്ങളിലെ തിരക്കുകളും അന്തരീക്ഷത്തിന്റെ ചുഴികളും കാലാവസ്ഥയുടെ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ വിമാനങ്ങൾ അങ്ങനെ റോഡിൽ കൂടെ പോകണവർക്കല്ല, അതിന് പല വഴിക്ക് തിരിച്ചു വിടും. അപ്പൊ നമ്മൾ ഹജ്ജിന് ഉംറയ്ക്ക് വേണ്ടി പുറപ്പെടുന്ന വിമാനം ഏത് റൂട്ടിലൂടെയാണോ ജിദ്ദ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് അതിനെ അനുസരിച്ച് നമ്മുടെ മീഖാത്ത് നിർണയിക്കപ്പെടും. സാധാരണ നമ്മളൊക്കെ പഠിച്ചത് ഇന്ത്യക്കാരായ ആളുകള്, ഇന്ത്യയുടെ ഭാഗത്തുള്ള ആളുകള് കപ്പൽ മാർഗം മക്കയിലേക്ക് പോകുമ്പോ ജിദ്ദ മിന, അതായത് മിന എന്ന് പറഞ്ഞാല് ഇദ്ദ പിന്നെ എന്താണ് കപ്പൽ പിന്നെ സ്ഥലത്തിന്റെ പേര് പറയാം, സീപോർട്ട്. ആ സീപോർട്ട് ഇദ്ദ ഇന്റർനാഷണൽ ഇസ്ലാമിക് സീപോർട്ട് അറിയാം. ആ സീപോർട്ടിൽ ഇറങ്ങി നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടി നിശ്ചയിച്ച സ്ഥലം യലംലം എന്നറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്. യലംലം എന്നത് യമനിന്റെ ഭാഗത്തുള്ള ഒരു മലയാണ്. യമനിന്റെ സൗദിയുടെ അതിർത്തിയിലുള്ള ഒരു ചെറിയ കുന്ന് പ്രദേശത്തിനാണ് യലംലം എന്ന് പറയാം. പണ്ട് ആ പ്രദേശത്തു കൂടെയാണ് കപ്പൽ മാർഗം സഞ്ചരിക്കുന്ന ആൾക്കാരൊക്കെ എത്താറ്. അതുകൊണ്ട് അവിടെ നിന്നാണ് നമ്മളൊക്കെ ഇഹ്റാമിൽ പ്രവേശിക്കാറ്. ഇന്നിപ്പോ ഈ ആകാശയാത്രയിൽ മിക്കപ്പോഴും വിമാനങ്ങൾ തിരിഞ്ഞു മറിഞ്ഞു വരുമ്പോ റിയാദ്, ദമാമ്, ആ ഭാഗത്ത് നിന്ന് ദുബായ് ഭാഗത്തുള്ള ഫ്ലൈറ്റുകളൊക്കെ വരുന്ന അതേ റൂട്ടിലൂടെ തായിഫിന്റെ ഭാഗത്തിലൂടെ തിരിഞ്ഞിട്ടാണ് ജിദ്ദയിലേക്ക് വന്നിറങ്ങുക ചില സമയത്തൊക്കെ. അങ്ങനെയാകുമ്പോ നമുക്ക് മീഖാത്തായിട്ട് കിട്ടുക ആ ഭാഗത്തു നിന്നുള്ള ആളുകൾക്കുള്ള മീഖാത്തുണ്ട്. അത് പിന്നെ സെയ്ലുൽ കബീർ എന്ന് പഴയ, ഇന്നത്തെ പുതിയ പേരിലും കർണുൽ മനാസിൽ എന്ന് പഴയ പേരിലും അറിയപ്പെടുന്ന ഒരു പ്രദേശമാണ്. മക്കയിൽ നിന്ന് ഏകദേശം ഒരു 80 കിലോമീറ്റർ ദൂരെയാണ് ഈ സെയ്ലുൽ കബീർ. അതിന്റെ പഴയ പേര് കർണുൽ മനാസിൽ എന്നാണ്. പ്രവാചകൻ മീഖാത്തായി നിശ്ചയിച്ചത് ഈ കർണുൽ മനാസിലാണ്. അപ്പൊ നമുക്ക് ഒരുപക്ഷെ ഒന്നുകിൽ നമുക്ക് യലംലം മീഖാത്തായിട്ട് കിട്ടിയേക്കാം, അല്ലെങ്കിൽ നമുക്ക് ഈ കർണുൽ മനാസിൽ മീഖാത്തായി കിട്ടിയേക്കാം. രണ്ടായിരുന്നാലും നമ്മൾ മീഖാത്തിനോട് അടുക്കുന്നുണ്ട് എന്ന് നമ്മുടെ വിമാനത്തിന്റെ പൈലറ്റിൽ നിന്ന് അല്ലെങ്കിൽ ക്രൂമാരിൽ നിന്ന് നമുക്കൊരു നിർദ്ദേശം കിട്ടും. ഒരു അരമണിക്കൂർ മുമ്പ് ജിദ്ദയിൽ വിമാനം ഇറങ്ങുന്നതിന്റെ, അതായത് വിമാനം ഭൂമി തൊടുന്നതിന്റെ 15-20 മിനിറ്റ് മുമ്പാണ് നമ്മൾ മീഖാത്തിലെത്തുക. അതുകൊണ്ട് തന്നെ വിമാനത്തിൽ നമ്മൾ ബെൽറ്റൊക്കെ ഉറപ്പിച്ച് ഇരുന്നിട്ട് നമുക്ക് വിമാനം താന്നു പറക്കാൻ ഒരുങ്ങുമ്പോ ബെൽറ്റൊക്കെ കെട്ടാൻ പറ്റില്ല, അടങ്ങിയിരിക്കാൻ പറയും. ആ ഇരുത്തം ഇരുന്ന് താഴേക്ക് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറങ്ങുന്ന സമയത്താണ് സത്യത്തിൽ നമ്മൾ ഈ മീഖാത്തിന്റെ ഭാഗത്തെത്തുക. അപ്പൊ നമ്മൾ ആ മീഖാത്തിൽ എത്തുന്നതിന്റെ അരമണിക്കൂർ മുമ്പോ 20 മിനിറ്റോ മുമ്പോ ഒക്കെ നിർദ്ദേശം കിട്ടും. ഹജ്ജിനു വേണ്ടിയോ ഉംറയ്ക്ക് വേണ്ടിയോ ഇഹ്റാമിനും പോകുന്ന ആളുകൾ ശ്രദ്ധിക്കുക, 20 മിനിറ്റ് ദൂരമുണ്ട് മീഖാത്തിലേക്ക്. അപ്പൊ നമ്മൾ അടുത്തുള്ള ആളൊക്കെ കൊട്ടി ഉണർത്തി, ഉറങ്ങിക്കാരം 5-6 മണിക്കൂർ പറക്കണ്ടേ, ഉറങ്ങി ഉണർത്തി റെഡിയാക്കി ഇരുത്തും. പിന്നെ
കൊണ്ടുവന്നിരിക്കാൻ പറയും. ഒരു പിന്നെന്താണ്, ഈ ഇഹ്റാമിൽ പ്രവേശിക്കും മുമ്പ് ഉദു ഉണ്ടായിരിക്കല് സുന്നത്താണ്. അപ്പൊ മിക്കവാറും ആൾക്കാരെ ഉദുവൊക്കെ പോയിട്ടുണ്ടാവും, കാരണം 5-6 മണിക്കൂർ ലോങ് അല്ലേ. ഉദുവൊക്കെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇരിക്കുന്ന സീറ്റിന്റെ പിൻഭാഗത്ത് നമ്മുടെ കൈ കൊണ്ട് അടിച്ചിട്ട് നമുക്ക് തയമം ചെയ്യാം. ഒരടി ഇങ്ങനെ അടിക്കാം ആ സീറ്റിന്റെ ബാക്കിൽ, മുഖം ഇങ്ങനെ തടവാ, 2 കൈയും ഇങ്ങനെ തടവാ, കൈന്റെ പത്തി മാത്രം തടവണ്ട, ഈ 2 കൈപ്പത്തിയും തടവുക. അതിനാണ് തയമം എന്ന് പറയാം. അങ്ങനെ തയമം ചെയ്ത് നമുക്ക് വൃത്തിയായിട്ട് അശുദ്ധിയിൽ നിന്ന് രണ്ടായി ശുദ്ധിയായിട്ടിരിക്കാം. അപ്പൊ ഒരു അനൗൺസ് കൂടി വരും, 5 മിനിറ്റ് കൂടി ഉണ്ട്, ഒന്നും കൂടി ഉഷാറായിട്ട് പോകല്ല. അള്ളാന്റെ അതിഥിയായിട്ടല്ലേ. ഒരു പഞ്ചായത്ത് മെമ്പർ കല്യാണത്തിന് വിളിച്ചാല് നമ്മൾ എത്ര ഉഷാറായിട്ടാ പോവുക. ഇതിങ്ങനെ ഉറങ്ങി തൂങ്ങി ആകത്തെ അടച്ച് പോകാനില്ല എന്ന് വിചാരിച്ചു കണ്ട ചില ആൾക്കാർ വിമാനത്തിലിരിക്കുക. അവ നല്ല ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് ഉഷാറായിട്ട് ഇരിക്കുക, അള്ളാന്റെ അതിഥിയായിട്ട് പോവുകയാണ്, ഉഷാറായിട്ട്. എന്നിട്ട് നമ്മളിങ്ങനെ ആക്കുമ്പോൾ പിന്നെ നമ്മൾ മീഖാത്തിലെത്തുക. 1 മിനിറ്റിന്റെ 2 മിനിറ്റിന്റെ എത്തുമ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കുക. ആ മീഖാത്തിലെത്തുന്ന ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ, ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ. ശരിക്ക് നിയ്യത്ത് എന്ന വാക്കിന്റെ അർത്ഥം വിചാരിച്ചു, കരുതി എന്നൊക്കെയാണ്. നവ എന്നാണ് അതിന്റെ അറബി ക്രിയ. നവ എന്ന അറബി വാക്കിന്റെ അർത്ഥം വിചാരിച്ചു എന്നാ, കരുതി. ഈ കരുതൽ ശരിക്കും എവിടെ നടക്കല്? മനസ്സിലാണ്. അപ്പൊ നിയ്യത്തിന്റെ കേന്ദ്രം മനസ്സ് തന്നെയാണ്. നമ്മൾ മനസ്സ് തന്നെ വിചാരിക്കണം, ഞാൻ ഉംറയ്ക്ക് വേണ്ടിയുള്ള മീഖാത്തിൽ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണെന്ന് മനസ്സിൽ വിചാരിക്കണം. പക്ഷെ ഹജ്ജില് അല്ലെങ്കിൽ ഉംറയില് ഇഹ്റാമിന്റെ സമയത്ത് ഒരു സുന്നത്തുണ്ട്. ആ മനസ്സിൽ വിചാരിക്കുന്ന നിയ്യത്ത് നാവ് കൊണ്ടൊന്ന് ഉച്ചത്തിൽ പറയാനില്ല, അതിന്റെ സുന്നത്താണ്. അത് പുരുഷന്മാർ കുറച്ച് ഉറക്കി, സ്ത്രീകൾ കുറച്ച് പതുക്കി. അപ്പൊ നമ്മൾ ആ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ആ സമയത്ത് ഞാൻ ഇഹ്റാമിൽ പ്രവേശിക്കുകയാണ് എന്ന് മനസ്സിൽ ഇങ്ങനെ ഉറപ്പിച്ചിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ഉംറതൻ എന്ന് കുറച്ച് ഉച്ചത്തിൽ ആണുങ്ങൾ പറയാം, സ്ത്രീകൾ അല്പം പതുക്കെയും പറയാം. ഈ പറയുന്ന പ്രക്രിയക്ക് പറയുന്ന പേരാണ് ഇഹ്റാം. ആ പറയുന്ന പ്രക്രിയക്കാണ് ഇഹ്റാം പറയാം. അപ്പൊ തുണി കുപ്പായം മാറ്റലോ, അതടുത്ത് പറയാം. ഈ ഇഹ്റാമിലേക്ക് ഒരാൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ പ്രവേശിച്ച ഒരു രൂപമുണ്ട്. ആ രൂപപ്രകാരം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ പ്രവേശിക്കും മുമ്പ് നന്നായിട്ട് കുളിച്ചു, വൃത്തിയായിട്ട് കുളിച്ചു. ആ കുളിക്കുന്നതിന് മുമ്പ് തന്റെ ശരീരത്തിലെ മാലിന്യങ്ങളൊക്കെ, താടിയൊക്കെ വെട്ടി ലെവലാക്കി, ശരീരത്തിലെ കക്ഷത്തിലും മുറ്റക്കുള്ള രോമങ്ങളൊക്കെ പ്രവാചകൻ ഒഴിവാക്കി, നഖമൊക്കെ വെട്ടി, അങ്ങനെ ശരീരത്തിന്റെ ബോഡി വേസ്റ്റ് എന്ന് പറയില്ലേ, ആ ബോഡി വേസ്റ്റില്ല, ആ വേസ്റ്റുകൾ മൊത്തം ഈ കുളിക്കുന്നതിന് മുമ്പേ എല്ലാം പ്രവാചകൻ വൃത്തിയായിട്ട് ശുദ്ധിയാക്കി. പിന്നെ കുളിച്ചു. എങ്ങനെ കുളിച്ചത്? ജനാപത്തുകാരൻ കുളിക്കുന്നത് പോലെ കുളിച്ചു. അതെങ്ങനെ ജനാപത്തുകാരന്റെ കുളി എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഒരു ആരാധനയാണ്. അള്ളാഹിന്റെ കൂലി കിട്ടുന്ന കാര്യമാണ്. പക്ഷെ എന്ത് വേണമെന്നറിയോ? നെയ്യത്ത് വേണം ഉള്ളിൽ. വെള്ളിയാഴ്ചയാണ്, ഇന്ന് രാവിലെ കുളിക്കല് സുന്നത്താണല്ലോ എന്ന് വിചാരിച്ച് കുളിച്ചാൽ നമ്മൾ എന്നും കുളിക്കലുണ്ട്. പക്ഷെ ആ ഒരു നെയ്യത്ത് മനസ്സിലുണ്ടെങ്കിൽ എന്താണ് അതിന് കൂലി. അപ്പൊ നമ്മള് കുളിക്കുക. ജനാപത്തുകാരന്റെ കുളി എങ്ങനെയാ? ഞാൻ ചുരുക്കിയത് പറയാം. ഉസ്താദ് നിങ്ങൾ എത്ര ചെറുതാക്കണ്ട, ഞങ്ങൾക്ക് കുളിക്കാനൊക്കെ അറിയാൻ നിങ്ങൾക്ക് തോന്നും, എന്നാലും ഞങ്ങൾ പറഞ്ഞു പോകാം. ഒരാളെങ്കിലും ഉണ്ടെങ്കിലും അറിയാത്തല്ലേ. എങ്ങനെയായിരുന്നു ജനാപത്തുകാരൻ പ്രവാചകൻ കുളിച്ചത്? ഒന്ന്, ആദ്യം പ്രവാചകൻ മലമൂത്ര വിസർജന ഭാഗങ്ങളൊക്കെ നന്നായി കഴുകി വൃത്തിയാക്കി, പിന്നെ നന്നായിട്ട് പല്ല് തേച്ച്, എന്നിട്ട് പ്രവാചകൻ നന്നായിട്ട് വുളു ചെയ്ത്, അങ്ങനെ വുളു ചെയ്ത് തല തടവുന്ന സമയത്തെത്തിയപ്പോ പ്രവാചകൻ വെള്ളമെടുത്ത് തലയിലേക്ക് ഒഴിക്കുകയും ആ മുടിയുടെ ഉൾഭാഗം മുഴുവനും നന്നായി വിരലുകൊണ്ട്, പ്രവാചകൻ നന്നായിട്ട് മുടി വളർത്തിയിരുന്നു. മുടി ഇങ്ങനെ ബാക്കിലേക്കും തൂക്കിയിട്ടിട്ട് പ്രവാചകന്റെ തോട് വരേണ്ടിയിരുന്നു. ബാക്ക് ഇങ്ങനെ വെട്ടലായിരുന്ന. അപ്പൊ അങ്ങനെ മുടിന്റെ ഉള്ളൊക്കെ നന്നായിട്ട് തിക്കൊക്കെ നനച്ച്, അതിനുശേഷം വലതുഭാഗത്തേക്ക് വെള്ളമൊഴിച്ച്, ഇടതുഭാഗത്തേക്ക് വെള്ളമൊഴിച്ച് കുളിച്ച്, അവസാനം കാല് കഴുകി പ്രവാചകൻ പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുളിയുടെ രൂപം, ഒരു രൂപം. അപ്പൊ നമ്മൾ അങ്ങനെ കുളിക്കാം. കുളിച്ചു കഴിഞ്ഞാല് അപ്പം അത് ഇഹ്റാമിന്റെ മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒരു കർമ്മ. മറ്റൊന്ന്, ഈ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ആണുങ്ങൾ ഇത്തിരി പ്രയാസം. ഈ കുപ്പായം തുന്നി അടിച്ച ഈ ഡ്രസ്സ് ഒന്നും ഇടാൻ പാടില്ല, അണ്ടർവെയർ ഇടാൻ പാടില്ല. ഒരു തുണി ഇങ്ങനെ ഉടുക്കാം, വേറെ ഒരു തുണി കൊണ്ട് ഇങ്ങനെ പുതക്കാം. ഈ 2 വസ്ത്രമാണ് ആണുങ്ങൾക്ക്. സ്ത്രീകളെ സംബന്ധിച്ച് ഔറത്ത് മറയുന്ന
ഇസ്ലാം വിരുദ്ധമല്ലാത്ത, ശരീരത്തിന്റെ സൗന്ദര്യമോ രൂപമോ പുറത്തേക്ക് പ്രതിഫലിച്ച് കാണാത്ത ഏതു വസ്ത്രമാവാം. മുഖം മറക്കാൻ പാടില്ല, മുൻകൈയും മറക്കാൻ പാടില്ല, അല്ലാത്ത രൂപത്തിലുള്ള ഏതു വസ്ത്രമാവാം. പക്ഷെ അത് ഇസ്ലാമികമാവണം. അവരുടെ ശരീരമോ സൗന്ദര്യമോ പുറത്ത് കാണുന്ന രൂപത്തിലുള്ള വസ്ത്രങ്ങളാവരുത്. അത് കറുപ്പ, വെളുപ്പ, മഞ്ഞ, നീല ഏതു ആവാം. അതിന് നിറമൊന്നുമില്ല. ആണുങ്ങളെ സംബന്ധിച്ച് വെള്ള ഒരു വെള്ള തുണിയും വെള്ള മുണ്ടുമായിരിക്കലാണ് അതിന്റെ രൂപം. ഇത് ഇഹ്റാമിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഹജ്ജോ ഉംറയോ അതിന്റെ കർമ്മങ്ങൾ തീരും വരെ ഇതല്ലാത്ത വേറൊരു വസ്ത്രം ആണുങ്ങൾക്ക് പാടില്ല. അപ്പൊ നമ്മുടെ വിമാനത്തിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോ എന്ത് ചെയ്യാം? ആ ഇഹ്റാമിൽ പ്രവേശിക്കും മുമ്പ് ഈ വസ്ത്രത്തിലേക്ക് നമ്മൾ മാറിയിരിക്കണം. ഇതൊക്കെ അഴിച്ചു മാറ്റിയിട്ട് ഇതിലേക്ക് മാറിയിരിക്കണം. ഇത് എവിടുന്ന മാറുക? അതാണ് ചോദ്യം. ഇത് എവിടുന്ന മാറുക? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക, പ്രവാചകൻ ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സ്ഥലത്ത് അവിടുന്ന് കുളിച്ച് അവിടുന്ന് പ്രവാചകൻ ഫർള് നിസ്കാരത്തിന്റെ സമയമാണെങ്കിൽ ആ ഫർള് നമസ്കാരം നിർവഹിച്ച് ഈ വസ്ത്രം മാറി പ്രവാചകൻ തന്റെ വാഹനത്തിൽ കയറിയിട്ടാണ് നിയ്യത്ത് ചെയ്തത്. നമ്മളെ സംബന്ധിച്ചൊന്നും നടക്കൂല വിമാനത്തിലൊക്കെ ആകുമ്പോൾ. അഥവാ നമ്മൾ ഭൂമിയിലൂടെ മദീനയിലേക്കോ മറ്റൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏതെങ്കിലുമൊക്കെ കാലത്ത് നമുക്ക് മീഖാത്തിന്റെ പള്ളിയിൽ എത്താൻ പറ്റുകയാണെങ്കിൽ അവിടുന്ന് കുളിച്ചു കൊടുത്ത് നിസ്കരിച്ചു കണ്ടൊക്കെ ചുറ്റാം. വിമാനത്തിലാവുമ്പോൾ സൗകര്യം. എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ പണ്ടെപ്പോഴോ ഒന്ന് ഉംറക്ക് പോണ സമയത്ത് അന്ന് എയർലൈൻസ് ഒക്കെ ഇതിലേറെ വിമാനങ്ങളുണ്ട്, വലിയ വിമാനങ്ങളുണ്ട്, ഇത്ര തിരക്കില്ല. അതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരിക്കൽ ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ വിമാനത്തിൽ വെച്ച് ഡ്രസ്സ് മാറിയിട്ടുണ്ട്. കാരണം ഒരുപാട് സീറ്റുകൾ അങ്ങനെ ഫ്രീ ആയിട്ട് ഒഴിഞ്ഞു കിടക്കുക. അപ്പൊ അവിടെ നമുക്ക് ബാഗിലൊക്കെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറിയിരുന്നു. ഇപ്പൊ നമ്മൾ പോകുന്ന ഹജ്ജ് വിമാനമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ പ്രൈവറ്റ് ബസ് പോലെ കാരണം സീറ്റ് ഇങ്ങനെ അടിക്കടി KSRTC കുറച്ചേരം കൊടുത്തിട്ടുണ്ടോ, അതും ഉണ്ടാവില്ല. അടുത്തടുത്ത് ഒന്ന് ചെരിഞ്ഞിരിക്കാൻ പോലും കഴിയില്ല. അങ്ങനെ ഈ എക്കണോമിക് ഫ്ലൈറ്റുകളൊക്കെ കണ്ടിട്ട് ഓർക്കും സാമ്പത്തികം ഒക്കെ ഉണ്ട് അടുപ്പിച്ച്. അതുകൊണ്ട് മാറ്റലൊന്നും അവിടുന്ന് നടക്കൂല. പിന്നെ എവിടുന്ന പറ്റുക? എന്റെ അഭിപ്രായത്തില് ഏറ്റവും നല്ലത് വീട്ടിൽ നിന്ന് മാറ്റി കണ്ട് ഇറങ്ങുക. എയർപോർട്ടിൽ നിന്ന് മാറ്റിയ പ്രശ്നം തരണം, നമ്മുടെ ലഗേജുകൾ പോയ ശേഷം കാരണം ഇത് മാറ്റേണ്ടി വരും. അങ്ങനെ മാറ്റുമ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്ന പഴയ ഡ്രസ്സ് ഉണ്ടല്ലോ, അത് നമ്മൾ പിന്നെ പൊതിഞ്ഞിങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് വരും എവിടെയെങ്കിലും കയറ്റും. എയർപോർട്ടിൽ നിന്ന് മാറ്റും. ഇനി എയർപോർട്ടിൽ നിന്ന് മാറ്റിക്കോളാന്നാണെങ്കിൽ വീട്ടിൽ നിന്ന് അങ്ങനെ ഇട്ട് പോരാനൊക്കെ വേണ്ടിയുള്ള ആൾക്കാരാണെങ്കിൽ പാൻറ്റൊക്കെ ഇട്ട് പോരേണ്ടി എയർപോർട്ടിൽ നിന്ന് മാറ്റാം. അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ കുളിച്ച് ഉഷാറായിട്ട് ഇഹ്റാമിന്റെ കുളിയാണെന്നില്ല നെയ്യത്തൊക്കെ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഈ ഡ്രസ്സ് മാറ്റി കിട്ടിറങ്ങാം. എന്നാ നല്ല സുഖം. എന്നാ പിന്നെ വിമാനത്തിൽ നമ്മൾ എന്ത് മാത്രം ചെയ്താൽ മതി? ആ നെയ്യത്ത് മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ എയർപോർട്ടിൽ നിന്ന് മാറ്റാം, സാധ്യമാകുന്ന ഏത് സ്ഥലത്ത് വെച്ച് മാറ്റാം. ഒരൊറ്റ കണ്ടീഷൻ ഉള്ളൂ, മീഖാത്തിൽ എത്തിക്കഴിയുമ്പോ നമ്മുടെ ദേഹത്ത് ഈ വസ്ത്രമായിരിക്കണം. ഇതാകരുത്. അണ്ടർവെയർ ഒക്കെ അയച്ചാൽ മറക്കരുത്. ചില ആൾക്കാർ വന്ന് അർത്ഥ ഉസ്താദെ തുണിയൊക്കെ മാറ്റി അത് അയച്ചൊക്കെ മറന്നത് ഇതിലെത്തിയിട്ട് ഇന്നെന്താ കാട്ട? ഒന്നും കാട്ടാണെന്നല്ല. മറവി കൊണ്ടോ അറിവ് കേട് കൊണ്ടോ ഒരാൾക്ക് അബദ്ധം സംഭവിച്ചാൽ ഹജ്ജിലോ ഉംറയിലോ അതിന് പ്രത്യേകമായ പ്രായച്ചിത്തമൊന്നും ചെയ്യേണ്ടതില്ല. എന്നാൽ മനഃപൂർവ്വം ഒരാൾ ചെയ്താൽ അതിന് പ്രായച്ചിത്തമുണ്ട്. അത് ഇൻഷാ അല്ലാഹ് പിന്നീട് പറയാം. അപ്പൊ നമ്മളിപ്പോ എന്താ ചെയ്തത്? നമ്മൾ വീട്ടിൽ നിന്ന് ഇപ്പൊ ഇവിടെ നമ്മൾ ഇറങ്ങുന്ന സമയം പറഞ്ഞല്ലോ, ആ സമയമാകുന്നതിന് മുമ്പ് നമ്മൾ നേരത്തെ കുളിച്ച് നഖമൊക്കെ വെട്ടി താടിയൊന്നും പഠിക്കേണ്ട അവിടെ നോട്ടെ മീശയൊക്കെ ഒന്ന് ചെറുതാക്കി വെട്ടിയിട്ട് ശരീരത്തിലെ മറ്റു വേസ്റ്റുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് നല്ല ഉഷാറായിട്ട് കുളിച്ച് കണ്ടിക്കുക. എന്നിട്ട് ഡ്രസ്സ് മാറണമെങ്കിൽ മാറുന്നില്ലെങ്കിൽ അത് പൊതിഞ്ഞ് ഒരു പ്രത്യേക കവറായിട്ട് കയ്യിൽ പിടിച്ചിട്ട് നമ്മൾ എയർപോർട്ടിലേക്ക് വരിക. എയർപോർട്ടിന്റെ ഉള്ളിലെത്തിയാൽ അവിടെ കൊമ്പ് കൊടുക്കാനും കുൽക്കാനൊക്കെ സൗകര്യങ്ങളുണ്ട്. നമ്മൾ അവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഡ്രസ്സ് മാറിയിട്ട് ഇത് മടക്കുമ്പോഴും ആക്കിയിട്ടുണ്ടാവില്ല. ഒരു ബാത്റൂമിലും പണ്ട് ഞങ്ങള് ഒരു ഉമ്രൊക്കെ ഞങ്ങളുടെ ഒരു മൗലവിയുണ്ട്, മൂപ്പര് പറഞ്ഞത് ഹോട്ടൽ വലുതാവുന്നൂറും അങ്ങനെയാണ്. നമ്മുടെ നാട്ടിലൊക്കെയുള്ള പഴയ ഹോട്ടലാണെങ്കിൽ തിരുമ്പാൻ കല്ലൊക്കെ ഉണ്ടാവും ബാത്റൂമിൽ അടിച്ച് തിരുമ്പാം. ഹോട്ടൽ വലുതായി സ്റ്റാർ കൂടി വരുമ്പോഴേ 7 സ്റ്റാർ ഒക്കെ ആയാലും ബാത്റൂമിൽ വെള്ളം തന്നെ ഉണ്ടാവില്ല, ഏറെ കാരണം അങ്ങനെ വരും. അപ്പൊ ബാത്റൂമിൽ ബക്കറ്റ് തിരുമ്പാടെ കുത്തി ബാത്റൂമിൽ ഒരാൾ ഇരുന്നാ ശ്രദ്ധിക്കണം, ഒരു പൊന്തണമെങ്കിൽ അവരോട് അത് പറഞ്ഞു വയ്ക്കണം. അത്ര വലിപ്പം ഉണ്ടാവുള്ളൂ ഈ ബാത്റൂം, ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ എന്ത് വേണമെന്നറിയോ? ബക്കറ്റൊക്കെ അവിടെയൊക്കെ പോയാൽ എവിടുന്നൊക്കെ കിട്ടും. ഒന്നുകിൽ നമ്മുടെ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഇവരോട് ചോദിച്ചാൽ ഒരു ബക്കറ്റ് പഴയത് പെയിന്റിന്റെ ഡബ്ബയൊക്കെ തരും. അല്ലെങ്കിൽ പുറത്ത് 2-3 റിയാൽ കൊടുത്താൽ വാങ്ങാൻ കിട്ടും. അവിടുത്തെ ഒരു ഹോട്ടലിന്റെ ബാത്റൂമിലും ബക്കറ്റ് പാട്ട സംവിധാനങ്ങൾ ഉണ്ടാവും കേട്ടോ. അപ്പൊ നമുക്ക് അലക്കാനുള്ള കുറച്ച് സൗകര്യമൊക്കെ അവിടെ പോയിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഈ അവിടെ ഇത് അലക്കുന്ന ലോണ്ടറികൾ ഉണ്ട്, പക്ഷെ ഭയങ്കര ചാർജാണ്. ഒരു പീസൊക്കെ അലക്കി തേച്ച് കിട്ടാൻ 6 റിയാൽ 7 റിയാലൊക്കെ ഒരു ഈടാക്കുക. 7 റിയാലാണ് ഒപ്പത്തേരങ്ങൾ പുതിയത് വാങ്ങുന്ന പൈസയാണ്. അപ്പോൾ സോപ്പ് പൊടിയൊക്കെ വാങ്ങിയാലും പുതിയ തിരുമ്പാം. ഹോട്ടലിന്റെ മേലെ അലക്കിടാൻ സൗകര്യം ഉണ്ടാവും.
കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പാർട്ടി പാലസിന്റെ അടുത്തായതുകൊണ്ട് സെക്യൂരിറ്റി സിസ്റ്റം അവരെ വാതിലടച്ചു. രാവിലെ തിരുപ്പിട്ട ആൾക്കാരുണ്ട് വൈകുന്നേരം വരുന്നത്. അതേ വാതിൽ കുട്ടി എന്താ കാട്ടുക, നാളെ ഒരാളെ കുപ്പായ അവിടെയാണ്. പിന്നെ നമ്മൾ ഇവരോട് ചോദിച്ചാൽ തുറന്നു തരും. പക്ഷെ ഇപ്പൊ നമ്മൾ താമസിക്കുന്ന ഹോട്ടലിൽ ഒരു ലേശം കൂടി അപ്പുറത്തായത് കൊണ്ട് ചിലപ്പോൾ മേലെ തുറന്ന് കിട്ടിയാൽ നല്ല സുഖം. ഉണക്കാന കിട്ടാൻ എന്ത് വേണം പറയുന്നത് 10 മിനിറ്റ് കൊണ്ട് നമ്മൾ വരെ ഉണങ്ങും. അജ്ജാതി ചൂടേക്കാൻ ഇട്ടത് ഓർമ്മ ഉണ്ടാവുള്ളൂ, അപ്പോൾ ഉണങ്ങും. അപ്പൊ പെട്ടെന്ന് ഉണക്കിയ എടുക്കാം. ഒരുപാട് ഡ്രസ്സൊന്നും കൊണ്ടുപോകണ്ട, ഒരു പാകത്തിന് കൊണ്ടുപോട്ടോ. അപ്പൊ നമ്മള് ഇൻഷാ അല്ലാഹ് നമ്മൾ ഫ്ലൈറ്റ് കയറി യാത്രയായി. നമ്മള് മീഖാത്തിലെത്തുമ്പോൾ മുമ്പ് അനൗൺസ്മെന്റ് കിട്ടുമ്പോൾ എല്ലാവരും വിളിച്ചുണർത്തിയിട്ട് നമ്മൾ പറയുക ഒരുങ്ങിക്കോളി മീഖാത്തിലെത്താനായിട്ട്. അങ്ങനെ മീഖാത്തിലെത്താനാവുമ്പോൾ നമ്മൾ നമ്മുടെ നിയ്യത്ത് ടൈമൊക്കെ ചെയ്ത് റെഡി ആയിട്ടിരിക്കുക. എന്നിട്ട് നമ്മൾ പിന്നെ ഈ ഫ്ലൈറ്റിന്റെ ബാത്റൂമിൽ പോയിട്ട് നമ്മൾ ഒരിക്കലും ഒതു കൊടുക്കാൻ ശ്രമിക്കരുത്. അത് നിയമവിരുദ്ധമാണ്. ജനങ്ങളോട് ചെയ്യുന്ന ഭയങ്കര ക്രൂരതയാണ്. ഇത്തിരി വെള്ളം ഉണ്ടാവും എല്ലാവർക്കും വേണ്ട. അത് നമ്മൾ ഒന്നൊക്കെ നേരത്തെ വെള്ളം ആകെ പ്രശ്നം. അപ്പൊ നമ്മൾ അതിൽ നിൽക്കണ്ട, നമ്മൾ തൈമ ചെയ്തിട്ട് നമ്മളവിടെ സുഖമായിട്ട് ഇരിക്കുക. അങ്ങനെ സമയത്തെത്തുമ്പോൾ നമ്മൾ പറയും ലബ്ബൈക അല്ലാഹുമ്മ ഉംറത്തൻ എന്ന നിയ്യത്ത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭൂമിയിലേക്ക് എത്താൻ കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, ഒരു 15 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക, ധാരാളമായി തെൽബിയത്ത് ചെയ്യാം. എന്താ തെൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഈ ലബ്ബൈക എന്ന വാക്കിന്റെ അർത്ഥം എങ്ങനെ? നമ്മളിപ്പോ വീട്ടിൽ ബാപ്പയമ്മയെ കണ്ട് ഷാക്കിറ ഇവിടെ വാ എന്ന് വിളിച്ചാല് നമ്മളതിന് മലയാളത്തിൽ പറയുന്ന മറുപടി സ്നേഹത്തോടെ ഉമ്മ ഞാൻ എന്താ വരുന്നത് അറിയാം, ഞാൻ വരാന്നല്ല പറയാം. സ്നേഹം ഒന്നും കൂടി കൂടുമ്പോ വിനയം ഒന്നും കൂടി കൂടുമ്പോ എന്താ പറയും, ഉമ്മ ഞാൻ എന്താ വരുന്നത് എന്ന് പറയുന്നത്. അതേ അർത്ഥാണ് എന്താണ് ലബ്ബൈക്ക്. അല്ലാഹുവേ നീ എന്നെ വിളിച്ചില്ലേ, ആ വിളിക്ക് ഉത്തരം നൽകി പടച്ചോനെ ഞാൻ എന്താ വരുന്നേ. സ്നേഹത്തിന്റെ അത്ര ഞാനെന്റെ പടച്ചോനും മാത്രം, വേറെ ആരുമില്ല. ആ പടച്ചോനോട് നമ്മൾ ഹൃദയം കൊണ്ട് പറയുന്ന മറുപടിയാണ് ലബ്ബൈക്ക്. പടച്ചോനെ ഞാൻ വരുന്നത്. ഇതൊരു സ്നേഹത്തിന്റെ വിളിയറിയുന്നത്. അപ്പൊ അത്ര പടച്ചോനും നമ്മൾ ക്ലോസ് ആവാണ് അച്ഛനും. അങ്ങനെ നമ്മള് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക തെൽബിയത്ത് അതിങ്ങനെ ഒരാൾ ചൊല്ലിക്കൊടുക്കുക, ബാക്കിയുള്ളവർ ഏറ്റി ചെല്ലുക, അത് സുന്നത്തിന് വിരുദ്ധമാണ്. അറിയാത്ത ആൾക്കാർക്ക് ചൊല്ലിക്കൊടുക്കാം. അത് സ്വയം പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അവനവന്റെ സൗകര്യ പ്രകാരം ചെല്ല, ധാരാളം ചെല്ല. ആ അമീർ എന്താ ചൊല്ലി തരാത്തെ? ഇവിടുന്ന് അമീർ എവിടത്തെ പിന്നെ ഹമീർ എന്ന് അറിയാം. അവ എപ്പോഴും അമീറിനായിക്കോട്ടെ. അവതൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചൊല്ലാം, പഠിച്ചു പോകുക. ഒരു വരിയല്ലുള്ളൂ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക. അതിങ്ങനെ മെല്ലെ പതുക്കെയൊക്കെ അങ്ങനെ അത് ചൊല്ലിക്കൊണ്ട് എപ്പോഴും ഏത് വരെ നിറങ്ങള് ഉംറക്ക് വേണ്ടി ഇഹ്റാമിൽ പ്രവേശിക്കുന്ന ആള് ഉംറ ചെയ്യാൻ വേണ്ടി കഅബാലയത്തിന്റെ മുമ്പിലെത്തി കഅബാലയത്തിനെ കണ്ണിൽ കാണുന്നത് വരെ എന്ത് ചെയ്യണം? തെൽബിയത്ത്. നമ്മൾ ഹജ്ജിന് വേണ്ടി ഇഹ്റാം കെട്ടിക്കഴിഞ്ഞാൽ ദുൽഹജ്ജ് 8-ന് മിനായിൽ പോയി, 9-ന് അറഫിൽ പോയി, അന്ന് രാത്രി മുസ്ദലിഫിൽ പോയി, പിറ്റേന്ന് 10-ന് നമ്മൾ കല്ലെറിയാൻ വേണ്ടി ജംറയുടെ അടുത്ത് എത്തോളം എന്താ കല്ലണ്ടേ? ലബ്ബൈക്ക്. കല്ലെറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തക്ബീർ, പെരുന്നാളായി അല്ലാഹു അക്ബർ തക്ബീർ ചെല്ലണ്ടേ. അപ്പൊ ഈ തെൽബിയത്ത് ഒരു ഹാജിയുടെ വല്ലാത്തൊരു വാക്കാണ്. ഈ ഇഹ്റാമിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ കർമ്മം തീരും വരെ നമ്മുടെ നാവ് കൊണ്ട് ഏറ്റവും തോനെ പറഞ്ഞ പദം ഏതാവണം? തെൽബിയത്താവണം. അപ്പൊ നമ്മൾ വിമാനത്തിൽ നിന്ന് ഇറങ്ങുവോളം തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കും. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയാൽ ആ നിയമപരമായ ആ കാര്യങ്ങളൊക്കെ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് കൊടുക്കണം. പാസ്പോർട്ടിന്റെ പരിശോധന ഉണ്ടാവും, വരി എന്നാ കൊടുക്കേണ്ടത്. പാസ്പോർട്ടിന്റെ പരിശോധന കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുന്നോട്ട് പോയാൽ നമ്മുടെ ബാഗേജുകൾ അവിടെ എത്തിയിട്ടുണ്ടാവും. ആ ബാഗേജുകൾ എടുത്തിട്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ബാഗേജുകളുടെ സ്ക്രീനിങ് പരിശോധന ഉണ്ടാവും. ആ പരിശോധന കഴിഞ്ഞാൽ അവിടെ ഒന്നും നിൽക്കാനായിക്കൂല. പെട്ടെന്ന് നമുക്കൊന്ന് എല്ലാവരും പാടെ ഒരുമിച്ച് കൂട്ടിയിട്ട് പോകാനും കൂടെ ആയിക്കൂല. പോലീസുകാർ ഇങ്ങനെ കൊടുക്കും. അപ്പൊ നമ്മൾ നേരെ ബാഗേജിന്റെ സ്ക്രീനിങ് ഒക്കെ നടത്തിയിട്ട് നമ്മൾ പുറത്തേക്ക് എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങും. ഈ എയർപോർട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഈ മൊബൈൽ സിമ്മിന്റെ ആളുകൾ ഇങ്ങനെ കണ്ടമാനം കമ്പനികൾ ഉണ്ടാവും. ക്യാമറയിട്ട് മൊബൈൽ നടക്കും. നമ്മളവിടെ തൂക്കിയിരിക്കുന്ന കാർഡ്, ഈ മൊബൈലിന്റെ സിം എടുക്കണമെങ്കിൽ പാസ്പോർട്ട് നമ്പറും നമ്മുടെ ഹജ്ജ് വിസ ഉണ്ടാവുമല്ലോ, അതിന്റെ നമ്പർ നിർബന്ധം. അത് രണ്ടും നമ്മൾ ഈ കാർഡും ഉണ്ടാവണോടെ ഓരോ അത് ഓരോ കമ്പനിന്റെ ആൾക്കാരെ ഓരോരുത്തർ. ഇപ്പൊ അവിടുത്തെ ഒരു കമ്പനി മൊബൈലി കമ്പനിന്റെ ആളാണ് നമ്മുടെ ഇതിന് അടിച്ചതെങ്കിൽ പിന്നെ മൊബൈലിയുടെ സിം അല്ലാതെ പോരോളം വേറെ സിം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ഇനി വേറൊരാള് വേറെ കമ്പനിയുടെ സവയുടേതാണ്, ഇനി ഫ്രണ്ടിയാണ്, പല കമ്പനി 10-50 കമ്പനി ഉണ്ട്. ആരാണോ അത് അടിച്ചത് അത് ആരെന്നോ നമുക്കറിയില്ല. ഒന്നുകിൽ ഓലേക്കുന്ന സിം വാങ്ങണം, അല്ലെങ്കിൽ ഓരോട് ഫോട്ടോ എടുക്കാൻ അയക്കരുത്. അടിക്കേണ്ട ഒരു അധികാരിയായിട്ട് വരിക. നമ്മൾ വിചാരിക്കുമല്ലോ ഉദ്യോഗസ്ഥന്മാരാണ്. എന്നിട്ട് ഒന്നുങ്ങാണ്ട് ആണാവട്ടെ പെണ്ണാവട്ടെ ഇതിനെ പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുമ്പോ സൽമാൻ രാജാവ് പറഞ്ഞാൽ വിചാരിക്കും
ആർക്കും കൊടുക്കും. ഇത് നമ്മളെ പ്രൈവറ്റ് സാധനമാണ്. ഇത് ഫോട്ടോ എടുക്കാൻ ഒരാൾക്കും അധികാരം ഉണ്ടാവും. ആർക്കും കൊടുക്കുന്നത് വേണ്ടറിയാം എടുക്കണമെന്ന് പറയാം. കാരണം ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു ആപ്ലിക്കേഷനാണ്. അത് ഓരോ കമ്പനിയിലേക്ക് പോകും. പിന്നെ ഏത് കമ്പനിയുടെ ആൾക്കാരെ എടുത്ത് അറിയില്ല. പിന്നെ അവിടെ പോയിട്ട് സിം എടുക്കും. അപ്പോൾ ഏറ്റവും നല്ലത് അയ്മക്ക് തിരിയണ്ട. നമ്മൾക്ക് ഇപ്പൊ നേരത്തെ കാലിക്കാക്ക പറഞ്ഞ പോലെ ഇവിടുന്ന് നിങ്ങൾക്ക് സിം ആ നമ്പറിലേക്ക് മാറ്റാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ പിന്നെ ഏറ്റവും നല്ല മാർഗം മക്കയിൽ പോയാൽ നമ്മൾ താമസിക്കുന്ന റൂമിലും റൂമിന്റെ പുറത്തും ഇഷ്ടം പോലെ മൊബൈലിന്റെ ഇങ്ങനെ ചെറിയ കിയോസ്ക് കൂടാരങ്ങൾ കാണാം. അവിടെ പോയിട്ട് ഇതിങ്ങനെ കൊടുത്താൽ 1/2 മിനിറ്റ് കൊണ്ട് ഒരു സിം കാർഡ് വരും. എല്ലാ സിം കാർഡും ഫ്രീയാണ്. എല്ലാ സിം കാർഡും ഫ്രീയാണ്. പക്ഷെ ആ സിം കാർഡ് വർക്ക് ചെയ്യണമെങ്കിൽ പൈസ കഴിക്കും. അപ്പൊ എല്ലാവരും പറയും ഫ്രീ സിം, അജ്ജാനൻ ഫ്രീ സിം, ഫ്രീ സിം. അപ്പൊ പോയി വീഴണ്ട. എല്ലാ സിമ്മും ഫ്രീയാണ്. പക്ഷെ അതിൽ മുണ്ടണമെങ്കിൽ പിന്നെ പൈസ പറയാം. അപ്പൊ നമുക്ക് സിമ്മ് അവിടുന്ന് കിട്ടും. ബേജാറാവണ്ട. അപ്പൊ ഇൻഷാ അല്ലാഹ് നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി. എയർപോർട്ടിൽ ഇറങ്ങുന്നതോടുകൂടി പിന്നെ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ, പണ്ടൊക്കെ ഒരുപാട് വെയിറ്റിംഗ് ഉണ്ട്, ഇപ്പൊ വെയിറ്റിംഗ് ഇല്ല. നേരെ പുറത്തേക്ക് ഇറങ്ങിയാൽ ബസ്സാണ്. നമുക്ക് പോകാനുള്ള 50 ആൾക്ക് ഒരു ബസ്സാണ്. 49 സീറ്റുള്ള. നമ്മൾ 51 ആകുമ്പോൾ ഭയങ്കര രസമാണ്. 51 പറഞ്ഞപ്പോൾ 2 ബസ്സൊക്കെ തരാം. 49 ആളെ ഒരു ബസ് കയറാൻ പറ്റുള്ളൂ. വേറെ എത്ര ആളുണ്ടോ വേറെ ബസ്സോ അല്ലെങ്കിൽ വേറെ സംവിധാനം ഉണ്ടാവും. എന്തായാലും നമുക്ക് ബസ് കിട്ടിയാൽ ആ ബസ്സിൽ കയറുമ്പോൾ നമ്മുടെ പാസ്പോർട്ട് ഇങ്ങനെ വാങ്ങും. എല്ലാവരും പാസ്പോർട്ട് ബാക്കിയുള്ള രേഖയൊക്കെ നമ്മുടെ വിസന്റെ കോപ്പി എല്ലാം കയ്യിൽ വെക്കാം. ഈ പാസ്പോർട്ട് അവരവിടുന്ന് ഓരോരുത്തർക്ക് വാങ്ങും. അത് വാങ്ങിയിട്ട് ആ ഡ്രൈവറെ അവിടെ ഏൽപ്പിക്കുക ചെയ്യും. ഡ്രൈവർ എടുത്ത് ഒരു കവറിലാക്കി ആ പാസ്പോർട്ട് വെക്കും. നമ്മൾ ബസ്സിൽ യാത്ര പോകുമ്പോൾ നമ്മൾ അങ്ങനെ മക്കയിലേക്കുള്ള ഒരു 1.5 മണിക്കൂർ യാത്ര. അതിന്റെ ഇടയ്ക്ക് സൗദി രാജാവ് നമ്മളെ സ്വീകരിക്കുന്ന 1-2 ഇടങ്ങളുണ്ട്. അവിടെ നമ്മൾ എന്താ ചെയ്യല്, അവിടെ നമ്മൾ എത്തുമ്പോൾ ബസ് അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവിടെ നമുക്ക് വെള്ളമോ സംസം വെള്ളമോ കാലൊക്കെ ബിസ്ക്കറ്റോ അങ്ങനെ താൽക്കാലികമായ ചെറിയ ഭക്ഷണമൊക്കെ തരും. എന്നിട്ട് നമ്മൾ വീണ്ടും മുന്നോട്ട് പോകും. അങ്ങനെ നമ്മൾ മക്കയിലെത്തിയാല് നമ്മൾ ആദ്യം എത്തുക നമ്മൾ താമസിക്കുന്ന ഹോട്ടലിന്റെ മുമ്പിലാണ്. ആ ബസ്സുകാരുടെ ചുമതലയാണ് ആ ഹോട്ടലിന്റെ മുമ്പിൽ നമ്മളെ എത്തിക്കുക എന്നത്. ഹോട്ടലിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇറങ്ങി ഹോട്ടലിന്റെ റിസപ്ഷനിൽ ഇരിക്കാൻ പറയും. നമ്മുടെ ബാഗേജുകളൊക്കെ അവരെന്നെ ഇറക്കും, നമ്മൾ ഇറക്കേണ്ട. അവരിറക്കിയിട്ട് അത് നമ്മുടെ ആ ഹോട്ടലിന്റെ റിസപ്ഷനിൽ ആ ബാഗേജുകളൊക്കെ എത്തും. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ബാഗേജുകൾ എടുത്തിട്ട് ഹോട്ടലിന്റെ റെസ്റ്റോറൻറ്റിൽ കയറി നമ്മൾ അവിടെ ഏത് സമയത്ത് നമ്മൾ ചെല്ലുമ്പോഴും നമുക്ക് നിർബന്ധമായിട്ടും ഭക്ഷണം തന്നിരിക്കണമെന്നത് സൗദി ഗവൺമെന്റിന്റെ നിയമമാണ്. അതുകൊണ്ട് നട്ടപ്പാതിരക്കാണെങ്കിലും നമുക്കുള്ള ഭക്ഷണം റെസ്റ്റോറൻറ്റിൽ ഉണ്ടാവും. അപ്പൊ നമ്മൾ റെസ്റ്റോറൻറ്റിൽ കയറി ഭക്ഷണം കഴിക്കുക. ആ ഭക്ഷണം കഴിക്കുമ്പോഴേക്ക് നമുക്കുള്ള റൂമിന്റെ ചാവികൾ നമുക്ക് തരും. റൂമിനെ കുറിച്ചൊക്കെ പറഞ്ഞല്ലേ, റൂം കഴിക്കും, അതിന്റെ കാര്യങ്ങളൊക്കെ അവർ സംസാരിച്ചിട്ടുണ്ടാവും. പിന്നെ അവിടെ പോയിട്ട് എനിക്ക് ഫാമിലിക്ക് റൂം വേണം അങ്ങനെയൊക്കെ പറയാം. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇപ്പോൾ സംസാരിച്ച് പോകണം. കാരണം അവിടെ അങ്ങനെ ഫാമിലി റൂമൊക്കെ അപൂർവമായിട്ടേ കിട്ടുള്ളൂ. അല്ലെങ്കിൽ കിട്ടിയ റൂം കയറുക. നമ്മളവിടെ സുഖവാസത്തിന് പോയതല്ലോ, നമുക്കൊരു ബെഡാണ്. ഒരു ബെഡ് കിട്ടണം എവിടെയെങ്കിലും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചു കൊടുക്കെ നമുക്കുള്ള ചാവി 3 ആൾക്ക് അല്ലെങ്കിൽ 4 ആൾക്ക് 5 ആൾക്ക് അല്ലെങ്കിൽ 2 ആൾക്കൊക്കെ ആയിട്ട് നമുക്ക് ചാവി തരും. ആ ചാവിയുമായിട്ട് നേരെ നമ്മൾ റൂമിലേക്ക് കയറാം. അപ്പോഴൊക്കെ നമ്മുടെ ചുണ്ടില് തെൽബിയത്ത് ഉണ്ടായിട്ടുണ്ടാവും. തെൽബിയത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. റൂമിൽ എത്തിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉംറയ്ക്ക് വേണ്ടി മക്കയിൽ വന്നപ്പോ പ്രവാചകൻ വന്ന് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് വിശ്രമിച്ച് കുളിച്ചിട്ടാണ് പ്രവാചകൻ ഹറമിലേക്ക് പ്രവേശിക്കുന്നത്. ഞാൻ പറയാൻ ചില ആൾക്കാർ അവിടെ എത്തി അവിടെ പോവല്ലേ ആകെ ഇവിടുന്ന് എപ്പോഴോ തുടങ്ങി യാത്ര ചെയ്യാൻ 6 മണിക്കാണ് ഫ്ലൈറ്റ് എങ്കിലും വീട്ടിൽ നിന്ന് 10 മണിക്ക് ഇറങ്ങിയത്. നിരന്തരം തലേന്ന് രാത്രി സന്ദർശകരെ കൊണ്ട് ഉറങ്ങാൻ പറ്റിയേക്കൂല. ആകെ ടയർഡായിട്ട് ആ ബേജാറ് നമ്മൾ രാത്രി ആ ഉറപ്പ് വെച്ച് 2 മണിക്കൊക്കെ പോയിട്ട് ഉംറ ചെയ്ത് വന്ന് രാവിലെ അങ്ങനെ നല്ല എപ്പോഴാ പോലെ നമ്മൾ ചെയ്യണത് എന്ത് ഉംറ. അപ്പൊ തന്നെ അന്തിക്ക് ചെയ്തതോ ഞാൻ അന്തിക്ക് ചെയ്തിട്ടില്ലേ ഒരു ഓർമ്മ ഉണ്ടാവില്ല ഉറക്കത്തില്. അപ്പൊ ഏറ്റവും നല്ല കാര്യങ്ങള് നമ്മളവിടെ എത്തിയിട്ട് റൂം കയറിയിട്ട് നന്നായിട്ടൊന്ന് വിശ്രമിച്ച് ഒന്ന് ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് പറ്റുമെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അപ്പൊ സമയം പറയും. ആ സമയത്ത് നിങ്ങൾ എല്ലാവരും ഹോട്ടലിന്റെ റിസപ്ഷനിലേക്ക് വരിക. എന്നിട്ട് നമ്മൾ ഒന്നിച്ചിങ്ങനെ തെൽബിയത്തും ചൊല്ലി ഹറമിലേക്ക് അങ്ങനെ പോകും. തിരക്കൂട്ടരുത്. എല്ലാവരുടെയും സൗകര്യം നോക്കിയിട്ട് നമ്മളൊരു സമയം പറയും. ഏതെങ്കിലും ആളുകൾക്ക് മുമ്പ് ഉംറ ചെയ്ത പലവട്ടം ചെയ്ത ആൾക്കാർ ഇതിലുണ്ടാവും. അവർക്ക് തോന്നുകയാണ് എനിക്ക് ഒറ്റക്ക് പോയിട്ട് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് പറയാം, സാധാരണ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ കൂടെ എൻ്റെ ഉമ്മ ഉണ്ട്, ഞങ്ങൾ 3 ആള് ഉംറക്ക് പോയിട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പോയിട്ട് ഉംറ ചെയ്ത് വരാം. ഒരു തടസ്സമല്ല. അങ്ങനെ പോകാൻ പറ്റുന്ന ആൾക്കാർക്ക് അങ്ങനെ പോകണം നല്ലതും. കാരണം അവനവന്റെ സൗകര്യപ്രകാരം ടെൻഷൻ ഇല്ലാതെ ചെയ്യാനോ. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോകാനും ചെയ്യാനും പ്രയാസമുണ്ട് എന്ന് തോന്നുന്ന ആളുകളൊക്കെ നമ്മൾ ആ കൂട്ടത്തിൽ ഒന്നിച്ചു പോരാണ്. അങ്ങനെ നമ്മൾ
ഹോട്ടലിൽ സമയം പറയും, റിസപ്ഷനിൽ അവിടെ നമ്മൾ എല്ലാവരും കൂടുക. എന്നിട്ട് നമ്മൾ ആ സമയത്ത് ഇൻഷാ അല്ലാഹ് തെൽബിയത്ത് ചൊല്ലിക്കൊണ്ട് നമ്മൾ ഹറമിലേക്ക് ഇറങ്ങും, പോവുകയാണ്. തെൽബിയത്ത് തന്നെ. ഹറം ഒരു പള്ളിയാണ് അല്ലെ. എന്താണ് ഹറം പള്ളി എന്ന് പറഞ്ഞാല്? കഅബയുടെ ചുറ്റുഭാഗത്ത് ആ പള്ളി പിന്നെ ഉണ്ടാക്കിയ പ്രവാചകന്റെ കാലത്ത് പള്ളിയില്ല, ഒഴിഞ്ഞ സ്ഥലമാണ്. പിന്നെ അത് പള്ളിയായി, ഇപ്പൊ പള്ളി വികസിച്ച് വലിയ പള്ളിയായി. അങ്ങനെ ഹറം പള്ളിയിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുമ്പോ ലോകത്തിലെ എല്ലാ പള്ളിക്ക് കാലെടുത്ത് വെക്കുമ്പോഴും ചെല്ലേണ്ട ഒരു പ്രാർത്ഥന ഉണ്ടല്ലേ, അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക, അല്ലാഹുവേ നിന്റെ കാരുണ്യത്തിന്റെ വാതില് ഞങ്ങൾക്ക് നീ തുറന്നു തരണേ എന്ന് നമ്മൾ വലതു കാല് എടുത്തു വെച്ചിട്ട് ഈ പ്രാർത്ഥന ചൊല്ലും. നമ്മുടെ കാലുമുള്ള ചെരുപ്പ് അവിടെ അതിനുള്ളിൽ ചെരുപ്പിട്ട് പോകാം. ഹറമിന്റെ ഉള്ളിൽ ആരും നമ്മളോട് ചെരുപ്പഴിക്കാൻ പറയില്ല. പക്ഷേ ലോകത്തിലെ ഏറ്റവും വിശുദ്ധമായ സ്ഥലമാണ്. വിശുദ്ധമായ സ്ഥലങ്ങളിൽ ചെരുപ്പഴിക്കാനുള്ളൊരു പറ്റിയാലേ. മുസാ നബി വഹി കിട്ടാൻ വേണ്ടി തുവാ താഴ്വരയിൽ ചെന്നപ്പോ അള്ളാഹ് പറഞ്ഞില്ലേ, മുസേ നീ ഇപ്പൊ നിൽക്കണതേ വിശുദ്ധമായ ഒരു സ്ഥലത്താ, അതുകൊണ്ട് ആ ചെരുപ്പ് ഊരുക. അപ്പൊ ചെരുപ്പ് നമ്മൾ നല്ല ചെരുപ്പേക്കാരെങ്കിൽ പോലും ആ ചെരുപ്പ് ഊരിയിട്ട് അതിനാണ് നമുക്ക് ആ ഒരു നീല ബാഗ് തന്നെ പുറത്ത് ആ ചെരുപ്പായി കണ്ടാ കടന്നോട്ടെ. എന്നിട്ട് നമ്മൾ ഹറമിന്റെ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ നമ്മൾ പിന്നെ ഉംറക്ക് വേണ്ടി തവാഫ് ചെയ്യാൻ വേണ്ടി വന്നതായതുകൊണ്ട് നമുക്കവിടെ സുന്നത്ത് നിസ്കാരങ്ങളൊന്നുമില്ല. നേരെ നമ്മൾ ഹറം പള്ളി ഇങ്ങനെ ക്രോസ് ചെയ്തിട്ട് താഴേക്ക് ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങിയാൽ നമ്മൾ കഅബന്റെ ചുറ്റുഭാഗത്തും വിശാലമായ ഒരു നടുമുറ്റമുണ്ട്. കഅബന്റെ ചുറ്റുഭാഗത്ത് ഹറമിന്റെ നടുമുറ്റം. ഈ ചുറ്റുഭാഗത്തുള്ള വിശാലമായ മുറ്റത്തിന് പറയുന്ന പേരെന്താണ്? മത്വാഫ് എന്നാ പറയാ. എന്താ മത്വാഫ് എന്ന് പറഞ്ഞ അറബി വാക്കിന്റെ അർത്ഥം? തവാഫ് ചെയ്യാനുള്ള സ്ഥലം എന്നാണ് അർത്ഥം അല്ലെ. അപ്പൊ അത് ആ മത്താഫിലേക്ക് നമ്മൾ എത്തും. മത്താഫിലേക്ക് നമ്മൾ എത്തിച്ചേർന്നാൽ നമുക്കവിടെ ആദ്യം ചെയ്യാനുള്ളത് എന്താ അറിയോ? നമുക്ക് തവാഫ് ആരംഭിക്കാൻ വേറെ ഒന്നുമില്ല, കഅബയെ കണ്ണു നിറയെ കാണാം. സ്വഹാബിമാർ പ്രാർത്ഥിച്ചു എന്ന് പറയുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ ഈമാനം ബിക വതസ്ദീഖൻ ബികിതാബിക വഇത്തിബാഅൻ ലിസുന്നതി നബിയിക മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ ചെറിയ കൈപുസ്തകത്തിൽ ഉണ്ടാവും. പക്ഷെ പ്രവാചകൻ ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചതായിട്ട് എഴുതുന്നില്ല. പക്ഷെ സ്വഹാബിമാർ ചിലരൊക്കെ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ. അതുകൊണ്ട് പ്രാർത്ഥിക്കാം, പ്രാർത്ഥിക്കാതിരിക്കാം, രണ്ടായിരുന്നാലും നമ്മൾ മത്താഫിൽ ചെന്ന് ആ കഅബയെ ഒന്ന് കണ്ണു നിറയെ കാണാം. ചിലപ്പോൾ നമുക്ക് ഒരു സാവകാശം കിട്ടിയേക്കാം. ഈ നല്ല തിരക്കിലേക്കാണെങ്കിൽ ഒന്ന് നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല. നമ്മൾ ആ ഒഴുക്കിലേക്ക് അങ്ങനെ കിട്ടി ചേരേക്കാൻ. അത് നമ്മൾ ചെന്നെത്തുന്ന സമയത്തിനെ അടിസ്ഥാനമാക്കി. ഇനി നമ്മൾ തവാഫ് തുടങ്ങണം. നമ്മൾ സാധാരണഗതിയിൽ കഅബ എന്ന് പറഞ്ഞാൽ 4 ചതുരത്തിലുള്ള 4 മൂലകളുള്ള ഒരു കെട്ടിടമാണ് അല്ലെ കഅബ. 4 മൂല. അതിന്റെ 4 മൂലക്കും ഓരോ പേരുണ്ട്. നമ്മൾ തവാഫ് തുടങ്ങേണ്ട മൂല ഏതാണെന്നറിയാം? ഹജറുൽ അസ്വദിന്റെ മൂല എന്നറിയപ്പെടുന്ന ഹജറുൽ അസ്വദ് എന്ന പവിത്രമായ കല്ല്. ആ കല്ല് ആ മൂലയിലാണ് സൂക്ഷിച്ചു വെച്ചത്. ആ മൂല. പിന്നെ ഒരു മൂലുണ്ട്, അതിന്റെ പേര് റുക്നുൽ ഷാമീന, ഷാമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മൂല. പിന്നെ ഒരു മൂലുണ്ട്, എന്റെ പേര് എന്താ അറിയോ? റുക്നുൽ ഇറാഖി എന്നാണ്. അത് ഇറാഖിന്റെ ഭാഗത്തേക്കുള്ള മൂലയാണ്. പിന്നെ ഇപ്പുറത്തെ ഒരു മൂലയുണ്ട്, അതിന്റെ പേരെന്താ അറിയോ? റുക്നുൽ യമാനി എന്നാണ്. അത് യമനിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കുന്ന മൂലയാണ്. അപ്പൊ 4 മൂലുണ്ട് ഈ കഅബത്തിൽ, ചതുര കെട്ടിടത്തിന്. അപ്പൊ നമ്മൾ സാധാരണ എത്തിപ്പെടുക ഈ റുക്നുൽ യമാനിയുടെയും ഹജറുൽ അസ്വദ് എന്ന മൂലയുടെയും നടുവിലാണ്. നമ്മൾ ഇപ്പൊ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇറങ്ങി വന്നാൽ നമ്മൾ നേരെ വരിക ഈ 2 മൂലയുടെയും നടുവിലാണ് വരിക. ഈ ഇടതുഭാഗത്ത് റുക്നുൽ യമാനി ഉണ്ടാവും, വലതുഭാഗത്ത് ഹജറുൽ അസ്വദിന്റെ മൂലയുണ്ടാവും. അപ്പൊ നമുക്ക് തവാഫ് തുടങ്ങേണ്ടത് എവിടുന്നാണ്? ഹജറുൽ അസ്വദിന്റെ മൂലയിലേക്ക് തുടങ്ങി. അപ്പൊ നമ്മളിപ്പോ എത്തിയിടത്ത് നിന്ന് നമ്മൾ പതുക്കെ നടന്ന് ഈ ഹജറുൽ അസ്വദിന്റെ മൂലയുടെ നേരെ എത്തണം. എവിടെയാണെങ്കിലും നമ്മളിപ്പോ വേറെ പോലീസുകാർ വഴി തിരിച്ചു വിട്ട് നമ്മൾ വേറെ ഇവിടെ വന്നിറങ്ങിയത് അല്ലെങ്കിൽ ഇവിടെ വന്നിറങ്ങിയത് അല്ലെങ്കിൽ ഇവിടെ വന്നിറങ്ങിയത് എവിടെ വന്നിറങ്ങിയാലും നമ്മൾ നടന്ന് എവിടെ വരണം? ഈ മൂലയിൽ എത്തണം. കാരണം അവിടെ നിന്നാണ് തവാഫ് ആരംഭിക്കേണ്ടത്. അത് ശരിക്കും പഠിക്കണം കേട്ടോ. കാരണം ചിലപ്പോൾ ഇറങ്ങുന്ന സമയത്തെ വഴിയൊക്കെ തെറ്റിക്കാണ്ട് നമ്മൾ ഒറ്റപ്പെട്ടു പോയാൽ അന്തം വിടരുത്. എന്റെ തവാഫ് ഞാൻ ഭംഗിയായിട്ട് ചെയ്യണം. അപ്പൊ അതെല്ലാവരും നിങ്ങൾ നോക്കുക എവിടേക്കാരപ്പോ ഈ ഹജറുൽ അസ്വദിന്റെ മൂല എവിടെ? പെട്ടെന്ന് ഈ തിരക്കിൽ ആ മൂല തിരിച്ചറിയാൻ പ്രയാസമാണ്. അപ്പൊ ഒരു മാർഗം എന്താ വെച്ചാല് ആ മൂലയുടെ നേരെ അപ്പുറത്ത് ഈ മുറ്റം കഴിഞ്ഞിട്ട് ഹറം പള്ളിയുടെ ചുമരുണ്ടല്ലോ, ആ ചുമരുമേ പച്ച ട്യൂബ് ലൈറ്റിന്റെ ഒരു വരങ്ങനെ കാണാം. ഒരു പച്ച ട്യൂബ് ലൈറ്റ്.
അതായത് നമുക്ക് നല്ല തിരക്കുണ്ടെങ്കിലും ഈ കഅബയുടെ മൂല കാണൂലെങ്കിലും ഇങ്ങനെ അങ്ങോട്ട് നോക്കിയാൽ ആ പച്ച ലൈറ്റ് കണ്ടാ ആ ലൈറ്റിന്റെ നേരെ ഈ മൂലയിലാണ് അത് വരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ആ ലൈറ്റ് കണ്ട ആ മൂല ലക്ഷ്യമാക്കി നമ്മൾ നടന്നിട്ട് ഇതായി അവിടെ എത്തി അറിയാം. ആൾക്കാരെ തിരക്കൊക്കെ പാട് കാണുമ്പോൾ അതന്നെയാണ് മൂല നമുക്ക് മനസ്സിലാവും. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ തവാഫ് ആരംഭിക്കണം. തവാഫ് ആരംഭിക്കുമ്പോ പ്രവാചകന്റെ സുന്നത്ത് ഹജറുൽ അസ്വദിനെ ചുംബിച്ചുകൊണ്ട് പ്രവാചകൻ തവാഫ് ആരംഭിച്ചു എന്നാണ്. അതിപ്പം അസാധ്യമാണ്. അവിടെ പോയി ചുംബിക്കാൻ നിന്നാല് ചിലപ്പോ ഒന്നും നടക്കൂല, പേരും തിരക്കേക്കാരം. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഇപ്പൊ ചുംബിക്കാൻ നിൽക്കണ്ട. പ്രവാചകന്റെ രണ്ടാമത്തെ മാതൃക കൈകൊണ്ട് അതിനെ തൊടാന്നാണ്. അതും നടക്കൂല, അങ്ങനെ അടുക്കാൻ കഴിയില്ല. പിന്നെ പ്രവാചകൻ മൂന്നാമതായി പറഞ്ഞത് അതിനു നേരെ വലതു കൈ ഉയർത്തിയിട്ട് അഭിവാദ്യം ചെയ്യുന്ന പോലെ ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ, എന്താ പറയണ്ടേ, ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ തവാഫ് ആരംഭിക്കാം. ഈ തവാഫ് ആരംഭിക്കുന്നതിന് മുമ്പ് ആ മത്താഫിലേക്ക് ഇറങ്ങുമ്പോൾ ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സാധാരണഗതിയിൽ നമ്മൾ ഉംറയുടെ വസ്ത്രം ധരിക്കുമ്പോൾ അങ്ങനെ ധരിച്ചിട്ടുണ്ടാവും. ഇങ്ങനെയാണ്, ഇതാണ് ഒരു വെള്ള തുണി എടുത്തിട്ട് പിന്നെ ഒരു പുതപ്പ് ഇങ്ങനെ ചുറ്റിയിട്ട് അങ്ങനെ ഇതാണ് നമ്മൾ ഹറമിലേക്ക് ചെല്ലുമ്പോൾ ഒരു ഹാജിയുടെ രൂപം ഇങ്ങനെയൊക്കെയാണ്. എന്നാൽ തവാഫ് തുടങ്ങാൻ വേണ്ടി മത്താഫിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ഈ രൂപത്തിൽ ചെറിയൊരു മാറ്റം വരുത്താം. ഈ ഡ്രസ്സ് ഒന്ന് ഇങ്ങനെ ഈ വലതു കൈ ഈ കക്ഷം പുറത്ത് കാണുന്ന രൂപത്തിൽ നമ്മളെ പുതപ്പ് ഇങ്ങനെയാക്കി മാറ്റുക. ഇതാണ് തവാഫിന്റെ സമയത്ത്. ഇത് ആദ്യത്തെ തവാഫിൽ മാത്രമാണ്. നമ്മൾ മക്കയില് കഅബയെ തവാഫ് ചെയ്യാൻ വേണ്ടി വരുമ്പോ ഫസ്റ്റത്തെ തവാഫ് ഉണ്ടല്ലോ, ആ തവാഫിൽ മാത്രം ഇങ്ങനെ കാട്ടില്ലേ. പിന്നെ വേറെ ഏത് സമയത്ത് തവാഫിന്, ഹജ്ജിന്റെ തവാഫാവട്ടെ വിദായിന്റെ തവാഫാവട്ടെ, നമ്മൾ ഈ ഡ്രസ്സിലാണെങ്കിൽ ഇങ്ങനെ വേണ്ട, സാധാ രൂപത്തിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഈ ഒരു ആദ്യത്തെ തവാഫിൽ മാത്രം നമ്മൾ ഇങ്ങനെ ചെയ്യാം. എന്ത് ചെയ്യാം, ഇൽത്തിബാ എന്ന് പറയാം. ഈ കക്ഷം പുറത്തേക്ക് വലത്തോട്ടോ വലതാട്ടോ മറക്കണ്ട, വലതു കൈ ഭാഗം ഈ ഭാഗം പുറത്തേക്ക് കാണുന്ന രൂപത്തിൽ നമ്മുടെ ഡ്രസ്സ് ഒന്ന് മാറ്റുക. എന്നിട്ട് നമ്മൾ ഈ അഗ്നസ്വന്റെ ഭാഗത്ത് നിന്നിട്ട് ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എന്ന ആ ഒരു അഭിവാദ്യത്തോടു കൂടി നമ്മുടെ തവാഫ് ആരംഭിക്കുകയാണ്. തവാഫിന്റെ ഒരു പ്രധാന ഘടകം തവാഫ് നിസ്കാരം പോലെയാണ് റസൂൽ പറഞ്ഞത്. അതായത് ഒന്ന് വുളു ഉണ്ടായിരിക്കണം, രണ്ട് ഔറത്ത് മറക്കണം. ഈ ഔറത്ത് മറക്കുക എന്നുള്ളത് ഈ പാന്റ് ഇട്ട് ശീലിച്ച ആളുകൾ തുണി എടുക്കുമ്പോ ഔറത്തൊരു വിഷയം തന്നെ. അത് ഓർക്കുക, ഇങ്ങനത്തെ നമ്മുടെ പൊക്കളിന്റെ താഴേക്കുള്ള ഭാഗം ഔറത്താണ്. നിനക്ക് ആ തുണി ഒന്ന് പൊന്തിച്ചെടുക്കുക. എപ്പോഴും ഒരു വീതി സാധാ കെട്ടുന്ന ബെൽറ്റിനപ്പുറം ഈ ഉമ്രക്കാർക്കും ബെൽറ്റ് കിട്ടും, ഒരു വെള്ളലെ കട്ടിയുള്ള ബെൽറ്റ്, അത് കെട്ടിയാൽ ഏകദേശം ഔറത്തൊക്കെ മറയും. അപ്പൊ നമ്മൾ നല്ല ബെൽറ്റ് മുറുക്കി കെട്ടുക. എന്നിട്ട് നമ്മൾ ഔറത്ത് മറക്കണം. ഒന്ന് വുളു ഉണ്ടായിരിക്കണം. വുളു നമ്മൾ റൂമിൽ തന്നെ വുളു എടുത്ത് വരണം. ഹറമിൽ വന്നിട്ട് പിന്നെ വുളു എടുക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി പ്രയാസം. ഒന്ന് ബാത്റൂമിൽ പോകണം, ഇത്ര ദൂരം പോകണം. പിന്നെ ഹറമിന്റെ ഉള്ളിൽ വുളു എടുക്കുന്ന ചെറിയ ചില സ്ഥലങ്ങളുണ്ട്, അവിടെ എത്തിപ്പെടാൻ ചില പ്രയാസിക്കാരം. അവ റൂമിൽ നിന്ന് നമ്മൾ ഭംഗിയായിട്ട് വുളു എടുത്ത് വരിക. ഇനി എപ്പോഴെങ്കിലും തവാഫിന്റെ അടുക്ക് തിരക്കിലൊക്കെ പെട്ടിട്ട് നമ്മുടെ വുളു നഷ്ടപ്പെട്ടാലോ, പുറത്തു പോയിട്ട് വുളു എടുക്കൽ അസാധ്യമായ സമയമാണെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് വേഗം എന്ത് ചെയ്യാം, തയമ്മം ചെയ്തിട്ട് നമ്മൾ ആ തവാഫ് പൂർത്തിയാക്കുക. ഇപ്പൊ പിന്നെ ഹറമിന്റെ ഉള്ളിലൊക്കെ വുളു എടുക്കാൻ ചെറിയ സൗകര്യങ്ങൾ എല്ലാ ഭാഗത്തുണ്ട്. അത് നമ്മളവിടുത്തെ പോലീസുകാരോട് വുളു ഇങ്ങനെ പറഞ്ഞതിനെ കാട്ടി കൊടുത്താൽ മതി. ഓൻ ചൂണ്ടി കാട്ടും, അവിടെ ഉണ്ട് പോയിട്ട് ഒതുക്കി പോരാ, പ്രയാസം, ടെൻഷൻ വേണ്ട. ചില ആൾക്ക് ഭയങ്കര ടെൻഷനേ കാരണം കുറച്ചുനെ വുളു ഞാൻ എന്താ ഇട്ടുക, എന്റെ 7 ലക്ഷം രൂപ പോകുമല്ലോ, ബേജാറാവണ്ട, അവിടെ സൗകര്യങ്ങളുണ്ട്, അത് ഉപയോഗപ്പെടുത്താം. ഇനി എവിടുന്നും വെള്ളം കിട്ടിയില്ലെങ്കിൽ ബേജാറാവണ്ട, പക്ഷെ മാറിക്കുക, ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് നിലത്തടിക്കുക, ടൈമം ചെയ്യുക, ബാക്കി കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ അങ്ങനെ നമ്മൾ തവാഫ് ഇവിടുന്ന് ആരംഭിക്കുകയാണ്. ആ തവാഫ് ആരംഭിച്ചു കഴിഞ്ഞാൽ തവാഫിന്റെ പ്രത്യേകത, നിസ്കാരവും തവാഫും തമ്മിലുള്ള വ്യത്യാസമായി റസൂൽ പറഞ്ഞത്, നിസ്കാരത്തിൽ സംസാരിക്കാൻ പാടില്ല, തവാഫിൽ എന്താവാം, സംസാരമാവാം. നമ്മളൊപ്പമുള്ള ആൾക്കാരോട് സംസാരിക്കേ, കാര്യങ്ങൾ ചോദിക്കേ, നല്ല കാര്യങ്ങൾ സംസാരിക്കേ ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മൾ തവാഫ് തുടങ്ങി. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ. തവാഫ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഇടതുഭാഗം കിബിലയുടെ നേരെ ആയിരിക്കണം. അതായത് ഒരു നിബന്ധന. അതായത് ഇപ്പൊ ഇത് ഈ സ്റ്റാൻഡ് കിബിലയാണെങ്കിൽ ഇതിന്റെ തവാഫിന്റെ പൊസിഷൻ ഇങ്ങനെ, ഈ ഭാഗം കിബില അങ്ങനെ 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 എപ്പോഴും ഇതിന്റെ ഈ ഭാഗമായിരിക്കണം, ഇടതുഭാഗമായിരിക്കണം. ഏത് ഭാഗത്തേക്ക്, കിബിലന്റെ ഭാഗത്തേക്ക്. ഇവിടെ ചില ആളുകളൊക്കെ അവനാന്റെ പെണ്ണുങ്ങളെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന ചില ആൾക്കാരുണ്ട്. വേറെ ആൾ തട്ടാറിന്റെ ഇങ്ങനെ പെണ്ണുങ്ങൾ വരും, ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോക്കും പെണ്ണുങ്ങളെ, എന്നിട്ടോ ഇങ്ങനെ നടക്കാം, ഇങ്ങനെ പെണ്ണുങ്ങളെ തൊടതക്കാൻ വേണ്ടി അല്ലെ.
അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ പ്രത്യേകിച്ച് ആ നാട്ടുകാരെ സൗദി അറേബ്യയിലൊക്കെ UAE ആൾക്കാരെ ഓരോ വിചാരിച്ച് നമ്മളൊന്നും സാധനം കണ്ടില്ല. എന്നിട്ട് നമ്മളെങ്ങനെ ബൈക്ക് പോയ ഓരോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അങ്ങനെ ഈ ഭാര്യമാരെ അല്ലെങ്കിൽ ഉമ്മമാരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെ സ്നേഹം കൊണ്ടാണ് ഇങ്ങനെ കൊണ്ടുനടക്കുമ്പോ അത് ഈ തവാഫിന്റെ ഈ നിബന്ധനയ്ക്ക് എതിരാവുന്നത്. ഈ ഭാഗമാവണം എപ്പോഴും എന്ത്, അത് നമ്മൾ ശ്രദ്ധിക്കണം. ഈ ഭാഗം ഇടതു ഭാഗം കിബിലക്ക് നേരെ നിന്നുകൊണ്ടാണ് നമ്മൾ തവാഫ് മുഴുവനും പൂർത്തിയാക്കേണ്ടത് കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കാം. അങ്ങനെ ഓരോ കാലിനും തവാഫിന് കൂലിണ്ടതാണ്, ഓരോ കാലടിക്കും. പിന്നെ പുരുഷന്മാർക്ക് ഒരു സുന്നത്ത് കൂടി ഉണ്ട്. ആദ്യത്തെ 3 റൗണ്ടില് തവാഫ് ചെയ്യുമ്പോൾ ആദ്യത്തെ തവാഫിൽ, ഫസ്റ്റ് തവാഫില്, പിന്നത്തെ തവാഫിലില്ല, ആദ്യത്തെ ഈ തവാഫില് ആദ്യത്തെ 3 റൗണ്ടിൽ എന്ത് ചെയ്യാം, റംല് എന്നാ പറയാം. എന്താ റംല് പറഞ്ഞാല്? റംല് എന്ന വാക്കിന് പണ്ടത്തെ നമ്മുടെ ഉസ്താദുമാരൊക്കെ കിതാബ് ഓതിയപ്പോൾ പറഞ്ഞ അർത്ഥം നായ്പാച്ചിരുന്ന ഓടുമല്ല നടക്കുമല്ല, ഞങ്ങൾ ഈ ഒരു ജോഗിങ്ങിന്റെ ഓട്ടമുണ്ടല്ലോ, അതിനാണ് റംല്. പെരുമ്പാച്ചിൽ വായണ്ട, 100 മീറ്റർ ഓടണമായിരിക്കും നെല്ല്. പക്ഷെ ഇപ്പൊ നമ്മുടെ അർജുനൊന്ന് പോകുമ്പോഴേ റംല് പോയിട്ട് നടക്കാൻ കഴിയില്ല, നാട്ടുകാർ ഉന്തി ഇങ്ങനെ കൊണ്ടുപോയേക്കാം. നമ്മൾ നടക്കാൻ വിചാരിച്ചാൽ നടക്കാൻ കഴിയില്ല, ബേക്കുന്ന ആൾക്കാർ തള്ളുന്നല്ലേ, നമ്മളിങ്ങനെ പോകും. അപ്പൊ റംലൊക്കെ കഴിയണമെങ്കിൽ അത്ര ഫ്രീ ആയ സമയത്ത് ചെല്ലണം. ഇപ്പൊ നമ്മൾ ചെല്ലുന്ന സമയത്ത് പക്ഷെ ചില സമയത്ത് അറമിൽ അത്ഭുതം ഉണ്ടാവാറുണ്ട്. പേരും തിരക്കാണ് പറഞ്ഞ് ചിലപ്പോ നമ്മൾ ചെല്ലുമ്പോൾ ക്ലീനിങ്ങിനോ വേണ്ടിയൊക്കെ ഒഴിവാക്കിയ സ്ഥലത്തേക്ക് നമ്മളേക്കാൾ ആദ്യം ചെന്ന് ഇറങ്ങാം. അങ്ങനത്തെ അപൂർവ സമയം കിട്ടാറുണ്ട്. അങ്ങനെ നല്ല സമയം കിട്ടിയാൽ പറ്റുമെങ്കിൽ മെല്ലെ ഇങ്ങനെ ഓടാം പറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ നടക്കണ്ടേ. അപ്പൊ ഈ ഓടുകയാണെങ്കിൽ തന്നെ 3 റൗണ്ടാ ഓടണ്ടേ, പിന്നെ നടക്കാം കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ നടന്ന് ഇങ്ങനെ ഈ മൂലയിലെത്തി. ഈ മൂലയുടെ ഇവിടെ ഇങ്ങനെ ഒരു ചുമരുണ്ട്, യു ആകൃതിയിൽ ഒരു ചെറിയ മതിലുണ്ട്. ആ മതിലിന് എന്താ പേര് പറയാ? ഹിജർ ഇസ്മായിൽ എന്ന് പറഞ്ഞാല് പണ്ട് ഇബ്രാഹിം നബിക്കും ഇസ്മായിൽ നബിക്കും ഹാജറക്കും വേണ്ടി പാർക്കാൻ വേണ്ടി ആ കഅബയിൽ ചെറിയൊരു തായര പോലെ കെട്ടിയിട്ട് ഒരു റൂം ഉണ്ടാക്കി കൊടുത്തിരുന്നു ഇബ്രാഹിം നബി. ആ പ്രദേശമാണ്. അപ്പൊ ഹിജർ ഇസ്മായിൽ അതും കൂടി ഈ കഅബന്റെ ഭാഗമാണ്. അത് പിൽക്കാലത്തിന് പുറത്തേക്കല്ല. അപ്പൊ അതും കൂടി കഅബന്റെ ഭാഗമായതുകൊണ്ട് തന്നെ അതിന്റെ പുറത്തു കൂടെ വേണം ചുറ്റി വരാൻ. അങ്ങനെ പറയാൻ കാരണം ചില സമയത്ത് ഈ മതിലിന്റെ ഈ 2 ഭാഗത്തെ വാതിൽ തുറന്നു. അപ്പൊ ചില ആൾക്കാർക്ക് ഇതിനെ കണ്ട് കയറിയാൽ പോലെ എന്തിനാ അതിലെങ്ങനെ പോണത്, അതിലെങ്ങനെ പോണം. ആ മതിലും കൂടി ചുറ്റി വന്നാലേ തവാഫ് പൂർത്തിയാവുള്ളൂ. അപ്പം ഞാൻ ഇവിടുന്ന് തുടങ്ങി ഇവിടെ ഹിജർ ഇസ്മായില് അതിന്റെ പുറത്തു കൂടെ ചുറ്റി ഈ മൂല കഴിഞ്ഞു. ഈ മൂലയിൽ എത്തുമ്പോ അവിടെ ഒരു സുന്നത്തുണ്ട്. ഏതാ ഈ മൂലന്റെ പേരെന്താണ്? റുക്നുൽ യമാനി. റുക്നുൽ യമാനിയിൽ എത്തുമ്പോ പ്രവാചകൻ തന്റെ വലതു കൈ കൊണ്ട് ആ മൂലയിൽ ഒന്ന് തടവിയിട്ടുണ്ട്. വേറൊന്നുമില്ല, ചുംബിക്കൊന്നുമില്ല. പോരിന്റെ പോരല് കൈയോണ്ട് കിട്ടുമെങ്കിൽ ആ മൂലം വന്ന് ഇങ്ങനെ തടവി ഇങ്ങനെ പോരാ. അത് ചിലപ്പോഴൊക്കെ കിട്ടും, വലിയ തിരക്കൊന്നും ഉണ്ടാവില്ല. അവിടെ ആൾക്കാർ അത്തരം തിരക്കും. ഏതെങ്കിലും നമുക്ക് 7 തവാഫിലും കിട്ടിയില്ലെങ്കിലും ഏതെങ്കിലും ഒരു തവാഫിലൊക്കെ അവിടെ തൊടാൻ ചിലപ്പോൾ നമ്മൾ ശ്രമിച്ചാൽ കിട്ടും. ആ മൂല പൊതുവെ തിരക്ക് കുറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. അപ്പൊ അതിലിങ്ങനെ പോരുമ്പോ ലേശം അടുത്തു കൂടെ പോയിട്ട് വലത്തെ കൈയോണ്ട് ആ മൂലയിൽ നിന്ന് തൊട്ടുകാണ്ട് ഇങ്ങനെ പോരാ. അത് സുന്നത്താണ്. പിന്നെ ഈ റുക്നുൽ യമാനിയിൽ എത്തിയാല് പിന്നെ നമ്മൾ നടന്ന് ഹജറുൽ അസ്വദിന്റെ മൂലയിൽ എത്തും വരെ പ്രവാചകൻ പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബനാ ആതിനാ ഫിദ്ദുനിയ മാത്രമാണ്. അപ്പൊ അത് നമ്മൾ ചൊല്ല. നമ്മൾ ആ കഅബന്റെ അടുത്ത് കൂടെ നടക്കുകയാണെങ്കിൽ റബ്ബനാത്തിനെ 1 വട്ടം ചെല്ലുമ്പോത്തിന് ഇവിടെ എത്തും. എന്നാൽ നമ്മൾ ദൂരെ കൂടെ നടക്കുകയാണെങ്കിലോ 15 വട്ടം ചെല്ലുവാനും എത്തൂല. അതിന് അത്ര ദൂരം ഉണ്ടാവും. അപ്പൊ നമ്മൾ എത്ര ദൂരം ഉണ്ടോ അതിനനുസരിച്ച് ഈ റുക്നുൽ യമാനി മുതൽ ഹജറുൽ അസ്വദിന്റെ മൂല എത്തുന്നത് വരെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ പ്രാർത്ഥിക്കുക. 2, 3, 4 എത്ര വട്ടം, എത്ര തിരക്കുണ്ടോ അത്രയേറെ നമ്മൾ പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മൾ ഈ മൂലയിൽ എത്തിയാൽ ഇപ്പൊ 1 റൗണ്ടായി. ഒരു തവാഫല്ല, ഒരു തവാഫ് എന്ന് പറയണമെങ്കിൽ 7 റൗണ്ട് പൂർത്തി. ചില ആൾക്കാർ പറയേ ഞാൻ സുബ്ബയ്ക്ക് ശേഷം 3 തവാഫ് ചെയ്തു. എന്താ അറിയോ? 3 റൗണ്ട് ചുറ്റിക്കാണ്ട് വൈകി കരി പോയിക്കാണേ, അതിന് തവാഫ് അറിയില്ല. തവാഫ് എന്ന് പറയണെങ്കിൽ 7 റൗണ്ട് ചുറ്റിയാലേ ഒരു തവാഫ്. 7 റൗണ്ട് ഇട്ടു. അപ്പൊ നമ്മളിങ്ങനെ വെച്ചപ്പോൾ 1 റൗണ്ടായി. ആ ഒരു വൃത്തം പൂർത്തിയാക്കിയാൽ വീണ്ടും നമ്മൾ അതിന്റെ നേരെ കൈ ഉയർത്തിയിട്ട് എന്ത് പറയണം? ബിസ്മില്ലാഹി വേണ്ട, അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹി അല്ലാഹു അക്ബർ എപ്പോഴാ പറയണേ? തുടങ്ങുന്ന ഫസ്റ്റില്. പിന്നെയുള്ള ഓരോ റൗണ്ടിലും എന്താ പറയണ്ടേ? അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ പറയാ. നേരത്തെ പോലെ തന്നെ നമ്മൾ റൗണ്ട് പൂർത്തിയാക്കി റുക്നുൽ യമാനി എത്തുമ്പോ റബ്ബനാ ആതിനാ ഫിദ്ദുനിയ പ്രാർത്ഥിച്ച് ഇവിടെ വരും. അപ്പൊ എത്രയായി? 2. വീണ്ടും അല്ലാഹു അക്ബർ 3, അല്ലാഹു അക്ബർ 4, അല്ലാഹു അക്ബർ 5, അല്ലാഹു അക്ബർ 6, അല്ലാഹു അക്ബർ 7. ഇവിടെ എത്തി. നമ്മൾ എത്തി 7 എത്തിയാൽ അല്ലാഹു അക്ബർ പറഞ്ഞാൽ പൂർത്തിയായി. പിന്നെ നമുക്ക് തവാഫ് കഴിഞ്ഞു. പിന്നെ നമുക്ക് ആ തവാഫിന്ന് മെല്ലെ പുറത്തേക്ക് കിടക്കണം. അത് അത്ര എളുപ്പമാവില്ല. 10,000-കണക്കിന് ആൾക്കാർ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ കണ്ട് പുറത്തേക്ക് നടക്കുക എന്നത് അത്ര എളുപ്പമല്ല. അതുകൊണ്ട്
7ാമത്തെ റൗണ്ട് 6 പൂർത്തിയാക്കി 7ാമത്തെ റൗണ്ട് ആണ് എന്ന് ഉറപ്പാവുമ്പോഴേ നമ്മൾ ലേശം വിട്ടുക്ക് ഇങ്ങനെ പോകണം. തുടക്കത്തിലെ ഇങ്ങനെ പോയാൽ അവസാനമാകുമ്പോഴേക്ക് നമ്മൾ ഇത്തിരി ദൂരെ എത്തിയേക്കും. ആ ദൂരെ എത്തിയിടത്തുനിന്ന് പുറത്ത് കടക്കാൻ നല്ല സുഖേക്കാരം. മറ്റത് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ തിരക്കുള്ള സമയത്തൊക്കെ ചിലപ്പോൾ പുറത്ത് കടക്കാം. മാത്രമല്ല ആളുകളുടെ ഒഴുക്കിന് വിരുദ്ധമായിട്ട് നമ്മൾ പുറത്തേക്ക് നടക്കുമ്പോൾ വലിയ അപകടങ്ങൾക്കും കാരണമാവും. അതുകൊണ്ട് അവിടെ പുറത്ത് കടക്കാൻ നിൽക്കരുത്. ഒന്നുകിൽ ലേശം മുന്നോട്ട് പോയിട്ട് പുറത്ത് കിടക്കാം, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പുറത്ത് കടക്കാൻ വേണ്ടി ഒരുങ്ങി പുറത്തേക്ക് തള്ളി ഇങ്ങനെ വരിക. അങ്ങനെ 7ാമത്തേത് പൂർത്തിയാക്കിയാൽ പിന്നെ നമുക്കൊരു സുന്നത്തുള്ള എന്താ വെച്ചാല് മഖാമു ഇബ്രാഹിമിന്റെ പിന്നിൽ 2 റക്അത്ത് നിസ്കരിക്കുക. ഈ മഖാമു ഇബ്രാഹിം എന്താണ്? അതൊരു സ്തൂപമാണ്. വളരെ കാണാം, കഅബന്റെ കുറച്ച് ദൂരെ. അതിന്റെ പിന്നിൽ ആ സ്തൂപം പോലെ ഇവിടെ എങ്ങനെയാണ് ആ സ്തൂപമെങ്കിൽ അതിന്റെ പിന്നിൽ എവിടെങ്കിലും നിന്നിട്ട് ഇനി ഹറമിന്റെ ഉള്ളിൽ എവിടെ നിൽക്കാം, എവിടെങ്കിലും നിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 2 റക്അത്ത് നിസ്കരിക്കാം. തിരക്കില്ലാത്തൊരു സ്ഥലം നോക്കി അതിന്റെ ബാക്കിൽ എവിടെയുള്ള സൗകര്യം എടുത്ത് 2 റക്അത്ത് നിസ്കരിക്കാം. ആ നിസ്കാരത്തില് 1ാമത്തെ റക്അത്തില് ഫാത്തിഹ സൂറത്തും ഖുൽ യാ അയ്യുൽ കാഫിറൂൻ, 2ാമത്തെ റക്അത്തില് ഫാത്തിഹ സൂറത്തും ഖുൽ ഹുവല്ലാഹു അഹദ്. ഏറ്റവും ഷോർട്ടായി നിസ്കരിക്കുക. കാരണം അവിടെ ആൾക്കാർ ഇങ്ങനെ നിസ്കരിക്കാൻ സ്ഥലം കിട്ടാൻ വേണ്ടി കാത്തു കേൾക്കാനേ. അവിടെ ദീർഘമായി നിസ്കരിക്കരുത്. സുജൂദൊക്കെ കിട്ടിയ സ്ഥലത്ത് 10 മിനിറ്റൊക്കെ സുജൂദ് ചെയ്ത് അതൊന്നും അവിടെ പുണ്യല്ല. ആ നിസ്കാരം നിസ്കരിക്കണം. അത് നിസ്കരിച്ചിട്ട് സമയം ഉണ്ടെങ്കിൽ തിരക്കില്ലെങ്കിൽ കിബിലക്ക് നേരെ കൈ ഉയർത്തിയിട്ട് പെട്ടെന്ന് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ട് ആ സ്ഥലം നമ്മൾ ഒഴിവാക്കണം. ഒഴിവാക്കുക. നിങ്ങളോടൊക്കെ എന്താ നമ്മുടെ കൂടെ ആൾക്കാർ എന്താ പറയാനാണ്? നിങ്ങളെല്ലാവരും ഇങ്ങനെ നിസ്കരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിച്ചിട്ട് ഇതാ അവിടെ അടയാളം കാണിച്ചോളൂ. ആ അടയാളമുള്ള ഭാഗത്ത് വന്ന് നിൽക്കണം എന്നാ പറയാം. അഥവാ തവാഫിൽ നിങ്ങൾ ഒറ്റപ്പെട്ടാലും നിങ്ങൾ ബേജാറാവണ്ട. നിങ്ങൾ ഒറ്റക്ക് തവാഫ് അങ്ങനെ പൂർത്തിയാക്കുക. തവാഫ് പൂർത്തിയാക്കി ഈ നിസ്കാരം വേണ്ടി നിങ്ങൾ നോക്കുമ്പോൾ കാണാം നമ്മളെ കുറെ തട്ടങ്ങനെ അവിടെ ഇങ്ങനെ കൂടിക്കണം. അപ്പൊ അങ്ങനെ അങ്ങോട്ട് വന്നാൽ മതി. അതിനിടയ്ക്ക് തവാഫിൽ നോക്കുമ്പോൾ ആ പഠിച്ചോനെ ഒപ്പമുള്ള ആരും കാണാനില്ല, എല്ലാവരും പോയല്ലോ, ഒരു ബേജാറും വേണ്ട. ബാക്കി സാവധാനം ചെയ്യാം. ഈ നിസ്കാരം കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ കാണാം അപ്പുറത്ത് നമ്മളെ തട്ടങ്ങനെ കാണും. അങ്ങോട്ട് വന്നാൽ മതി. അതിൻ്റെ ഇടയ്ക്ക് ഒരു ബേജാറും ആവേണ്ട. കൂട്ടം തെറ്റിയാലും കൈവിട്ടു പോയാലും ആരും ബേജാറാവണ്ട. അങ്ങോട്ട് എത്തിയാൽ മതി. അപ്പൊ നമ്മള് ഈ 2 റക്അത്ത് നിസ്കരിച്ച് കഴിഞ്ഞാൽ ഒരു സുന്നത്ത് കൂടി ഉണ്ട്. തിരിച്ച് ഈ ഹജറുൽ അസ്വദിന്റെ ഭാഗത്ത് വന്നിട്ട് ഒന്നുകൂടി അതിനെ അഭിവാദം ചെയ്യാം. അല്ലാഹു അക്ബർ. പറ്റുമെങ്കിൽ ചിലപ്പോൾ പോലീസുകാർ അങ്ങോട്ട് പോയ ആൾക്കാർ അങ്ങോട്ട് വിടൂല. എന്നാ പിന്നെ മസൽ വിളിച്ചാൽ നിൽക്കണ്ട. അതൊരു സുന്നത്തായ കാര്യമാണ്. നമ്മൾ മുന്നോട്ട് തന്നെ പോവുക. പിന്നെ നമുക്കുള്ള സുന്നത്ത് എന്താ പറയുക? ധാരാളം സംസം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. സംസം ധാരാളമായി കുടിക്കുക, അതൊരു സുന്നത്താണ്. അപ്പൊ നമ്മളവിടെ നല്ല ബോട്ടിൽ തണുപ്പിച്ചതും തണുപ്പിക്കാത്തൊക്കെ ആയിട്ട് കുറേ സംസം വെള്ളം കയറ്റിയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് വലിയ തണുപ്പുണ്ട് കുടിക്കേണ്ട, തൊണ്ട വലിയ പ്രശ്നമാവും. നോട്ട് കോൾഡ് എന്ന് പറഞ്ഞാണ്ട് ഒരു ബോർഡ് ചുവന്ന ഇതുണ്ടാവും. അതിൽ നിന്ന് തണുപ്പ് കുറഞ്ഞ വെള്ളം കുടിക്കുക. വെള്ളം സംസം ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളമാണ്. എന്തിനു വേണ്ടിയാണോ കുടിക്കുന്നത് അത് നടക്കുന്നതാണ്. ദാഹം മാറാനാണെങ്കിൽ, വിശപ്പ് മാറാനാണെങ്കിൽ, രോഗം. പഴയ ചില വലിയ പണ്ഡിതന്മാരൊക്കെ ഗ്രന്ഥരചനയ്ക്ക് ഇരിക്കുമ്പോഴേ ഇതിന്റെ ഗ്രന്ഥരചന എളുപ്പമാവണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സംസം കുടിച്ചിരുന്ന ഒരു വലിയ പണ്ഡിതൻ ഒരു വലിയ ഗ്രന്ഥം എഴുതിയപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് കഴിഞ്ഞ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ സംസം വെള്ളം കുടിച്ച് പ്രാർത്ഥിച്ചു എന്നാ പറഞ്ഞു. അപ്പൊ നമുക്ക് എന്താണോ അസുഖങ്ങൾ ഉണ്ടാകാം, പ്രയാസങ്ങൾ ഉണ്ടാവാം, കുട്ടികളും മക്കളും തലവേദന ഉണ്ടാവാം, വീട്ടിൽ പല പ്രയാസങ്ങൾ ഉണ്ടാവാം, എന്തായാലും മനസ്സിൽ ഒരു പ്രാർത്ഥന പോലെ അത് വിചാരിച്ചിട്ട് നമ്മൾ സംസം കുടിച്ചാൽ അത് അതിനുള്ള ഒരു സബബായിട്ട് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാനുള്ള ഒരു കാരണമായിട്ട് അത് പടച്ച റബ്ബ് സ്വീകരിക്കുന്നതാണ്. അപ്പൊ നമ്മൾ സംസം ധാരാളമായിട്ട് കുടിക്കുക. അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ അടുത്ത ജോലി? സഅയാണ്. സഫാ മറുവക്കിടയിൽ സഅയ് നടത്തണം. അത് നമ്മൾ ഈ ഇവിടെ വഴി തെറ്റില്ല കേട്ടോ. തവാഫ് കഴിഞ്ഞാൽ പുറത്തേക്ക് ഒറ്റ വഴിയുള്ളൂ. ആ വഴിയിലാണ് ഈ സംസം. അവിടെയാണ് നമ്മൾ കാത്തിരിക്കുക. അങ്ങനെ നമ്മൾ ഒന്നിച്ചുകൂടി സംസം കുടിച്ചിട്ട് പിന്നെ മുന്നോട്ട് നമ്മൾ സഅയിന് വേണ്ടി പോകുക. സഅയ് എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ ഉണ്ട്, അണ്ടർഗ്രൗണ്ട് ഉണ്ട്, അതിന്റെ മേലേക്ക് 2-4 നിലകളിലുണ്ട്. അപ്പൊ ഓരോ നിലയിലെയും തിരക്കനുസരിച്ച് പോലീസുകാർ നമ്മളെ മാറ്റി വിടും. ചിലപ്പോൾ അണ്ടർഗ്രൗണ്ടൊക്കെ വിടുക, ചിലപ്പോൾ ഗ്രൗണ്ട് ഫ്ലോർ കിട്ടിയ സുഖം, ചിലപ്പോൾ നമ്മൾ ഫ്ലോർ മേലേക്ക് പോകേണ്ടി വരും, ചിലപ്പോൾ അതിന് മേലെ പോകേണ്ടി വരും. അത് എവിടെ പോവെന്ന് പറയാൻ പറ്റൂല. അപ്പത്തെ തിരക്കനുസരിച്ച് പോലീസുകാർ ഏത് വഴിക്കാണോ വിടുക അങ്ങോട്ട് പോകേണ്ടി വരും. ഏത് വഴിക്ക് നമ്മൾ പോയാലും നമ്മൾ നേരെ പോകുന്നത് സഫയിലേക്കാണ്. ഒരു നേരിയ കയറ്റുണ്ടാവും സഫയിലേക്ക് പോകുമ്പോൾ. അവിടെ സഫ പറഞ്ഞാൽ കുന്നൊന്നുമല്ല, ഒരു വലിയ പാറ മാത്രം ഇങ്ങനെ ചില്ലിന്റെ ഉള്ളിലാക്കി വെച്ചിട്ടുണ്ട് ഒരു അടയാളത്തിന് വേണ്ടി. അങ്ങനെ നമ്മൾ സഫയിലേക്ക് ആ കയറ്റം ഇങ്ങനെ കയറി ചെല്ലുമ്പോ, ആ കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോ ഒരു ആയത്ത് റസൂലുള്ളാഹി ഓതിയിട്ടുണ്ട് അല്ലേ? ഇന്ന സഫ
والمروة من شعائر الله فمن حج البيت أو اعتمر فلا جناح عليه أن يطوف بهما ومن تطوع خيرا فإن الله شاكر عليم. അറിയുന്നവര് അത് ചെല്ലാം, പുസ്തകത്തിലുള്ളത് നോക്കി വായിക്കാം. അവിടെ സൗദി ഗവൺമെന്റ് അതിങ്ങനെ കാലിഗ്രാഫിയിൽ മനോഹരമായിട്ട് എഴുതി വെച്ച ബോർഡുണ്ട്. ആ ബോർഡ് നോക്കിയിട്ട് വേണമെങ്കിൽ അങ്ങനെ വായിക്കാം. ഇനി ഇത് ചെല്ലിയിട്ടില്ലെങ്കിൽ നമ്മുടെ അജ്ജനും ഉംറക്കും യാതൊരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. നമുക്കത് ചൊല്ലാതെ തന്നെ കയറി പോകാം. അറിയുന്നവര് നമ്മൾ സാധാരണ നമ്മളെ കൂടുതലുള്ളതൊക്കെ ചൊല്ലി കൊടുക്കാറുണ്ട്. അങ്ങനെ ചൊല്ലിയിട്ട് നമ്മളങ്ങനെ പതുക്കെ കയറി പോകും. കയറി പോകുമ്പോ പ്രവാചകൻ പറഞ്ഞൊരു വാക്കുണ്ട്, നബ്ദഉ കമാ ബദഅ അല്ലാഹ്. അള്ളാഹു ആരംഭിച്ചത് കൊണ്ട് നമ്മളും ആരംഭിക്കുക. അല്ലെ സഫി മറുവിണ്ട്, എവിടുന്നാ സഈ തുടങ്ങേണ്ടത്? അപ്പൊ അല്ല ആരംഭിച്ചത്, അല്ല സഫാ മറുവയെ പറ്റി പറഞ്ഞപ്പോ അല്ല എപ്പോഴും ഏത് പേരാ ആദ്യം പറഞ്ഞത്? സഫയാണ്. അതുകൊണ്ട് നമ്മൾ സഫേനെ ആരംഭിക്കുക. അല്ല തുടങ്ങിയത് സഫേത് കൊണ്ട് നമ്മളും സഫീൻ തന്നെ. അങ്ങനെ നമ്മൾ നേരെ സഫയിലേക്ക് നടക്കുക. സഫയിലേക്ക് ഇങ്ങനെ നടന്നു ആ കയറ്റം കയറി ഈ ആയത്തോതി സഫയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു സുന്നത്തുണ്ട്. ഹജ്ജിന്റെ സമയത്ത് 4 സ്ഥലങ്ങളിലാണ് അവിടെ വെച്ച് പ്രാർത്ഥിച്ചാൽ പ്രത്യേകം പുണ്യം എന്ന് പറഞ്ഞേ. അതിൽപ്പെട്ട ഒരു സ്ഥലം ഏതായാലും ആ സഫന്റെ അടുത്ത് ചെന്നാല് ആ സഫയുടെ മുമ്പിൽ നിന്ന് കിബിലയുടെ ഭാഗത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കാം, കൈ ഉയർത്തി പ്രാർത്ഥിക്കാം. ചിലപ്പോ തിരക്കുള്ള സമയമാകുമ്പോ അങ്ങോട്ട് കയറാൻ പറ്റില്ല. തിരക്കില്ലാത്ത സമയമാണെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറിയിട്ട് അവിടെ നിന്നിട്ട് അള്ളാഹ്നോട് കിബിലക്ക് നേരെ തിരിഞ്ഞ് കൈ ഉയർത്തി പറയാനുള്ള ദുന്യാവും പരലോകത്തുള്ള ഏത് കാര്യവും പറഞ്ഞ് വളരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ സ്ഥലമാണ്. കരഞ്ഞ് പ്രാർത്ഥിക്കാം. നമ്മൾ സഫയുടെ ഭാഗത്ത് നിന്ന് കിബിലക്ക് നേരെ തിരിഞ്ഞ് കുറച്ച് പറ്റുകയാണെങ്കിൽ ഇതൊക്കെ തിരക്കില്ലെങ്കിലേ നടക്കുള്ളൂ. തിരക്കുണ്ടെങ്കിൽ നടക്കില്ല. പോലീസുകാർ ചെല്ലുമ്പോതിനും ആട്ടും, പിന്നല്ല പ്രാർത്ഥിക്കലും. അപ്പൊ അതിനനുസരിച്ച് പോവാ. സമയം കിട്ടിയാൽ പ്രാർത്ഥിക്കാം. പ്രാർത്ഥിക്കുമ്പോ അതിലുണ്ടായിരിക്കേണ്ട 2 വചനങ്ങൾ റസൂൽ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യി വയുമീതു ബിശൈഇൻ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ശരീക ലഹു അൻജസ വഅദഹു വനസറ അബ്ദഹു വഹസമ അൽ അഹ്സാബ വഹദ. ഇത് പ്രവാചകൻ ചൊല്ലിയിട്ടുണ്ട്. അറിയുന്നവർക്ക് ചെല്ലാം, നോക്കി വായിക്കാം. ഇനി ഒരാൾ ചൊല്ലിത്തരാം. ഇനി അത് ചൊല്ലിയിട്ടില്ലെങ്കിൽ യാതൊരു കുഴപ്പം നമ്മുടെ ഉംറക്കും ഇല്ല. അതുകൊണ്ട് അറിയുന്നവർ ചൊല്ല, അല്ലാത്തവര് അവരുടെ ദുന്യാവും പരലോകവുമായ ഏത് കാര്യത്തിന് വേണ്ടി കുറച്ചേറെ പ്രാർത്ഥിക്കാം. 1 മിനിറ്റൊക്കെ പ്രാർത്ഥിച്ചാൽ മതി. അല്ല, അപ്പൊ കൂട്ടം തെറ്റിപ്പോകും ആൾക്കാർ വന്നിട്ടേ. എന്നിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ചുറ്റിയിട്ട് ഒരു തൂണുണ്ട്, ആ തൂണിന്റെ അപ്പുറത്ത് കൂടെ അങ്ങനെ ഇറങ്ങിയിട്ട് നമ്മൾ എങ്ങോട്ട് നടക്കും? മറുവയിലേക്ക് നടക്കുക. മറുവയിലേക്ക് നടക്കുമ്പോ സഫയിൽ നിന്ന് ഇറങ്ങിയാൽ ഒരു 10-25 മീറ്റർ മുന്നോട്ട് സഞ്ചരിക്കുമ്പോ മേലെ ഇങ്ങനെ പച്ച ട്യൂബ് ലൈറ്റ് കൊണ്ട് ഇങ്ങനെ വരട്ടതുപോലെ ഒരു സ്ഥലമുണ്ട്, ഒരു 25 മീറ്റർ ദൂരം. അവിടെ എത്തുമ്പോ പുരുഷന്മാര് ഒന്ന് ഓടണം, സ്ത്രീകൾ ഓടണ്ടെന്നാ. നിങ്ങൾക്ക് വേണ്ടി പണ്ട് ഹാജറ ബീവി ഓടിക്കണമെന്നാ പറയില്ലേ. അതായത് ഹാജറ ബീവി ഈ വെള്ളം കിട്ടാതെ ഓടിയപ്പോൾ ഈ സ്ത്രീകളുണ്ടല്ലോ ബേജാറാകുമ്പോ ഒരു ചെപ്പങ്ങളൊക്കെ കുട്ടി അപ്പത്തെ കിണറ്റിന്റെ കരമെത്തിക്കണമെങ്കിൽ നിങ്ങളുടെ അടുക്കളയിലാണെങ്കിൽ നിങ്ങൾ ആ കിണറ്റിന്റെ അടുത്തേക്ക് ഓടുമ്പോ ബേജാറിൽ ഓടുന്ന രംഗണ്ട്. ഡ്രസ്സ് ഇങ്ങനെ പൊന്തിച്ചു കുടിച്ചിട്ട് ഓടുന്ന അത് ബേജാറിന്റെ അടയാളം. ഈ സ്ഥലത്തെത്തിയപ്പോ ഹാജറ ബീവി തന്റെ ഡ്രസ്സ് പൊക്കി പിടിച്ചിട്ട് ഓടിയുന്ന ബേജാറോടെ കുട്ടിയോട് ഒറ്റയ്ക്ക് കിടക്കുകയാണ്. കുടിക്കാൻ പാടില്ല, പല കുറുക്കന്മാർ വന്ന് കളിച്ചോണ്ട് പോകാറില്ല, ഒരു മനുഷ്യനോട് പറയാനില്ല. ആ ഉള്ളിലെ തീ കൊണ്ട് ഹാജറ ഓടിയ സ്ഥലമാണ്. ആ സ്ഥലത്ത് നമ്മൾ ആണുങ്ങൾ ഒന്ന് ഓടുക, പെണ്ണുങ്ങൾ നടന്നാൽ മതി. ഇനി ഓടാൻ കഴിയാത്ത ആണുങ്ങൾ ഓടിക്കാണ്ട് കാലം ഉൾക്കണ്ട, നടന്നെ പോയിക്കൊണ്ട് ഓടാൻ പറ്റുന്നവര് ഒന്ന് ഓടുക. ആ പച്ച വെളിച്ചം അവസാനിക്കുന്നവരെ. അത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ സാവധാനം നടക്കുക. ഈ സഈന്റെ പ്രത്യേകത, സഈന് ഉദു വേണ്ട, ചായയിൽ സംസാരിക്കാം, വെള്ളം കുടിക്കാം, വിശ്രമിക്കാം, അങ്ങനെയൊക്കെ നടക്കാനുള്ള ആവശ്യമായിട്ട് അങ്ങനെ നടക്കുക സൈൻ. അങ്ങനെ നമ്മൾ നടന്ന് മറുവയിലേക്ക് എത്താൻ ഒരു ചെറിയ കയറ്റം. ആ കയറ്റത്തിലെത്തുമ്പോ നേരത്തെ ഓതിയ ആയത്തുണ്ടല്ലോ, ഏത് ഇന്ന സഫാ വൽ മർവത, അത് ഓതുക. എന്നിട്ട് നമ്മള് മറുവയിലെത്തിയാലും അതേപോലെ സഫയിൽ ചെയ്ത പോലെ മറുവ ഇങ്ങനെ ചുറ്റി ഇറങ്ങുമ്പോ അവിടുന്ന് പടിഞ്ഞാറ് കിബിലയുടെ നേരെ തിരിഞ്ഞിട്ട് ചെറിയൊരു പ്രാർത്ഥന നേരത്തെ പറഞ്ഞ ലാംഗങ്ങളിൽ ചൊല്ലിയിട്ട് ആ ദിക്കുകൾ ചൊല്ലിയിട്ട് സഫയിൽ എന്തൊക്കെ ചെയ്തോ അത് മറുവയിലും ചെയ്യാം. എന്നിട്ട് നമ്മളിങ്ങനെ പതുക്കെ വീണ്ടും എങ്ങോട്ട് നടക്കുക? സഫയിലേക്ക് നടക്കുക. അപ്പൊ സഫയിൽ നിന്ന് മറുവയിലേക്ക് എത്തിയാൽ 1, മറുവയിൽ നിന്ന് വീണ്ടും നടന്ന് സഫയിലേക്ക് എത്തിയാൽ 2. ചില ആൾക്കാർ എല്ലാം പാടെ ഒന്നേറ്റ കൂട്ടുക, ഒരു നടന്നങ്ങോട്ട് കുഴങ്ങും. അത് വേണ്ട. ഒരു ഭാഗത്ത് നിന്ന് ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് നടന്നാൽ 1, അവിടുന്ന് ഇങ്ങോട്ട് നടന്നാൽ 2. അങ്ങനെ നടന്ന് 7ാമത്തെ റൗണ്ട് എവിടെ പൂർത്തിയാവുക അറിയും? അവിടെ പൂർത്തിയാവും. 1 ഇവിടെ, 2 അവിടെ, 3 ഇവിടെ, 4 അവിടെ, 5 ഇവിടെ. തെറ്റില്ലേ? 1 സഫയില്, 2 അല്ല
ഒന്നാണ് മറുവയിൽ അവസാനിക്കല്, ഒന്ന് മറുവയില്, 2 സഫ, അങ്ങനെ ആവുമ്പോ 7 മറുവയിൽ അവസാനിക്കും. മറുവയിൽ അവസാനിച്ചാലേ മറുവയിൽ നിന്ന് പുറത്ത് കടക്കാൻ കഴിയില്ല. ഇപ്പൊ നമ്മൾ മറുവയിൽ നിന്ന് പുറത്തേക്ക് ഒരു എക്സിറ്റ് ഉണ്ട്. ആ എക്സിറ്റിലൂടെ പുറത്ത് കടന്നാല് നമ്മൾ വേറൊരു പ്രദേശത്താ എത്താം. ഹറമിന്റെ വേറൊരു ഭാഗത്താ. നമ്മളെ റൂമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും നമ്മൾ ഇറങ്ങുമ്പോഴേ പറയും, നിങ്ങൾ സഴി കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ എത്തണം, നമ്മളിവിടെ ഉണ്ടാവും. അതായത് മറുവയിൽ നമ്മുടെ സഴി തീരുന്ന ഒരു പ്രദേശമുണ്ട്. അവിടെ ഇങ്ങനെ നിൽക്കാനൊന്നും പോലീസുകാർ അയക്കൂല. എന്നാലും തട്ടി തിരിഞ്ഞ് മാക്സിമം നമ്മുടെ തട്ടുള്ള പെണ്ണുങ്ങൾ അവിടെ ഇങ്ങനെ നിന്നാല് സഴി കഴിഞ്ഞ് വരുന്നവരൊക്കെ നമുക്ക് അവിടെ ഒരുമിച്ച് കൂട്ടാം. എന്നിട്ട് നമ്മൾ പതുക്കെ സഫയിലേക്ക് തന്നെ നടക്കുക. സൈയൊന്നല്ല, വെറുതെ സഫയിലേക്ക് നടക്കുക. സഫയിൽ ഒരു എക്സിറ്റ് പുറത്തേക്ക്. ആ എക്സിറ്റ് ആണ് നമുക്ക് പുറത്തിറങ്ങേണ്ട എക്സിറ്റ്. ഒരിക്കലും പള്ളിയിലേക്ക് തിരിച്ചു കയറരുത്. പള്ളിയിലേക്ക് തിരിച്ചു കയറിയാൽ നമ്മുടെ വഴികൾ ആകെ തെറ്റും. നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി, എക്സിറ്റ് വഴി പുറത്തേക്ക്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ മുന്നോട്ട് നടന്നാൽ നമ്മുടെ ഹറമിന്റെ മുറ്റത്തെത്തും. ക്ലോക്ക് ടവറിന്റെ ഒക്കെ മുമ്പിൽ ഒരു 3-ാം നമ്പർ ബാത്റൂം ഉണ്ട്. അതിന്റെ മുമ്പിൽ നമ്മൾ എത്തും. പിന്നെ നമുക്ക് റൂമിലേക്ക് പോകാം, മുടി വെട്ടാം, മുടി എടുക്കാം, കുളിക്കാം, എല്ലാ കാര്യവും നമുക്ക് ചെയ്യാം. നമ്മുടെ ഉംറയുടെ കർമ്മങ്ങൾ അവസാനിച്ചു. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തു നോക്കിയേ. നമ്മൾ ഫ്ലൈറ്റിൽ നിന്ന് ലബ്ബൈക്ക് അല്ലാഹുമ്മ ഉംറത്ത് എന്ന് പറഞ്ഞ് ഇഹ്റാം ചെയ്തിട്ട് പിന്നെ നമ്മൾ ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് തൽബിയത്ത് ചൊല്ലിയിട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് എയർപോർട്ടിൽ ഇറങ്ങി ബസ് കയറി ജിദ്ദയിലെത്തി, ഹോട്ടലിലെത്തി, ഭക്ഷണം കഴിച്ച് രാത്രി കിടന്നുറങ്ങി. രാവിലെ നമ്മൾ തൽബിയത്ത് ചൊല്ലിക്കൊണ്ട് ഹറമിലേക്ക് പുറപ്പെട്ട് ഹറമിലേക്ക് കയറി മത്താഫിലേക്ക് ഇറങ്ങി ഹജറുൽ അസ്വദിന്റെ മൂലയിൽ വന്ന് തവാഫ് തുടങ്ങി. 7 പ്രാവശ്യം തവാഫ് പൂർത്തിയാക്കി മഖാം ഇബ്രാഹിമിന്റെ പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിച്ച് പിന്നെ നമ്മൾ സഫ മർവ സഈ ചെയ്ത് നമ്മുടെ കർമ്മങ്ങൾ പൂർത്തിയായി ഉംറ. ഇനി നമ്മൾ ഇഹ്റാമിൽ നിന്ന് പുറത്ത് കടക്കണം. അതിനെന്താണ് റസൂൽ പറഞ്ഞ മാർഗം? പുരുഷന്മാർ മുടി വടിച്ചു കളയുക, അല്ലെങ്കിൽ തലയുടെ എല്ലാ ഭാഗത്തു നിന്നും മുടി വെട്ടുക. അവിടെ ചെന്നാൽ കാണുന്ന കുറുക്കു എന്നറിയാം. ഇവിടെ നേരം വിട്ട്, ഇവിടെ നേരം വിട്ട്, ഇവിടെ നേരം വിട്ട്. റസൂലുള്ള പഠിപ്പിക്കാത്ത മാർഗമാണ്. അത് എവിടുന്ന കയറിയൊന്നും ആൾക്കും അറിയില്ല. റസൂലുള്ള ഒന്ന് മുടി വെട്ടുക. മുടി വെട്ടുക പറഞ്ഞാൽ നമ്മൾ ബാർബർ ഷോപ്പിൽ മുടി വെട്ടുക അർത്ഥം എന്താ? മുടിയുടെ തലന്റെ എല്ലാ ഭാഗവും വെട്ടല്ലേ? അങ്ങനെ വെട്ടാം, അല്ലെങ്കിൽ വടിക്കാം. വടിക്കൽ പുണ്യം. റസൂലുള്ള പറഞ്ഞു, അല്ലാഹുവേ മുടി വടിച്ചു കളഞ്ഞവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ. എല്ലാവരും ആമീൻ പറഞ്ഞപ്പോ ഒരാള് റസൂലേ വെട്ടിയോർക്കും. റസൂല് മുണ്ടില്ല. പിന്നെ പ്രാർത്ഥിച്ച്, അല്ലാഹുവേ മുടി വടിച്ചു കളഞ്ഞവർക്ക് നീ ബർക്കത്ത് ചെയ്യണേ. അപ്പോൾ ഇയാൾ പറഞ്ഞു വെട്ടിയോർക്കും. അപ്പൊ റസൂല് പറഞ്ഞു, അല്ലാഹുവേ വെട്ടിയോർക്കും. ഒരു ചെറിയ കഷ്ടം. ബാക്കി പ്രാർത്ഥനക്ക്. അപ്പം ചില പെണ്ണുങ്ങൾ പറയും, പക്ഷെ അജ്ജനൊക്കെ പോയിക്കൊണ്ടി മുടി മുട്ടടിച്ചാൻ പാടില്ല കേട്ടോ. മകനെ അർത്ഥ ഇബ്രാഹിം നബിന്റെ ജീവിതത്തിലേക്ക് പോയിട്ട് ഒരു മുടി വടിച്ചാൽ മാത്രം ഈമാൻ നമുക്കില്ലെങ്കിൽ എന്തിനാ അജ്ജനോട് അല്ലേ? അപ്പൊ അതൊക്കെ ആ ജാതി പരിപാടിയൊക്കെ തീർത്ത് പറയാം. മുടി ശരിക്ക് വെട്ടിക്ക്. ഇനിയിപ്പോ ഒരാൾ വിചാരിക്കുകയാണ് ഞാൻ ഇപ്പം മുടി ചെറുതാക്കി വെട്ടുകയാണ്, കാരണം ഇപ്പം മുടി വെട്ടി വടിച്ചാല് പിന്നെ അജ്ജാവുമ്പോ മുടി കളയും. നമുക്ക് അജ്ജാവുമ്പോൾ മുടി വരാൻ സമയം കിട്ടോ, 10-15 ദിവസമല്ലേ, അപ്പോഴൊക്കെ മുടി വരും. അത്ര 8-ാം തീയതി പോകണമെങ്കിൽ അത്ര സമയം കിട്ടും. അപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് ഞാനിപ്പോൾ അത് ചെറുതാക്കി വെട്ടുക, ഞാൻ പിന്നെ ആ സമയത്ത് വടിച്ചോളാം എന്ന് വിചാരിച്ചാൽ അത് തെറ്റല്ല. തെറ്റല്ല എന്നല്ല, അങ്ങനെ ചെയ്യാം എന്ന് പണ്ഡിതന്മാർ പറഞ്ഞു. ഒരു കുഴപ്പമില്ല, അച്ഛന് പിന്നെ പഠിച്ചാൽ മതി. അത് ബാർബർമാർക്ക് ലാഭേക്കാത്ത നമുക്ക് എന്തായാലും പണി നടക്കും. 10 റിയാൽ എന്തായാലും മുടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും 10 റിയാൽ കൊടുക്കും. അപ്പൊ നമ്മൾ ഇന്ന് കൊടുക്കാം, ഒരു പഠിച്ചോളൂ, ഒരു സന്തോഷമാണ് കാണും. കാരണം ഒന്നും ഉണ്ടാവില്ല, വെറുതെ വെട്ടി ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ 2 സമയത്തും പഠിക്കൽ പുണ്യം. ഞാൻ ഒരു സമയത്ത് ഞാൻ വെട്ടിയിട്ട് അടുത്ത് ചില ആൾക്കാർ തോന്നുന്നു അങ്ങനെ എനിക്ക് മുടി വരാൻ പ്രയാസം. അജ്ജിന്റെ സമയത്ത് മുടി കളയുമ്പോൾ എനിക്ക് മുടി ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പം പഠിക്കുന്നില്ല, ഇപ്പം വെട്ടിക്കോളാം, ഞാൻ അപ്പം പഠിച്ചോളാം തീരുമാനിച്ചാലൊക്കെ ഹജ്ജിന് എന്തായാലും നമ്മൾ മുടി കളഞ്ഞിരിക്കണം. അവിടെ പിന്നെ ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ ആ മുടി പഴയതുപോലെ ഒരാൾ വെച്ചാൽ അയാൾക്ക് അവല് റസൂലൊക്കെ. ഇനി ഒരാൾക്ക് തലയിൽ മുണ്ടുണ്ട്, ചില ആൾക്കാർക്ക് തലയിൽ ചില തൊലിയൊക്കെ പൊളിഞ്ഞു പോലെ അസുഖങ്ങൾ, വൃത്തികേട്, അങ്ങനത്തെ ആൾക്കാർക്ക് നബി അനുവാദം കൊടുത്തു. പിന്നെ മുടി വെട്ടി മുടി വളർത്താൻ, അല്ലെങ്കിൽ മുടി കളയാൻ. അജ്ജിനെങ്കിലും ആ മുടി കളയട്ടെ അല്ലെ? നമ്മൾ അള്ളാഹ്ക്ക് പടച്ചോല്ലേ നീ എന്റെ മകനെ അറുക്കണം എന്ന് പറഞ്ഞപ്പോ അർത്തോളാന്ന് പറഞ്ഞ ഇബ്രാഹിം നബിന്റെ മില്ലത്താണ് നമ്മൾ. അവിടെ നമുക്കൊരു മുടി അല്ലെ, ആ മുടി കളയാം. അപ്പൊ നമ്മള് ഇഹ്റാമിന്റെ രൂപം, ഉംറയുടെ രൂപം പഠിച്ചു. ഇനി ഹജ്ജിന്റെ രൂപം പഠിക്കാൻ ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാനത് ഇപ്പൊ സമയത്ത് എന്റെ വർക്ക് ചെയ്യുന്നു. 40 മുക്കാലിന് അവസാനിപ്പിക്കണം, 5 മിനിറ്റ്. ഇനി നമുക്ക് ഹജ്ജായിട്ട് നമുക്ക് ചെയ്യണം തരങ്ങള്. എന്നിട്ട് നമ്മൾ ഈ ഇഹ്റാമിൽ നിന്ന് തഹല്ലുലായി മുടി വെട്ടി. സ്ത്രീകള് ഏറ്റവും നല്ലത് അവിടെ ആൾക്കാർ വെട്ടരുത്, റൂമിൽ പോയിട്ട് വെട്ടുക. വെട്ടുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയാം?
അവനവൻ്റെത് ആദ്യം ഇപ്പൊ ഞാൻ എന്റെ മുടി ആദ്യം മുറിച്ചിട്ട് ഞാൻ വേറൊരാൾക്ക് മുറിച്ചെടുക്കാൻ പാടുള്ളൂ. കാരണം എന്റെ മുടി മുറിച്ചാലേ ഞാൻ തഹല്ലുലാവുള്ളൂ. ഞാൻ തഹല്ലുലാവാതെ വേറൊരാളെ മുടി ഞാൻ മുറിച്ചു കൊടുക്കാൻ പാടുണ്ടല്ലോ അല്ലേ? നമ്മൾ ഇഹ്റാമിലായിരിക്കാൻ മുടി മുറിക്കാൻ പാടില്ല എന്നല്ലേ പ്രത്യേകിച്ച് നിബന്ധനയല്ലേ? അപ്പൊ എന്റെ മുടി ഞാൻ ആദ്യം മുറിക്കണം, എന്നിട്ട് ഞാൻ വേറൊരാളെ സഹായിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഏതെങ്കിലും റൂമത്തെ ഒരാള്, കഴിവുള്ള ഒരാള് അവനാന്റെ മുടി ഇങ്ങനെ പിടിച്ചിട്ട് അതിന്റെ തലക്കുന്ന ദേശം വെട്ടിക്കാണ്ട് ആ വേസ്റ്റ് കണ്ടിട്ടാൽ കഴിഞ്ഞ് തഹല്ലുലേ. പിന്നെ ബാക്കിയുള്ളത് വേണമെങ്കിൽ വെട്ടി കൊടുക്കാം, കഴിഞ്ഞ് പിന്നെ ഫ്രീ ആയി. പിന്നെ കുളിച്ച് സാധാ ഡ്രസ്സൊക്കെ ഇട്ട് നമ്മൾ ഹാപ്പിയായി പഴയ ആ നല്ല നമ്മുടെ മുമ്പത്തെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. ആണുങ്ങള് ബാർബർ ഷോപ്പ് പോവുക, 10 റിയാൽ കൊടുക്കുക, തർക്കിച്ചാൽ 7 റിയാലും കിട്ടും. ചിലപ്പോൾ ബംഗാളി 5 റിയാൽ തരും, ചിലപ്പോൾ അപ്പത്തെ 2 റിയാൽ തരാന്ന് പറയും. ആ ബ്ലേഡൊക്കെ ആദ്യമിന്റെ കാലത്ത് പഠിച്ചിറങ്ങിയ ബ്ലേഡേ കാണും. അപ്പൊ അതിന് തല വെച്ച് കൊടുക്കണ്ട, 10 റിയാലല്ലേ, നല്ല മാന്യമായിട്ട് ഷാമ്പൂ ഒക്കെ തെറ്റി ഉഷാറായിട്ട് നല്ല തണുപ്പിൽ ഇങ്ങനെ മുടിയെ കളഞ്ഞ് കണ്ട് പോരാ. എന്നിട്ട് റൂമിലെത്തി കുളിച്ച് സാധാ ഡ്രസ്സൊക്കെ ഇട്ട് പിന്നെ നമ്മുടെ ഹജ്ജിന്റെ സമയമാകും വരെ ഹറമിലേക്ക് പോയി ജമാഅത്ത് നിസ്കരിച്ച് ഖുർആൻ ഓതി ഈത്തികാഫ് ഇരുന്ന് നോമ്പ് നോറ്റ് പരമാവധി പുണ്യം നമ്മൾ നേടുക. 15 ദിവസം ഹജ്ജിന്റെ ദിവസം ദുൽഹജ്ജ് 8 അന്ന് നമ്മൾ രാവിലെ കുളിച്ചിട്ട് വീണ്ടും നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന്, നേരത്തെ നമ്മൾ വീട്ടിൽ നിന്ന് കുളിച്ചില്ലേ, അതേപോലെ കുളിച്ചിട്ട് ഡ്രസ്സൊക്കെ മാറിയിട്ട് ഇഹ്റാമിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് നമ്മൾ താമസിക്കുന്ന റൂമിൽ നിന്ന് ലബ്ബൈക അല്ലാഹുമ്മ ഹജ്ജൻ എന്ന ആ ഹജ്ജിന് വേണ്ടിയുള്ള ഇഹ്റാമിൽ പ്രവേശിക്കുക. എന്നിട്ട് നമ്മൾ അനുവദിക്കുന്ന സമയത്ത് നമ്മുടെ ബസ് വരും, ആ ബസ്സിൽ മീനായിൽ എത്തുക. ദുൽഹജ്ജ് 8 ആ ദിവസത്തിന് പറയുന്ന പേരെന്താണ്? യൗമുത്തർവിയ എന്നാ പറയാ. യൗമുത്തർവിയ റെഡിയാകുന്ന ദിവസം എന്നാ. അതിലേക്ക് നമ്മൾ അന്ന് മീനായിലേക്ക് പോയില്ലെങ്കിൽ നമ്മുടെ ഹജ്ജിനൊരു കുഴപ്പമില്ല. ദുൽഹജ്ജ് 8 മീനായിലേക്ക് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ഹജ്ജിനൊരു കുഴപ്പമില്ല. 9 അവിടെ എത്തിയാൽ മതി, അറഫയിൽ എത്തിയാൽ മതി. പക്ഷെ നമ്മൾ പ്രവാചകന്റെ ചര്യയെ പിൻപറ്റുന്നവരായതുകൊണ്ട് ആ സുന്നത്ത് കിട്ടാൻ വേണ്ടി നമ്മൾ ആ ദിവസം മീനായിലെത്താം. ഉച്ചക്ക് മുമ്പേ മീനായിലെത്തും. ഉച്ചക്ക് പിന്നെ നമ്മൾ ചെയ്യാറുള്ളത് അവിടെ 2 റക്അത്ത്, ളുഹ്ർ ബാങ്കും ഇഖാമത്തും 2 റക്അത്ത്, അസർ 2 റക്അത്ത്, മഗ്രിബ് 3 റക്അത്ത്, ഇശ 4 റക്അത്ത്, സുബൈ 2 റക്അത്ത്. ഓരോ നിസ്കാരം അതാതിന്റെ സമയത്ത് നിസ്കരിക്കണം, സമയം കൂട്ടാൻ പാടില്ല, അതാത് സമയത്ത് നിസ്കരിക്കും. പക്ഷെ 4 റക്അത്ത് നിസ്കാരം ചില ആൾക്കാർ അവരോട് ഒഴിഞ്ഞിരിക്കല്ലേ, ഇഷ്ടംപോലെ സമയമല്ലേ, 4 റക്അത്ത് നിസ്കരിച്ചൂടെ? വേണ്ട, റസൂലുള്ളാഹി നിസ്കരിച്ചത് 2. പിന്നെ ഖുർആനൊക്കെ ഓതി പ്രാർത്ഥിച്ചൊക്കെ അവിടെ ഇരിക്കുക. അത് ദുൽഹജ്ജ് 8 കഴിഞ്ഞ് പിറ്റേന്ന് ദുൽഹജ്ജ് 9. അതാണ് യൗമു അറഫ, ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം. അൽ ഹജ്ജു അറഫ, ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫയാണ് എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ദിവസമാണ്. അപ്പൊ അറഫ ദിവസത്തിൽ നമ്മൾ എന്ത് ചെയ്യുക? അറഫ ദിവസം നമ്മൾ രാവിലെ തന്നെ ഉച്ചയ്ക്ക് അറഫ ദിവസത്തിന്റെ പ്രാധാന്യം തുടങ്ങുന്നതേ ളുഹറിന് ശേഷം. ളുഹറിന്റെ മുമ്പ് വരെ അറഫ സാധാരണ ഒരു നാടാണ്. റസൂലുള്ളാഹി അറഫയിൽ രാവിലെ പോയിട്ട് ളുഹർ വരെ അറഫന്റെ പുറത്തൊരു സ്ഥലത്ത് ഇരുന്നിക്കാം. ളുഹർ നിസ്കരിച്ചിട്ട് അറഫയിലേക്ക് പ്രവേശിച്ചു. പക്ഷെ നമുക്ക് ഈ സമയം നടക്കൂല. കാരണം ഈ ഗവൺമെന്റുകൾ നിശ്ചയിക്കുന്ന സമയങ്ങള്, ഈ തിരക്കുകള്, ബസ്സുകളുടെ ലഭ്യത, ഇതിനൊക്കെ ആശ്രയിച്ച് നമുക്കൊരു സമയം തരും, ഇന്ന സമയത്ത് പോകണം. ചിലപ്പോൾ തലേന്ന് രാത്രിയൊക്കെ പോകും. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തലേന്ന് രാത്രി പോയത്. എപ്പോഴാണോ ബസ് വരും, നമ്മളെ ബസ് വരും, ആ ബസ് വരുമ്പോൾ നമ്മൾ പോവാം. അങ്ങനെ നമ്മൾ അറഫയിൽ എത്തിയാൽ 10 ചെയ്യാലോ ഉച്ച വരെ സാധാരണ പോലെ ഒരാളായിട്ട് അറഫയിൽ കടന്നുറങ്ങേ നിസ്കരിക്കേ ഖുർആൻ ഓതൊക്കെ ചെയ്ത് അവിടെ പ്രത്യേകിച്ച് അറഫക്ക് പുണ്യൊന്നുമില്ല. ളുഹറിന്റെ തൊട്ട് മുമ്പായിട്ട് നെമിറ പള്ളിയിൽ നിന്ന് ഒരു പ്രസംഗം ഉണ്ടാവും. സൗദി ഗവൺമെന്റ് നിശ്ചയിക്കുന്ന ഒരു പണ്ഡിതൻ. ആ പ്രസംഗത്തിന്റെ മലയാള പരിഭാഷ നമ്മുടെ ടെന്റുകളിലൊക്കെ കിട്ടും. ആ പരിഭാഷ കഴിഞ്ഞാൽ നമ്മൾ ളുഹറും അസറും വേഗം നിസ്കരിക്കുക. ഒരു ബാങ്ക് കൊടുക്കുക, ഇക്കാമത്ത് കൊടുക്കുക, ളുഹർ 2 റക്അത്ത്, എന്നിട്ട് ഇക്കാമത്ത് കൊടുക്കുക, അസർ 2 റക്അത്ത്, സംഘമായിട്ട് ജമാഅത്തായിട്ട് നമ്മുടെ ടെന്റിൽ കിട്ടുന്ന ആൾക്കാരെ കൊണ്ട് നമ്മൾ നിസ്കരിക്കാം. അങ്ങനെ നിസ്കരിച്ചു കഴിഞ്ഞാൽ എന്തായിരുന്നു അപ്പോൾ എന്തായിരുന്നത്? എപ്പോഴാണ് നമ്മുടെ ക്ലാസ് ഒരു മിസ്സാവും ഞാൻ ഈ പറയുന്ന സമയത്ത്. പിന്നെ ശരിക്കും ഒരു 3 മണി വരെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ അവസാനം 5 മിനിറ്റ് നിർത്തി തരാം. അപ്പോ ഈ അറഫയിൽ എത്തിക്കഴിഞ്ഞാല് ളുഹറും അസറും ജമ്മും ഖസറുമായിട്ട് നമ്മൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പ്രാർത്ഥനയാണ്. നമ്മൾ ഹജ്ജിന് പോയത് തന്നെ അറഫക്ക് വേണ്ടിയാണ്. അന്നത്തെ ദിവസം അറഫയിൽ വെച്ചുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും അമൂല്യം. അള്ളാഹുവിന്റെ റസൂലും അള്ളാഹു അതാ പഠിപ്പിച്ചേ. അറഫയിലെ പ്രാർത്ഥന അത്രയും പ്രാധാന്യമുള്ള ഒരു പ്രാർത്ഥന ലോകത്ത് വേറില്ലാണ്. അപ്പൊ അതുകൊണ്ടാണ് ളുഹറും അസറും വേഗം നിസ്കരിക്കാൻ പറഞ്ഞത്. എന്നിട്ട് ചോറ് കിട്ടും. ആ ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യാം? ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ദുആ ചെയ്യാനിരിക്കുക. വേറെ ഒന്നും നോക്കണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും നോക്കണ്ട. ഖിബലന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞിരിക്കുക. എന്നിട്ട് അങ്ങോട്ട് പ്രാർത്ഥിക്കുക, കൈ ഉയർത്തി പ്രാർത്ഥിക്കുക. നല്ല വെയിലേക്കാരം.
ചിലപ്പോ AC അടിച്ചു വാച്ചത് വെയിലേക്കാണ്. എന്നാലും നമ്മൾ വേറെ ഒന്നും നോക്കണ്ട, ഒരു ദിവസമല്ലേ പ്രാർത്ഥിച്ച് ഒരു അസറക്കായി കഴിയുമ്പോൾ വെയിലൊക്കെ ഒന്ന് പതുക്കെ ചാഞ്ഞു തുടങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ഒരു മുസല്ല ഒരു വിരിപ്പുണ്ടാവും. അറഫീഖ് പിന്നെ അപ്പ പറഞ്ഞു കേട്ടോ, ഇത് അപ്പ പറയേണ്ട കാര്യമാണ്. നിങ്ങൾ അജ്ജനാസിന് പോയിട്ട് അജ്ജനെ പറ്റി ഒന്നും പറഞ്ഞില്ല, ഉംറയെ പറഞ്ഞോളൂ എന്ന് പറയാതൊക്കെ വേണ്ടിയ ഒരു മുസല്ല ഉണ്ടാവും. ആ മുസല്ലയും കൊണ്ട് ഏതെങ്കിലും പുറത്ത് ടെന്റിന്റെ ദൂരെ പോകാതെ പുറത്തിറങ്ങിയിട്ട് ഒരു മരത്തിന്റെ ചോട്ടിലോ ഒരു തണുപ്പത്തോ ഒക്കെ അത് വിരിച്ചിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കാൻ, ഇരുന്ന് പ്രാർത്ഥിക്കാം, നിന്ന് പ്രാർത്ഥിക്കാം, കിടന്ന് പ്രാർത്ഥിക്കാം, കരഞ്ഞ് പ്രാർത്ഥിക്കാം. കൂട്ടത്തിൽ നിന്ന് ഒറ്റക്ക് പോകാൻ പറഞ്ഞാലോ കരയാനൊക്കെ മടിയേക്കാരം. അഥവാ മാപ്പിള പെങ്ങളൊക്കെ പെണ്ണുങ്ങളൊക്കെ ഒപ്പം പോയിട്ട് പെണ്ണുങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കും. മാപ്പിളൊക്കെ തോന്നും ഔ അതിന് മാത്രം എന്തോ ചെയ്തിട്ട് പെരുക്കളവാ ഞാൻ കാട്ടിത്തരാന്നൊക്കെ പറയും. അപ്പൊ അതൊന്നും വേണ്ട, നമ്മൾ ഒറ്റക്ക് പോയിട്ട് ഒരാളെ റസൂലുള്ള കരഞ്ഞിട്ടേ, ജീവിതത്തിൽ ഒരു തെറ്റും ചെയ്യാത്ത റസൂല് കരഞ്ഞിട്ട് കണ്ണീരൊലിച്ചിട്ട് റസൂലുള്ളാന്റെ തിക്കായ താടി ഉണ്ടല്ലോ, ആ താടി ഇങ്ങനെ പൊതിർന്നു എന്നാ പറഞ്ഞേ. ഒരു തെറ്റ് ചെയ്യാത്ത റസൂല്. നമ്മുടെ കഥ എന്താ? അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ സകല തെറ്റിന്റെ ഭാണ്ഡക്കെട്ടും അറഫയിൽ വലിച്ചെറിഞ്ഞിട്ട് വേണം നമുക്ക് മുസ്ദലിഫയ്ക്ക് പോകാൻ. അതുകൊണ്ട് അറഫയിൽ സൂര്യാസ്തമയം വരെ തേങ്ങി കരഞ്ഞ്, അറഫയിൽ കരയാൻ കഴിഞ്ഞില്ലേ ഓന്റെ കാര്യം കഷ്ടങ്ങൾ, ഓന്റെ ജീവിതം പിന്നെ വലിയ പ്രശ്നം. അതുകൊണ്ട് അറഫയിൽ കരഞ്ഞോണം, കരഞ്ഞ് പ്രാർത്ഥിക്കുക. അറഫ ഏതുവരെ? സൂര്യാസ്തമയം വരെ, മഗ്രിബ് വരെ. സൂര്യാസ്തമയമായാൽ മഗ്രിബായാൽ പിന്നെ അറഫ വിട്ടോളണം, അറഫയിൽ നിൽക്കാൻ പാടില്ല. വണ്ടി കാത്ത് നിൽക്കല്ലാതെ പിന്നെ അറഫയിൽ വെറുതെ നിൽക്കാൻ പാടില്ല. വേഗം പോയിക്കൊള്ളണം, ബസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. കാരണം മഗ്രിബ് അവിടെ നിസ്കരിക്കാൻ പാടില്ല. മഗ്രിബ് യശി നിസ്കരിക്കേണ്ട തൊട്ടടുത്ത സ്ഥലത്ത് എവിടെത്തണം? മുസ്ദലിഫ. അറഫയിൽ നിന്ന് 5 കിലോമീറ്റർ ഉള്ള മുസ്ദലിഫയ്ക്ക്. പക്ഷെ ഈ ബസ്സിന്റെ തിരക്കിന്റെ റോഡ് കൂടെ ഒരു ബസ്സിൽ മാക്സിമം എത്ര ആളുണ്ടാവുക? 50 ആളല്ലേ. ആ 50 ബസ്, ഈ 25 ലക്ഷത്തിന് നിങ്ങൾ വെറുതെ 50 കൊണ്ട് അരിച്ചു നോക്കേണ്ടി എത്ര ബസ് ഉണ്ടാവും? 10,000. ഈ ബസ് ഇഷ്ടംപോലെ റോഡുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരേ ടൈമിൽ ഈ ബസ്സുകൾ വരുമ്പോഴേ റോഡങ്ങോട്ട് ജാമോ. നടന്നു പോണ ആൾക്കാർ ഒരു മണിക്കൂറിൽ എത്തും. പക്ഷെ ബസ്സിൽ പോണ ആൾക്കാർ 3, 4, 5 മണിക്കൂർ കഴിഞ്ഞ് എത്താം. നടക്കാൻ ആരും വേണമെങ്കിൽ നടക്കാം, പക്ഷെ നമ്മളത് നടക്കൂല, നമ്മൾ ബസ് തന്നെ പോകുള്ളൂ. അപ്പൊ നമ്മളെ ബസ് കയറിയിട്ട് ഇൻഷാ അല്ലാഹ് മുസ്ദലിഫിലേക്ക് എത്തും. ഒരു 9-10 മണിയോട് കൂടി നമ്മൾ മുസ്ദലിഫിൽ എത്തും. എത്തിക്കഴിഞ്ഞാൽ ഉടനെ നമ്മൾ നോക്കേണ്ടത് ഒരു ബാത്റൂമിന്റെ സാമീപ്യമുള്ള സ്ഥലം കണ്ടുപിടിക്കാം. മുസ്ദലിഫിന്റെ പ്രത്യേകത എന്താണ്? വീടില്ല, ടെന്റില്ല, മേൽക്കൂരല്ല, ഒന്നുമില്ല. തലക്ക് മീതെ ശൂന്യാകാശം, താഴെ മരുഭൂമി. അറിയാൻ മുസ്ദലിഫില്ല എവിടെങ്കിലും നിലത്ത് വിരിച്ചു കാണാൻ കിടക്കും. ഇപ്പൊ സൗദി ഗവൺമെന്റ് ചോന്ന ചില കാർപ്പറ്റ് ചില ഭാഗത്ത്, അത് ചില ആൾക്കാർ മഹാബുദ്ധിഗമ്യ ഈ എന്ത് വെച്ചാല് ഈ കാർപ്പറ്റ് എല്ലാവർക്കും കിടക്കാനാ. ചില ആൾക്കാർ നാത്ത് ചെന്ന ആൾക്കാരെ ഒരു കാർപ്പറ്റിൽ ബലങ്ങനെ കിടക്കും, വേറെ കാർപ്പറ്റ് മടക്കിയാണോ അവന്റെ തലക്കിണിയാക്കും, മറ്റേ കാർപ്പറ്റ് അവന്റെ പുതപ്പാക്കും. എന്നിട്ട് ഇങ്ങനെ കിടക്കണം. നമ്മൾ ചെന്നുകാണ്ട് ഈ വെറും കല്ലിൽ അന്തം വിട്ട് അതൊക്കെ വലിച്ചുകൊണ്ട് പോകാം, അവരുടെ തലക്കിണേക്കാൾ കൊണ്ടുപോകാം. കാരണം അത് എല്ലാവർക്കും വേണ്ടി കാണും. അപ്പൊ നമുക്ക് കിട്ടിയ സ്ഥലത്ത് ഒരു വിരിപ്പ് വിരിച്ചിട്ട് എല്ലാവരും കൂടി അവിടെ ഇരിക്കുക. അതൊരു വേഗം പോയിട്ട് ഒന്നു കൊടുക്കുക. ഒന്നെടുത്ത് വന്നിട്ട് ആദ്യം വേഗം എന്ത് വേണം? ബാങ്ക് കൊടുക്കണം, ഇക്കാമത്ത് കൊടുക്കണം, മഗ്‌രിബ് നിസ്കരിക്കണം. എന്നിട്ട് ഒരു ബാങ്ക് ഒരു ഇക്കാമത്ത് കൊടുക്കുക, യശ 2 റക്അത്ത് നിസ്കരിക്കുക. എന്നിട്ട് കുറച്ചു നേരം ഷോർട്ടായിട്ട് കുറച്ചു നേരം പ്രാർത്ഥിക്കാം. എന്നിട്ട് വേഗം എന്ത് ചെയ്യാം? കടന്നുറങ്ങാം. മുസ്ദലിഫയിലെ കർമ്മം എന്താണ്? മുസ്ദലിഫയിൽ രാപ്പാർക്കൽ പറഞ്ഞാൽ ഉറങ്ങാന്ന. അത് ചില ആൾക്കാർ പറയും ഇന്നൊന്നും ഉറങ്ങാൻ പാടില്ല, നേരം വെളുക്കോളം നിസ്കരിക്കാം. അന്ന് അവിടെ നിസ്കാരമില്ല, അവിടെ പ്രാർത്ഥിച്ചിരിക്കണ്ട, ഖുർആൻ ഓതണ്ട. അള്ളാഹുവിനെ ഏറ്റവും സൂക്ഷിച്ച റസൂല് മുസ്ദലിഫിൽ എന്താ ചെയ്ത്? ഉറങ്ങിയൊക്കെയാണ്. ചില ആൾക്കാർ പറയും ഇവിടെ ഒന്ന് ഉറങ്ങൽ പെരി പോയിട്ടല്ലേ, ഇവിടെ നിസ്കരിച്ചൂടെ? അവിടെ നിസ്കാരമില്ല, അവിടെ ഉറങ്ങലാ പുണ്യം. അപ്പൊ നമ്മൾ പുറപ്പില്ലാതെ തലക്കണില്ലാതെ വെറും നിലത്ത് തലക്കണിയൊന്നും വേണ്ട, കടന്നത് ഓർമ്മ ഉണ്ടാവും. സുബൈക്ക് കൊട്ടിയാലെ നീച്ചു. കാരണം നമ്മൾ എന്ന് തുടങ്ങിയ യാത്രകൾ അത്യാവശ്യം നന്നായി കഴിഞ്ഞേക്കും. ആരൊരു ഉറക്ക് ഗുളിക കഴിച്ച് ഉറങ്ങുന്ന ആൾക്കാർ വരെ മുസ്ദലിഫിൽ വെറുതെ ഉറങ്ങിയിരിക്കും. നമ്മൾ എത്തിയപ്പോൾ നീച്ചുമ്പോൾ അവിടെ ബംഗാളി ഉണ്ടാവും, പത്ത് ചിലപ്പോൾ ആഫ്രിക്കക്കാരുണ്ടാവും, അപ്പുറത്തെ ഒരു പെണ്ണയിക്കാരം, പത്ത് ആണയിക്കാരം. കാരണം ഗ്യാപ്പിൽ വന്ന് ഇങ്ങനെ കിടക്കുവാണ്. ഈ 30 ലക്ഷം ആൾക്കാർക്ക് അവിടെ കിടക്കണ്ടേ? നമ്മൾ നേരത്തെ വന്ന് വിശാലമായിട്ടേക്കാരം കിടന്നില്ല. 30 സെന്റിൽ ഓരോരുത്തരേക്കാരം. നേരം വെളുക്കുമ്പോഴുണ്ടല്ലോ മത്തി അടിക്കമാർക്ക് കടന്നപ്പോൾ ഒന്നും വിചാരിക്കേണ്ട. രാവിലെ കുറച്ച് നേരത്തെ എണീക്കുക, നമ്മൾ പോയിട്ട് ഒതു എടുക്കുക. തഹജ്ജുദ് ഏത് യാത്രയിലും ഒഴിവാക്കാണ്ടാത്ത നിസ്കാരം തഹജ്ജുദ് നിസ്കരിക്കുക, സുബൈ നിസ്കരിക്കുക. സുബൈ നിസ്കരിച്ചു കഴിഞ്ഞാൽ റസൂല് കുറച്ചു നേരം ഖിബലക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഇരുന്ന് സൂര്യോദയത്തിന്റെ തൊട്ട് മുമ്പ് വരെ നമ്മളിങ്ങനെ ശരിക്കും പ്രാർത്ഥിക്കാം. അവിടുന്ന് ഒരു 7 കല്ലും കൊടുക്കാം, ജംറിൽ അറിയാം. ഇതൊക്കെ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട്, സമയമുണ്ട്, ഇന്ന് പറഞ്ഞു പോവുക. എന്നിട്ട് നമ്മൾ സൂര്യോദയം മുമ്പേ നമ്മൾ നടത്തുന്നുള്ളൂ എവിടേക്ക്? മിനയിലേക്ക്. അന്നേരം ദിവസം ദുൽഹജ്ജ് 10. ദുൽഹജ്ജ് 10ന്റെ പ്രത്യേകത എന്താണ്? പെരുന്നാളാണ്. മാത്രമല്ല ഹജ്ജില് ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ ചെയ്യേണ്ട ദിവസം ദുൽഹജ്ജ് 10. അതുകൊണ്ടാണ് തലേ രാത്രി ഇവിടെ ഉറങ്ങിയത്. പിറ്റേന്ന് നേരം വെളുക്കുന്നത് ദുൽഹജ്ജ് 10ലേക്കാണ്.
ആ ദുൽഹജ്ജ് 10 നമ്മള് മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് നടക്കന്നെ വേണം. ഒരു മാർഗമല്ല. കഴിഞ്ഞ കുറി ഒരാള് അതെ ഓട്ടോറിക്ഷ കിട്ടുമോ, വണ്ടി കിട്ടുമോ, ടാക്സി കിട്ടുമോ, എത്രയും കൊടുക്കാം, ഒന്നും കിട്ടില്ല. അന്ന് ജനലക്ഷങ്ങൾ നടക്കനെ ഒരുപാട് നടക്കാന്നല്ലേ, ഒരു 2-2.5 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ, ഏറിയ 3 കിലോമീറ്റർ. നമ്മളെ ജംറയുടെ ആ അകലം വെച്ച് വേണ്ടിക്കാം ഒരു 3 കിലോമീറ്റർ നടന്നാല് മീനന്റെ ഉള്ളിൽ നമ്മൾ. അപ്പൊ നമ്മള് മീനയിലേക്ക് നടക്കുക. നടന്നാൽ നമ്മളെ നടത്തം നേരെ ദുൽഹജ്ജ് 10 അന്ന് ഹജ്ജിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 കർമ്മങ്ങൾ ചെയ്യേണ്ടത് അന്നാണ്. ഒന്ന്, ജംറയിൽ കല്ലെറിയണം. 2, ബലി അറുക്കണം. 3, മുടി കളയണം. 4, ഹജ്ജിന്റെ തവാഫ് ഉണ്ട്. നമ്മൾ നേരത്തെ ചെയ്തത് എന്തിന്റെ തവാഫാ? ഉംറന്റെ. ഹജ്ജിന്റെ തവാഫ് ചെയ്യണം. 5, ഹജ്ജിന്റെ സഅയ് ചെയ്യണം. ഈ 5 കാര്യങ്ങൾ അന്ന് ചെയ്യേണ്ടതാണ് ദുൽഹജ്ജ് 10. അതില് 2 കാര്യങ്ങളുടെ വിഷയത്തിൽ റസൂലുള്ളാഹി ഇസ്ലാം നമുക്ക് ഇളവ് തന്നു. ഈ തവാഫും സഅയും അന്ന് തന്നെ ചെയ്യണമെന്നില്ല. അത് പിന്നെ നമ്മൾ മക്കത്തുനിന്ന് എന്നാണോ തിരിച്ചു പോരുന്നത് അതിന്റെ ഇടക്ക് സൗകര്യമുള്ള ഏത് സമയത്തും ചെയ്യാം, സൗകര്യം പോലെ ചെയ്യാം. പക്ഷെ ബാക്കിയുള്ള 3 അങ്ങനെ ചെയ്യണം. അതായത് ആദ്യം നമ്മൾ നേരെ ചിലപ്പോൾ ഈ മിനയിലേക്ക് മുസ്ദലിഫയിൽ നിന്ന് മിനയിലേക്ക് വരുമ്പോഴേ ആദ്യമൊക്കെ നമ്മുടെ ടെന്റിൽ വന്ന് സാധനക്കട വെച്ച് ചായയും വെള്ളമൊക്കെ കുടിച്ചിട്ട് ആക്കം പോലെ എറിയാൻ പോലെ. പക്ഷെ കഴിഞ്ഞ വർഷമൊക്കെ ടെന്റിലേക്ക് കയറാൻ അയച്ചില്ല. ടെന്റിലേക്കുള്ള റോഡുകളൊക്കെ അടച്ച് നേരെ ആ റോഡ് എങ്ങോട്ടാ പോയത് അറിയാം, ജംറയിലേക്കാ പോയത്, കല്ലെറിയാൻ. അങ്ങനെ ആകുമ്പോൾ അത്യാവശ്യം നടക്കാണ്ടാവും. നമ്മൾ നേരെ ജംറയിലേക്ക് നടന്നെത്തുക. അവിടെ ജംറയൊക്കെ അപ്പൊ പറഞ്ഞ ജംറനെ മനസ്സിലാവില്ല, അത് ഇൻഷാ അല്ലാഹ് നമ്മൾ കാണിച്ചു പറഞ്ഞൊക്കെ തരും. 3ാമത്തെ ജംറയിൽ 1ാമത്തെയും 2ാമത്തെയും ജംറയിൽ എറിയാതെ 3ാമത്തെ ജംറയിൽ 7 കല്ല് കൊണ്ട് എറിയണം. ആ കല്ല് നമ്മൾ മുസ്ദലിഫയിൽ പൊറുക്കും. ബേജാറാണ്, നമ്മൾ പറഞ്ഞുതരും. അങ്ങനെ നമ്മൾ ജംറയിൽ കല്ലെറിഞ്ഞാല് പിന്നെ നമ്മൾ ബലി അറുക്കണം. ബലി അറുക്കാനുള്ള പൈസ നേരത്തെ നമ്മളെ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ പാടെ കൂടി ആ പൈസ സൗദി അറേബ്യയിലെ ഗവൺമെന്റ് അംഗീകരിച്ച ഏജന്റുമാരുണ്ട്, ചാരിറ്റി ഓർഗനൈസേഷന്, ഗവൺമെന്റ് ബാങ്കുകൾ, അവർക്കൊക്കെ ഇഷ്ടം പോലെ ആളുകൾ ഉണ്ടാവും. നമ്മൾ അവർക്ക് അവർ പറയുന്ന പൈസ കൊടുത്താൽ ഒരു നമുക്ക് സ്ലിപ്പ് തരും. നിങ്ങൾക്ക് വേണ്ടിയുള്ള അറിവ് ദുൽഹജ്ജ് 10 10 മണിക്ക് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി അറുക്കും എന്നൊരു സ്ലിപ്പ് നമുക്ക് തരും. അത് കിട്ടിക്കഴിഞ്ഞാൽ എന്തായി, അതിൽ നമ്മൾ കഴിച്ചിട്ടായി. നമ്മുടെ അറിവ് നമ്മളോട് ഏൽപ്പിച്ചു. ചില ആൾക്കാർ പറയും ഒറ്റക്ക് പോയി അറുക്കല്ലേ, അസാധ്യമാണ്, വലിയ പ്രയാസം. ചില ആൾക്കാർ പറയും 800 കൊടുക്കണ്ട, 300 വന്നാല് ഞങ്ങൾ അറുക്കുന്നുണ്ട്. അവിടെ അറുക്കൂല, തട്ടിപ്പാണത്, നോക്കാൻ നമുക്ക് കഴിയൂല, അത് ഗവൺമെന്റ് നിരോധിച്ചതാണ്. അതുകൊണ്ട് അങ്ങനെ ഒന്നും ആലോചിക്കരുത്. നമ്മൾ ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം നടക്കുന്ന ഒരു ഭരണാധികാരി നമ്മളോട് പറഞ്ഞ കാര്യം നമ്മൾ അനുസരിക്കുക. ഗവൺമെന്റ് ഏജൻസികൾക്കോ ചാരിറ്റി ഓർഗനൈസേഷനുകൾക്കോ നമ്മൾ ആ പൈസ കൊടുത്താൽ അവർ നമുക്ക് വേണ്ടി അറുക്കും, അത് നമുക്ക് വിശ്വസിക്കാം. അവർ നമുക്കൊരു സ്ലിപ്പ് തരും. അപ്പൊ നമ്മൾ കല്ലെറിഞ്ഞു, അറിവ് നടന്നു കഴിഞ്ഞു, പൈസ നേരത്തെ അടിച്ചോണ്ട് അറിവ് നടന്നു കഴിഞ്ഞു. പിന്നെന്താ വേണ്ടത്? പിന്നെ മുടി കളയാൻ. പണ്ട് ഉംറയ്ക്ക് നമ്മൾ മുടി കളഞ്ഞ പോലെ തന്നെ സ്ത്രീകൾ മുടി വെട്ടുക, ആണുങ്ങൾക്ക് ബാർബർ ഷോപ്പ് ഉണ്ട്, അവിടെ 10 റിയാൽ കൊടുത്താലും മുടി കളഞ്ഞു കിട്ടും. ഈ മുടി കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഹജ്ജിന്റെ ഇഹ്റാമിൽ നിന്ന് പകുതി മോചിതരായി. ഡ്രസ്സൊക്കെ മാറാ, പെർഫ്യൂം ഉപയോഗിക്കാം, കുളിക്കാം, മുടി വെട്ടാൻ, ഭാര്യ ഭർത്തൃ ലൈംഗിക ബന്ധമല്ലാത്ത ബാക്കി എല്ലാ കാര്യവും അനുവദനീയമായി. അത് പിന്നെ ഹജ്ജ് കഴിഞ്ഞിട്ടേ പറ്റുള്ളൂ, അതുവരെയുള്ള ബാക്കിയൊക്കെ അനുവദനീയമായി. അപ്പൊ ഈ ഏറ് കഴിഞ്ഞാല് സാധാരണഗതിയിൽ നമ്മുടെ ടെന്റിലേക്ക് മടങ്ങലാണ്. എന്നാൽ ആരോഗ്യമുള്ള ആൾക്കാരാണെങ്കിൽ ഹലോ ഞാൻ ഇറങ്ങിയിട്ടില്ല, നിങ്ങൾ ഇറങ്ങിക്കോളി, കാണുന്നോളൂ, ഞാൻ വരാം, ഞാൻ സൈഡിനെ വിളിച്ചിരിക്കും, നിങ്ങൾ ഇറങ്ങിക്കോളി, ഞാൻ വരാം, നമ്മൾ വരും, ഞാൻ എത്തും, നിങ്ങൾ കാണുന്നോളി, ഈ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ. ഓക്കെ. അപ്പോഴേ പിന്നെ നമ്മള് ഈ കല്ലെറിഞ്ഞു കഴിഞ്ഞാല് നേരെ മക്കത്തേക്ക് നടക്കുകയാണെങ്കിൽ 5.5 കിലോമീറ്റർ ദൂരമുണ്ട്, വെയിൽ കൊള്ളാതെ ടെന്റിന്റെ ഉള്ളിലൂടെ പന്തലിൽ കൂടെ കുറച്ച് വെയിലുണ്ടാവും. 5.5 കിലോമീറ്റർ നടന്ന് നമ്മൾ മക്കത്ത് എത്തിയാൽ അന്ന് തവാഫ് സഅയും ചെയ്യാൻ പറ്റിയാൽ വൈകുന്നേരം തിരിച്ച് മീനയ്ക്ക് ഇങ്ങോട്ട് നടക്കണം. ആദ്യം നമ്മൾ മുസ്ദലിഫയിൽ നിന്ന് മീനയ്ക്ക് നടക്കണം, പിന്നെ മീനയിൽ ജംറയ്ക്ക് നടക്കണം. ഇതൊക്കെ 3-4 കിലോമീറ്റർ വീതം ജംറയ്ക്ക് നടക്കണം. പിന്നെ ജംറയിൽ നിന്ന് മക്കത്ത് 5.5 കിലോമീറ്റർ നടക്കണം. അവിടെ തവാഫ് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ടാവും, സഅയ് അത്യാവശ്യം കിലോമീറ്റർ ഉണ്ടാവും. അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ തിരിച്ചോളം മീനയിൽ എത്തണം. രാത്രി ഉറപ്പായിട്ട് മീനയിൽ എത്തിക്കണം. അപ്പൊ ചുരുക്കത്തിൽ അന്ന് നമ്മൾ ഫുള്ള് നടക്കുകയാണെങ്കിൽ ഒരു 10-30 കിലോമീറ്റർ നടന്നു. കാലിന് മറ്റേ ചില ആൾക്കാർ മൊബൈലിൽ നമ്മൾ നടക്കുന്ന ദൂരം കിട്ടുമല്ലേ. നമ്മുടെ കൂടെയുള്ള കാസർഗോഡ് തന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞ് 34 കിലോമീറ്റർ നടക്കേണ്ടി വരും. പക്ഷെ ലേശം ആരോഗ്യമുള്ള ആൾക്കാരായിട്ട് നേരെ പോകാം, പക്കത്ത് പോയിട്ട് എറിഞ്ഞു പോരാ. അല്ല അതിന് പ്രയാസമുള്ള ആൾക്കാർ ഒരു മനോവിഷമം വിചാരിക്കേണ്ട, അവർ നേരെ ടെന്റിലേക്ക് വരിക, അവിടെ വിശ്രമിക്കുക. പിറ്റേന്ന് മുതൽ വണ്ടി ഓടും. ദുൽഹജ്ജ് 11-12 ആയാലേ മക്കയിലേക്ക് ടാക്സി ഇട്ടു.
വേണമെങ്കിൽ ടാക്സി കയറി പോകാം, അല്ലെങ്കിൽ നടന്നു പോകാം, സാവധാനം ചെയ്യാം. ഇനി നമ്മൾ 13 എന്തായാലും മക്കയിലേക്ക് തിരിച്ചെത്തുമല്ലോ മിനയിൽ. എന്നിട്ട് അതിന് ശേഷമാണെങ്കിലും ആ തവാഫും സഅയും നടത്താം. 10 പറ്റുന്ന ആൾക്കാർ 10 പോവുക, അല്ലാത്തൊരു സൗകര്യം പോലെ ചെയ്യാം. അപ്പൊ 10 നമ്മൾ 4 കർമ്മം ചെയ്ത് പിന്നെ 11ന്റെ പേരെന്താണ്? അയ്യാമത്തെ ശരീക്കാണ്, പെരുന്നാളിന്റെ പിറ്റേന്നാണ്. അന്ന് നമുക്ക് മിനയിൽ സുഖമായിട്ട് ജീവിക്കുക. ഉച്ചക്ക് ശേഷം 3 ജംറയിൽ കല്ലെറിയ, വേറെ ഒരു പണിയില്ല, തിരിച്ചു വരിക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ദിക്റില്ല, പ്രാർത്ഥിക്കുക. അങ്ങനെ തന്നെ 12 അങ്ങനെ തന്നെ. ആർക്കേലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ 12ന്റെ കല്ലേറ് കഴിഞ്ഞാൽ മടങ്ങി പോകാം. ബുദ്ധിമുട്ടില്ലാത്തവന് 13 കൂടി അവിടെ താമസിക്കുക. 13ന് കല്ലെറിഞ്ഞ് നമ്മൾ സന്തോഷത്തോടെ പ്രാർത്ഥനയോടെ നമ്മൾ മക്കയിലേക്ക് മടങ്ങും. 2 ദിവസം നമ്മൾ മക്കയിൽ ഉണ്ടാവും. അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞാൽ ശനിയാഴ്ചയോട് കൂടിയൊക്കെ നമ്മൾ എന്ത് ചെയ്യും? മദീനത്തേക്ക് മടങ്ങും. പിറ്റേ ജുമ വരെ നമ്മൾ മദീനത്തുണ്ടാവും. മദീനയിൽ ജുമ നമസ്കാരം കഴിഞ്ഞ് നമ്മൾ ജിദ്ദ എയർപോർട്ടിലേക്ക് മടങ്ങും. ശനിയാഴ്ച രാവിലെ നമ്മൾ ഇൻഷാ അല്ലാഹ് അവിടുന്ന് ഫ്ലൈറ്റ് കയറിയാൽ ഒരു ഉച്ചക്ക് മുമ്പായിട്ട് നമ്മുടെ നാട്ടിൽ തിരിച്ചെത്തും. അങ്ങനെയാണ് നമ്മുടെ യാത്ര, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ ഉംറയുടെ കാര്യങ്ങൾ പഠിച്ചു പോകണം. ഹജ്ജിന്റെ കാര്യം പഠിപ്പിക്കാൻ ഒരുപാട് സമയം അവിടെ ചെന്നാലും ഉണ്ട്. ഉംറ ഇവിടുന്ന് പഠിച്ചു തന്നെ പോകണം. സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇൻഷാ അല്ലാഹ് വാട്സാപ്പിലൂടെ ആ ഗ്രൂപ്പിലൂടെ നമുക്ക് ബന്ധപ്പെടാൻ, ചോദിക്കാം. അള്ളാഹു തആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഏറ്റവും നല്ല രൂപത്തിൽ ഈ കർമ്മങ്ങൾ ചെയ്ത് പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യത്തോടെ ഈമാനോടെ മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും അള്ളാഹു അവസരം നൽകുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഒരുമിച്ച് കൂടുന്ന ആ നാട്ടിൽ അപകടങ്ങളില്ലാതെ, പ്രയാസങ്ങളില്ലാതെ, ദുരിതങ്ങളും വിപത്തുകളും ഇല്ലാതെ ലോകത്തിലെ എല്ലാ മുസ്ലിങ്ങൾക്കും ഈ കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ അള്ളാഹു അവസരം നൽകുമാറാവട്ടെ. എല്ലാവരുടെ ഹജ്ജും അള്ളാഹു സകല പാപങ്ങളും പൊറുക്കുന്ന മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജായി സ്വീകരിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.